പണിയുന്നത്. ಹಾಗಾಗಿದೆ ದೇವರು ನಮ್ಮನ್ನು ಕಟ್ಟುವುದು ഒരു കുടുംബമായിട്ട്, ಒಂದು ಕುಟುಂಬವಾಗಿ. അതുകൊണ്ട് നമ്മൾ ആരും ഇൻഡിവിജ്വൽ അല്ല. ಹಾಲೆಲೂಯ. ನಾವು ಯಾರು ಹಾಲೆಲೂಯ ವೈಯಕ್ತಿಕವಾಗಿ ಸೆಪರೇಟ್ ಆಗಿರುವರಲ್ಲ. നമുക്ക് ഒരു പിതാവുണ്ട്, നമുക്കൊരു തന്തയുണ്ട്, ഒരു കർത്താവുണ്ട്, നമുക്കൊരു കർത്തനുണ്ട്, ഒരാത്മാവുണ്ട്, ಒಂದು ಆತ್ಮವುಂಟು. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ബൈബിളിൽ പറയുന്നത്, ബൈബിൾ ಹೇಳ್ತಾ ಇರುವುದು, നമ്മളെല്ലാവരും ഏക ശരീരമാകുമാറ് ಒಂದೇ ಶರೀರವಾಗುವ ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ಒಂದೇ ಆತ್ಮನಿಂದ ನಾವು ಕುಡಿದಿದ್ದೇವೆ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವಾದ ಮಾಡಲಿ. ആമേൻ. ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ದೇವರ ವಾಕ್ಯ ಕಡೆಗೆ ಬರೋಣ. ദൈവ ഇസ്രായേൽ ജനത്തോട് ആമേൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ದೇವರು ಇಸ್ರಾಯೇಲ್ ಜನರ ಹತ್ರ ಹೇಳಿದ ಒಂದು ಮುಖ್ಯವಾದ ವಿಷಯವಾಗಿದೆ ಹೇಳ್ತಾ ಇರುವುದು. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ನಾನು ಹಲವಾರು ಸರಿ ಹೇಳ್ತೀವಿ, പഴയ നിയമത്തിലെ ബ്ലെസ്സിങ്ങും പുതിയ നിയമത്തിലെ ബ്ലെസ്സിങ്ങുമായിട്ട് അല്പ വ്യത്യാസമുണ്ട്. ಹಳೆ ഉടമ്പടിಕೆ ಆಶೀರ್ವಾದ ಹೊಸ ಉಡಂಬಡಿಕೆ ಆಶೀರ್ವಾದವಾಗಿ ಸ್ವಲ್ಪ ವ್ಯತ್ಯಾಸಗಳುಂಟು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് വ്യത്യാസമുണ്ട്, ಸ್ವಲ್ಪ ವ್ಯತ್ಯಾಸಗಳುಂಟು. പഴയ നിയമത്തിലെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും മെറ്റീരിയലായിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ಹಳೆ ಉಡಂಬಡಿಕೆಯ ಆಶೀರ್ವಾದ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಮೆಟೀರಿಯಲ್ ಬ್ಲೆസ്സിಂಗ್ ಹೇಳ್ತಾ ಇರೋದು, ഭൗതികമായ അനുഗ്രഹങ്ങൾ. ಆಮೇಲೆ ಈ ಲೋಕದ ಆಶೀರ್ವಾದಗಳಾಗಲೇ ಹೇಳಿದ್ದು. ബ്രാക്ക എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ബ്രാക്ക ಎಂಬುದಾಗಿರುವುದು അതാണ് ഹീബ്രുവിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഹീബ്രുവಲ್ಲಿ ಆ ಪದವಾಗಿದೆ, ಅಲ್ಲಿ ಉಪಯೋಗ ಮಾಡಿದ್ದು. ആ പദവും ഒരു പ്രാവശ്യം പോലും പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. ಒಂದು ಸರಿ ಕೂಡ ಹೊಸ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಬರೆಯಲ್ಪಡಲಿಲ್ಲ. നമ്മുടെ ഭാഷകളിലൊക്കെ പഴയ നിയമത്തിൽ അനുഗ്രഹം എഴുതിയ പുതിയ നിയമത്തിൽ അനുഗ്രഹം എഴുതിയിട്ടുണ്ട്. ಹಾಲೆಲೂಯ. ನಮ್ಮ ಪುಸ್ತಕದಲ್ಲಿ ಹಳೆ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಆಶೀರ್ವಾದ ಒಂದು ಬರೆದಿದ್ದಾರೆ, ಹೊಸ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಆಶೀರ್ವಾದ ಒಂದೇ ಬರೆದಿದ್ದು. എല്ലാ ഭാഷയിലും എങ്ങനെയാ? ഇംഗ്ലീഷ് ആണെങ്കിൽ ബ്ലെസ്സിങ്, ന്യൂ ടെസ്റ്റ്മെന്റിലും ഓൾഡ് ടെസ്റ്റ്മെന്റിലും ബ്ലെസ്സിങ് അങ്ങനെ എഴുതിയിരിക്കുന്നു. ಹಾಲೆಲೂಯ. ಇಂಗ್ಲಿಷಲ್ಲಿ ಆದರೆ ಕೂಡ ಓಲ್ಡ್ ಮತ್ತೆ ನ್ಯೂ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ ಬ್ಲೆಸ್ಸಿಂಗ್ಸ್ ಎಂದಾಗಿದೆ ಬರೆದಿದೆ, ಆಶೀರ್ವಾದ. പക്ഷേ ഹീബ്രു ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിൽ ബ്രാക്ക എന്നൊരു പദമാണ്. ಹಾಲೆಲೂಯ. ಆದರೆ ಹಳೆ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಹೀಬ್ರು ಭಾಷೆಯಲ್ಲಿ ಬರಾಕ ಎಂಬುದಾಗಿರೋದು ಪದವಾಗಿದೆ ಯೂಸ್ ಮಾಡಿದ್ದು. ബരാക്ക അല്ല, ബ്രാക്ക എന്ന പദം. ಬ್ರಾಕ ಎಂಬುದಾಗಿರೋ ಪದ. ന്യൂ ടെസ്റ്റ്മെന്റിൽ ಹಾಲೆಲೂಯ. ನ್ಯೂ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ യൂളോളജി എന്നൊരു പദമാണ് എഴുതിയിരിക്കുന്നത്. യൂനോളജി എന്ന പദವಾಗಿದೆ, ಉಪಯೋಗ ಮಾಡಿ അനുഗ്രഹത്തിന് വേണ്ടി എഴുതിയിരിക്കുന്ന പദം. ആശീർവാദಕ್ಕಾಗಿ ಹೊಸ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಬರೆದಿದ್ದು ಆ ಪದವಾಗಿದೆ. ഇതിനെ ഡിവൈൻ ബ്ലെസ്സിങ് എന്നാണ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്. ಇದನ್ನೇ ಒಂದು ಹಾಲಲ್ಲಿ ಆತ್ಮಿಕವಾದ ಆಶೀರ್ವಾದವೆಂದು ಬರೆಯಲ್ಪಟ್ಟಿದೆ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. ദിവ്യമായ അനുഗ്രഹം. ಹಾಲೆಲೂಯ. ದಿವ್ಯವಾದ ಒಂದು ಆಶೀರ್ವಾದ. പഴയ നിയമത്തിൽ അക്ഷരികമായ അനുഗ്രഹം. ಹಾಲೆಲೂಯ. ಹಳೆ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಅದು ಅಕ್ಷರಿಕವಾದ ಒಂದು ಆಶೀರ್ವಾದ. പഴയ നിയമത്തിലെ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ಹಳೆ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಇರುವ ವಿಷಯಗಳೆಲ್ಲ ನಮ್ಗಿಲ್ಲದಲ್ಲ ಎಂದಲ್ಲ ಅದಕ್ಕೆ ಅರ್ಥ. അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ಅಬ್ರಹಾಮನಿಗೆ ದೇವರು ಕೊಟ್ಟಿದ್ದ ಆಶೀರ್ವಾದಗಳು ಅದು ನಮಗೆ ಕ್ರಿಸ್ತನ ಮುಖಾಂತರವಾಗಿ ಲಭಿಸುತ್ತದೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ആമേൻ. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ಅಬ್ರಹಾಮನಿಗೆ ಕೊಡಲ್ಪಟ್ಟ ಆಶೀರ್ವಾದಗಳು ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿ ನಮಗೆ ಹಾಲೆಲೂಯ ಕೊಡಲ್ಪಡುತ್ತದೆ. പുതിയ നിയമം ഒരു തൃപ്തി ഉള്ള ജീവിതമാണ്. ಹಾಲೆಲೂಯ. ಹೊಸ ಉಡಂಬಡಿಕೆಯ ಜೀವನವು ನಮಗೆ ಒಂದು ಹಾಲೆಲೂಯ ತೃಪ್ತಿಯನ್ನು ಕೊಡುವ ಜೀವಿತವಾಗಿದೆ. പഴയ നിയമത്തിൽ തൃപ്തിയുള്ള ഒരു ജീവിതം കാണുന്നില്ല. ಹಳೆ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಆ ತರವಾಗಿ ನಾವು ತೃಪ್ತರಾಗಿ ಜೀವನ ಮಾಡುವುದು ತರ ಕಾಣಿಸುವುದಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ಹೇಳದ ಅರ್ಥವಾಗಿದೆಯಾ? ഹല്ലേലൂയ. ആമേൻ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. തിമോഥെയോസിന് ബರೆದ പത്രികയിൽ ಹೀಗೆ ಬರೆದಿದ್ದಾರೆ, ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കണം. ಇರದಿಂದ ನಾನು ಸುಲಭವಾಗಿ ಇರೋದಕ್ಕೆ ನಾನು ಇರದಲ್ಲಿ ಸುಲಭವಾಗಿ ಇರೋದಕ್ಕೆ ಕಲಿಬೇಕು. ಆಮೇನ್. ಇರುವುದರಿಂದ ತೃಪ್ತರಾಗಿ ಬಾಳಬೇಕು. ಹಾಲೆಲೂಯ. ನಮ್ಗೆ ಇರದಲ್ಲಿ ತೃಪ್ತರಾಗಿ ನಾವು ಬಾಳಬೇಕು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ಹಾಲೆಲೂಯ. ಹಾಗೆ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും പിറുപിറുക്കാൻ പോകരുത്. ಹಾಲೆಲೂಯ. ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು ಯಾರು ಗುಣಗುಟ್ಟಬಾರದು. ഇല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാം.
ಹಾಲೆಲೂಯ. ಇಲ್ಲಾಂದ್ರೆ ഒരു പ്രാർത്ഥന ಮಾಡಬೇಕು. ആമേൻ. പുതിയ നിയമത്തിൽ ഇല്ലാത്ത ഒരു പദം കൂടി ഉണ്ട്. ഈ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കാം. ಹಾಲೆಲೂಯ. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಂದು ಮಾತು ಕೂಡ ಇದೆ, ಇರುವರು ಇಲ್ಲದಿರುವವರಿಗೆ ಕೊಡಬಹುದು, ಹಂಚಬಹುದು. ಆಮೆನ್. കർത്താവ് പറയുന്നതെല്ലാം പഴയ കാര്യങ്ങൾ, അതുകൊണ്ട് ഇപ്പം പറയലെന്ന് ആരും പറയല്ലേ. ಹಾಲೆಲೂಯ. ಕರ್ತನು ಹೇಳಿದೆಲ್ಲ ಹಳೆಯ ವಿಷಯಗಳು, ಅದಕ್ಕೆ ಹೀಗೆ ಹೇಳಬಾರ್ದು ಅಂತ ಹೇಳ್ಬಾರ್ದು. ഇപ്പോൾ അത് ആപ്ലിക്കബിൾ അല്ല. ಹಾಲೆಲೂಯ. ಆ ವಿಷಯಗಳೆಲ್ಲ ಇವಾಗ ನಾವು ಅಪ್ಲೈ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ എന്ന് ആരും പറയല്ലേ. ಎಂದು ಯಾರು ಹೇಳಬಾರದು. സ്തോത്രം. ಆಮೆನ್. ആമേൻ. പുതിയ നിയമത്തിലെ ആമേൻ 40 അടിസ്ഥാന ഉപദേശങ്ങൾ. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 40 ಅಡಿಸ್ಥಾನವಾದ ಉಪದೇಶಗಳು. പ്രൈസ് ലോർഡ്. ಆಮೆನ್. 1500 കൽപ്പനകൾ. 1500 കൽപ്പനകൾ. 1500 കട്ടളಗಳು. ആമേൻ. പഴയ നിയമത്തിലെ 613 കൽപ്പനകൾ. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 613 ಕಟ್ಟಳೆಗಳು. 10 അടിസ്ഥാന കൽപ്പനകൾ. 10 ಅಡಿಸ್ಥಾನವಾದ ಕಟ್ಟಳೆಗಳು. പുതിയ നിയമത്തിലെ 2 അടിസ്ഥാന നിയമങ്ങൾ. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 2 ಅಡಿಸ್ಥಾನ ಉಪದೇಶಗಳು. ഇതെല്ലാം ഒരു വിശ്വാസി നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ഇതെല്ലാം ಒಂದು ವಿಶ್ವಾಸಿ ಚೆನ್ನಾಗಿ ಕಲಿಬೇಕಾಗಿರೋದು ಅವಶ್ಯಕತೆ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 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 അപ്പോൾ ആമേൻ. എന്നാലാണ് നമുക്ക് ഇത് അറക്കിട്ട് ഉറപ്പിച്ചു ആമേൻ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആമേൻ ആ മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ಇದೆಲ್ಲ ಕಲಿದರೆ ಮಾತ್ರವೇ ಆ ವಿಶ್ವಾಸ ನಂಬಿಕೆಯ ಜೀವನದ ದೃಢದಲ್ಲಿ ನಮಗೆ ಮುಂದುವರಿಸೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದು. ദൈവത്തിന് സ്തോത്രം ದೇವರಿಗೆ ಮಹಿಮೆ ഉണ്ടാಗಲಿ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ದೇವರಿಗೆ ಮಹಿಮೆ. ആമേൻ. നമ്മൾ ആമേൻ ഇന്ന് നമ്മൾ അനുഗ്രഹത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ಇವತ್ತು ನಾವು ಆಶೀರ್ವಾದದ ಕುರಿತಾಗಿದೆ ಚಿಂತೆ ಮಾಡಕ್ಕೆ ಹೋಗ್ತಾ ಇರುವುದು. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ಏನೆಂದು ಕೇಳಿದರೆ ആമേൻ ആമേൻ നമ്മുടെ ദൈവമോ ನಮ್ಮ ದೇವರು നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം ನಮ್ಮ ಹಾಲೆಲೂಯ ತೊಂದರೆಗಳೆಲ್ಲ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് തക്കവണ്ണം തീർത്തു തരും. ತನ್ನ ಮಹಿಮೆಯ ಧನಕ್ಕೆ ತಕ್ಕಂತೆ ನಮಗೆ ತೀರಿಸಿಕೊಡುವವನು. സ്തോത്രം. ಆಮೆನ್. ഇത് ഫിലിപ്പിയിലെ വിശ്വാസികളോട് അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞൊരു വചനമാണ്. ಇದು ಫಿಲಿಪ್ಪಿಯಲ್ಲಿ ಇಡದ ವಿಶ್ವಾಸಿಗಳ ಹತ್ರ ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಹೇಳಿದ ಮಾತುಗಳಾಗಿದ್ದಾರೆ. ആമേൻ. ಆಮೆನ್. താൻ ജയിലിൽ കിടക്കുമ്പോഴാണ് അവരോട് ഈ വാക്യം പറയുന്നത്. ಆತನ ಸೆರೆಮನೆಯಲ್ಲಿ ಇರಬೇಕಂದ್ರೆ ಈ ಮಾತುಗಳನ್ನು ಹಾಡಿದರು. തനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ಆತನಿಗೆ ಏನು ತೊಂದರೆ ಇಲ್ಲ. താൻ ബുദ്ധിമുട്ടിലാണ്, ಆತನು ತೊಂದರೆಯಲ್ಲಿ ಒಳಪಟ್ಟಿದ್ದಾನೆ, ബന്ധനത്തിലാണ്. ಆತನು ಬಂಧನಸ್ಥನಾಗಿದ್ದಾನೆ. പൗലോസിന് അതൊരു ബുദ്ധിമുട്ടല്ല. ಆದರೆ ಪೌಲನಿಗೆ ಅದೇನು ತೊಂದರೆ ತರ ಅನಿಸುತ್ತಾ ಇಲ್ಲ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. തന്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീർന്നാണ് അദ്ദേഹം പറയുന്നത്. ಹಾಲೆಲೂಯ. ತನ್ನ ಬಂಧನಗಳೆಲ್ಲ ಸುವಿಶೇಷವನ್ನು ಹರಡುವುದಕ್ಕೆ ಕಾರಣವಾಯಿತು ಎಂದು ಆತನು ಹೇಳಿದ್ದಾರೆ. ജയിലിൽ കൂടെ സുവിശേഷം പറയാനായിട്ട് ആമേൻ അതിടയാക്കി തീർത്തു. ಯಾಕೆಂದ್ರೆ ಸೆರೆಮನೆಯಲ್ಲಿ ಕೂಡಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರುವುದಕ್ಕೆ ಅದೆಲ್ಲ ಕಾರಣವಾಯಿತು. പ്രൈസ് ലോർഡ്. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ താൻ പുറത്തുള്ളവരോട് പറയുകയാണ്, ಆದ್ರೆ ತಾನು ಆಚೆಯವರ ಹತ್ರ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഫിലിപ്പിയിലെ വിശ്വാസികളെ, ಫಿಲಿಪಿಯಲ್ಲಿ ಹಿಡಿದ ವಿಶ್ವಾಸಿಗಳೇ, നിങ്ങൾ എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ನೀವು ನನ್ನನ್ನು ಹಲವಾರು ಸರಿ ಸಹಾಯ ಮಾಡಿದ್ದಾರೆ. അത് ദൈവത്തിന്റെ മുമ്പിൽ ആമേൻ സുഗ്രാഹ്യമായ യാഗമാണ്. ಅದು ದೇವರ ಮುಂದೆ ಬಹಳ ಸುಗ್ರಾಹ್ಯವಾದ ಯಜ್ಞವಾಗಿದೆ. പുതിയ നിയമത്തിലെ ഒരു യാഗമാണ് നിങ്ങൾ അർപ്പിച്ചത്. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಂದು ಯಜ್ಞವಾಗಿದೆ ನೀವು ಅರ್ಪಿಸಿದ್ದು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. അതുകൊണ്ട് ಆದ್ದರಿಂದ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ എല്ലാം തൻ്റെ കൃപയുടെ ധനം കൊണ്ട് തീർത്തു തരും. ದೇವರು ನಿಮ್ಮ ಕಷ್ಟಗಳನ್ನೆಲ್ಲ ಆತನ ಧನಕ್ಕೆ ಮಹಿಮೆಯ ಧನಕ್ಕೆ ತಕ್ಕಂತೆ ತೀರಿಸಿಕೊಡುತ್ತಾನೆ. ഫിലിപ്പിയിലെ സഭയെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനോട് ബലപ്പെടുത്തുകയാണ്. ಫಿಲಿಪಿಯ ಸಭೆಯನ್ನು ಪೌಲೋಸ್ ಅಪೊಸ್ತಲನ ಮುಖಾಂತರವಾಗಿ ಪವಿತ್ರಾತ್ಮನು ಬಲಪಡಿಸುತ್ತಾ പ്രൈസ് ಇದ್ದಾರೆ. ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ಇವತ್ತು ನಾವು ಚಿಂತೆ ಮಾಡ್ತಾ ಇರುವುದು, നമുക്ക് 2 ഭാഗമുണ്ട്. ನಮ್ಗೆ 2 ಭಾಗ ಉಂಟು. ഒന്നെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടാം, ಒಂದರೆ ನಾವು ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಡಬಹುದು, അല്ലെങ്കിൽ നമുക്ക് ശവിക്കപ്പെടാം. ಇಲ್ಲಾಂದ್ರೆ ನಾವು ಶಾಪ ഞാൻ ಹೊಂದಿಕೊಳ್ಳಬಹುದು. പ്രോസ്പെരിറ്റി തിയോളജി പറയുന്ന ആളല്ല. ನಾನೊಂದು ಪ್ರಾಸ್ಪರಿಟಿ ಥಿಯಾಲಜಿ ಹೇಳುವ ವ್ಯಕ್ತಿ എനിക്ക് ಅಲ್ಲ. പ്രോസ്പെരിറ്റി തിയോളജിയോട് താല്പര്യവും ഇല്ല. ಹಾಲೆಲೂಯ. ಈ ಪ್ರಾಸ್ಪರಿಟಿ ಥಿಯಾಲಜಿಗೆ ನನಗೆ ಅಷ್ಟು ಮೆಚ್ಚುಗೆ ಏನಿಲ್ಲ. ആരെയെങ്കിലും ദൈവം ധാരാളമായി അനുഗ്രഹിച്ചാൽ
ಹಾಲು ಯಾರನ್ನೆಲ್ಲ ದೇವರು ಏರಾಳವಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಿದರೆ, ദൈവമാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ ದೇವರಾಗಿದೆ ಆಶೀರ್ವಾದ ಮಾಡಿದೆ ಅಂದರೆ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ನನಗೆ ಅದರಲ್ಲಿ ಬಹಳ ಸಂತೋಷವುಂಟು. അവരോട് പറയാനുള്ള ഒരു കാര്യം, ಅವರ ಹತ್ರ ನಾನು ಹೇಳಕ್ಕಿರೋದು ಒಂದು ವಿಷಯ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ ದೇವರ ಆಶೀರ್ವಾದ ಮಾಡುವಾಗ ദൈവത്തിന്റെ വചനം മറക്കരുത്. ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಮರೆತು ಬಿಡಬಾರದು. ദരിദ്രരെ മറക്കരുത്. ದರಿದ್ರನ ನಾವು ಮರೆತು ಬಿಡಬಾರದು. ഇല്ലാത്തവനെ മറക്കരുത്. ಇಲ್ಲದಿರುವವರನ್ನ ನೀವು ಮರೆಯಬಾರದು. രണ്ടുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ പറഞ്ഞ മറക്കരുത്. ಹಾಲಲ್ಲಿ ಎರಡು ಇರುವವನು ಇಲ್ಲದಿರುವವನಿಗೆ ಒಂದು ಕೊಡ್ಲಿ ಅಂತ ಮಾತುಗಳನ್ನು ಮರೆಯಬಾರದು. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವಾದ ಮಾಡುವಾಗ ദൈവത്തിന്റെ കൽപ്പനകൾ മറക്കാൻ പാടില്ല. ದೇವರ ಕಟ್ಟಳೆಗಳನ್ನು ನಾವು ಮರೆತು ಬಿಡಬಾರದು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന പ്രകാരം ಪೌಲನು ಹೇಳುವ ഈ ರೀತಿಯಲ್ಲಿ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല. ಈ ಲೋಕಕ್ಕೆ ನಾವು ಏನು ഈ ತಗೊಂಡ್ಬಂದಿಲ್ಲ. ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. ಈ ಲೋಕದಿಂದ ನಾವು ಏನು ಹೊತ್ತುಕೊಂಡು ಹೋಗೋದಕ್ಕೂ ಸಾಧ್ಯವಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. നമ്മൾ മരിക്കുമ്പോൾ ನಾವು ಸಾಯುವಾಗ വെറും കൈയോടെ എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും. ಆಮೇಲೆ ಶೂನ್ಯವಾದ ಕರಗಳಿಂದ ಎಲ್ಲಾನು ಬಿಟ್ಟು ಬಿಟ್ಟು ನಾವು ಹೋಗಬೇಕು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന നന്മകളെ ನಮಗೆ ದೇವರು ಕೊಡುವ ಒಳ್ಳೆತನಗಳು ആമേൻ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ಅದು ಚೆನ್ನಾಗಿ ಹಾಲೆಲೂಯ ನಾವು ಅದು ವ್ಯಾಪಾರ ಮಾಡುವಂತೆ ದೇವರ ಹತ್ರ ಕೃಪೆಯನ್ನು ಕೇಳಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അനാവശ്യമായി ചെലവാക്കി കളയാനല്ല, ಅನಾವಶ್ಯವಾಗಿ ಅದು ಖರ್ಚು ಮಾಡುವುದಕ್ಕಲ್ಲ, ദൂർത്തടിക്കാനല്ല, ಅದು ನಮ್ಗೆ ಇಷ್ಟ ಬಂದಂಗೆ ಖರ್ಚು ಮಾಡಕ್ಕಲ್ಲ, നമ്മൾ തന്നെ തിന്ന് തീർക്കാനല്ല, ನಾವು ನಾವಾಗಿನೇ ತಿಂದು ಕುಡಿದು ಅದು ಮುಗಿಸುವುದಕ್ಕೂ ಅಲ್ಲ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഞാനും എന്റെ കുടുംബവും ജീവിക്കുമെന്ന് പറയാനല്ല, ನಾನು ನನ್ನ ಮನೆಯವರು ಅದರಲ್ಲಿನೇ ಜೀವಿಸ್ತೀನಿ ಅಂತ ಹೇಳೋದಕ್ಕೂ ಅಲ್ಲ. അത് നന്നായിട്ട് വിനിയോഗം ചെയ്യാനുള്ള എല്ലാ മാർഗവും പരിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ಅದು ಚೆನ್ನಾಗಿ ಖರ್ಚು ಮಾಡದ ರೀತಿಗಳೆಲ್ಲ ಹಾಲೆಲೂಯ ದೇವರ ವಾಕ್ಯವನ್ನು ನಮಗೆ ಹೇಳಿಕೊಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. നമ്മുടെ നന്മകളെ എല്ലാം വിശുദ്ധീകരിക്കുന്നത്, ನಮ್ಮ ಒಳ್ಳೆತನಗಳೆಲ್ಲ ವಿಶುದ್ಧೀಕರಣ ಮಾಡುವುದು, എത്ര കിട്ടിയാലും ಎಷ್ಟೇ ಸಿಕ್ಕಿದ್ರೆ അതിനെ വിശുദ്ധീകരിക്കുന്നത്, ಅದನ್ನು ವಿಶುದ್ಧೀಕರಣ ಮಾಡುವುದು, അതിന്റെ ആദ്യ ഭാഗം ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമ്പോഴാണ്. ಅದ ಮೊದಲನೇ ಭಾಗವು ನಾವು ದೇವರಿಗೋಸ್ಕರವಾಗಿ ಎತ್ತಿ ಮಡಗುವಾಗ ಆಗಿದೆ. ആമേൻ. ദൈവത്തിന് വേണ്ടി വേർതിരിക്കാത്ത ದೇವರಿಗೋಸ್ಕರವಾಗಿ ಬೇರ್ಪಡಿಸಿ ಇಡಾದ ഒരു നന്മയുടെ മേലും ಯಾವುದೇ ಒಳ್ಳೆತನಗಳ ಮೇಲೆಯೂ ദൈവത്തിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ದೇವರದು ಯಾರ್ದು ಗ್ಯಾರಂಟಿ ಇಲ್ಲ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. അപ്പോൾ ആ വിഷയം നമ്മുടെ നിൽക്കട്ടെ. ಆ ವಿಷಯ ಅಲ್ಲೇ ಇರಲಿ. ഹല്ലേലൂയ. നമ്മളിന്ന് ആമേൻ ചിന്തിക്കുന്നത്, ನಾವಿವತ್ತು ಚಿಂತೆ ಮಾಡುವುದು അനുഗ്രഹവും ശാപവും നമുക്ക് തിരഞ്ഞെടുക്കാം. ಹಾಲೆಲೂಯ. ಆಶೀರ್ವಾದವು ಮತ್ತೆ ಶಾಪವನ್ನು ನಮಗೆ ಆರಿಸಿಕೊಳ್ಳಬಹುದು. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ ಡ್ಯೂಟ್ರೋನಮಿ 30ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಧರ್ಮೋಪದೇಶ 15 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. 15ರಿಂದ ವಾಕ್ಯಗಳು ನಾವು ಓದಿಕೊಳ್ಳೋಣ. ഒരു ഭാഷയിൽ വായിക്കുക. അത് കഴിഞ്ഞ് പിന്നീടുള്ള വാക്യങ്ങൾ എല്ലാ ഭാഷയും വായിക്കാം. കന്നഡത്തിലൊന്ന് വായിച്ചാൽ പ്രസംഗിച്ചങ്ങ് വിടായിപ്പോൾ ಕನ್ನಡದಲ್ಲಿ ಓದಿ 30ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯ. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ನೀವಿರಬೇಕು. വചനം നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകത്തില്ല. ವಾಕ್ಯವನ್ನು ನೀವು ಅನುಸರಿಸ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ಯಾವತ್ತೂ ನಿಮಗೆ ಆಶೀರ್ವಾದವನ್ನು ಪಡ್ಕೊಳ್ಳೋಕ್ಕಾಗುವುದಿಲ್ಲ. 15-ാം വാക്യം. 15ನೇ ವಾಕ್ಯ. എന്താണ് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ? ಏನಾಗಿದೆ ನಮ್ಮ ಮುಂದೆ ದೇವರಿಟ್ಟದ್ದು ಎರಡು ವಿಷಯಗಳು, ജീവനും ഗുണവും മരണവും ദോഷവും. എനിക്ക് തോന്നുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ജീവനും മരണവും ഗുണവും ദോഷവും എന്നായിരിക്കും അത് ഒറിജിനലായിട്ട് എഴുതേണ്ടത്. ಆಮೇಲೆ ಜೀವನವು ಮರಣವು ಮತ್ತೆ ಅಲ್ಲಿ ಒಳ್ಳೆಯದು ಕೆಟ್ಟದು ಎಂಬುದಾಗಿ ಆಗಿದೆ. കാരണം താഴോട്ട് വരുമ്പോൾ അത് അങ്ങനെ എടുത്തെഴുതുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ಅಲ್ಲಿ ಕೆಳಗಡೆ ಬರಿಬೇಕಂದ್ರೆ ಅದು ಹಾಗೇನೆ ಎತ್ತಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದಾರೆ. അടുത്ത പദം വായിച്ചാട്ടെ. ആ പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ബതുക്കി ಹೆಚ್ಚಿಸಲ್ಪಡುವುದು? ಒಂದು ವ್ಯಕ್ತಿ ಹೇಗೆ ಆಗಿದೆ ತನ್ನ ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിച്ച് വർദ്ധിക്കുന്നത്? ಒಂದು ವ್ಯಕ್ತಿ ಹೇಗೆ ಆಗಿದೆ ಜೀವಿಸಿ ಹೆಚ್ಚಿಸುವುದು? ആ വ്യക്തിಯು ದೈವത്തിന്റെ കൽപ്പനകളെ ആരാഞ്ഞ്
ದೇವರ ಕಟ್ಟಳೆಗಳನ್ನು ಹುಡುಕಿ അത് ചെയ്യുമ്പോഴാണ് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത്. ಅದು ಮಾಡುವಾಗ ಆಗಿದೆ ಆ ವ್ಯಕ್ತಿಯನ್ನು ಆಶೀರ್ವಾದ ಹೊಂದುವುದು. ദൈവത്തെ ഒരു വ്യക്തി വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ದೇವರನ್ನೇ ಒಂದು ವ್ಯಕ್ತಿ ನಂಬುವುದು ಹೇಳುವುದು ദൈവത്തിന്റെ വചനത്തിൽ ആമേ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. ದೇವರ ಕಟ್ಟಳೆಗಳಲ್ಲಿ ದೇವರ ಹಲ್ಲೆಲೂಯ ವಾಕ್ಯಗಳಲ್ಲಿ ಆತನು ನಂಬಿಕೆ ಇಡ್ತಾ ಇದೆ ಎಂದಾಗಿದೆ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ದೇವರನ್ನು ಪ್ರೀತಿ ಮಾಡ್ತಾ ಇದೆ ಅಂತ ಹೇಳಿದರೆ കൽപ്പനകളെ സ്നേഹിക്കുന്നു, പ്രമാണിക്കുന്നു എന്നാണ് അർത്ഥം. ಆತನ ಕಟ್ಟಳೆಗಳನ್ನು ಪ್ರಮಾಣಿಸ್ತಾ ಇದ್ದಾರೆ, ಅದು ಪಾಲಿಸುತ್ತಾ ಇದೆ ಎಂದಾಗಿದೆ. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക, ഞാൻ വളരെ നിർത്തിയാണ് പറയുന്നത്. ಪ್ರಾರ್ಥನೆಯಿಂದ ಅದನ್ನು ಗಮನಿಸಬೇಕು. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളിൽ നടക്കുമ്പോൾ വർദ്ധിക്കും എന്നൊരു പദമാണ് അവിടെ ഇരിക്കുന്നത്. ದೇವರ ಕಟ್ಟಳೆಗಳಲ್ಲಿ ನಾವು ನಡೆಯುವಾಗ ನಾವು ಹೆಚ್ಚಿಸುತ್ತಾರೆ ಅಂತ ಬರೆದಿದ್ದಾರೆ. പലരുടെയും വിചാരം, ಅಲ್ಲಿ ಹಲವಾರು ಜನರು ಚಿಂತೆ ಮಾಡ್ತಾ ಇರುವುದು, ഇതിനൊരു കുറുക്ക് വഴിയുണ്ട്. ಇದಕ್ಕೆ ಒಂದು ಶಾರ್ಟ್ ಕಟ್ ಉಂಟು. ആരെങ്കിലും ಯಾರಾದ್ರೇಲು ദൈവകൃപയുള്ള മനുഷ്യൻ ದೇವರ ಕೃಪೆ ಇರುವ ಮನುಷ್ಯನು നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ನಿಮ್ಮನ್ನು ಆಶೀರ್ವಾದ ಮಾಡುವಾಗ, ആമേൻ, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ಹಾಲೆಲೂಯ, ಅದು ನಿಮಗೆ ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡುತ್ತೆ ಎಂಬುದಾಗಿ ನೀವು ತಪ್ಪಾಗಿ ಧರಿಸುತ್ತೀರಾ. ദൈവകൃപയുള്ള മനുഷ്യൻ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹമായി തീരും. ಹಾಲೆಲೂಯ, ದೇವರ ಕೃಪೆ ಇರುವ ಮನುಷ್ಯನು ಆಶೀರ್ವಾದ ಮಾಡುವಾಗ ಆಶೀರ್ವಾದವಾಗುತ್ತದೆ. പക്ഷേ ಆದರೆ സ്തോത്രം, നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക. കൽപ്പനകൾ പ്രമാണിക്കുന്ന വ്യക്തിയായിരിക്കുമ്പോൾ ആമേൻ, ദൈവകൃപയുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമായി തീരും. ಆಮೇಲೆ ನಾವು ದೇವರ ಕಟ್ಟಳೆಗಳನ್ನು ಹಾಲೆಲೂಯ ಅದೇ ತರವಾಗಿ ಅನುಸರಿಸುವಾಗ ಒಂದು ಹಾಲೆಲೂಯ ದೇವರ ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟ ಮನುಷ್ಯನು ನಮಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಅದು ಆಶೀರ್ವಾದವಾಗಿ കൽപ്പനകൾ ಮಾರುತ್ತದೆ. അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് ಕಟ್ಟಳೆಗಳು ಅನುಸರಿಸದಿರೋದು ಒಂದು ವ್ಯಕ್ತಿಗೆ 1000 വട്ടം ആമേൻ ലോകോത്തരായ ആമേൻ ശുശ്രൂഷയുടെ മുമ്പ് പോയി തലയായിച്ചാലും അത് അനുഗ്രഹമായി ഭവിക്കത്തില്ല. അങ്ങനെ ഒരു നിയമം ദൈവത്തിന്റെ വചനത്തിലില്ല. ಆಮೇಲೆ ದೇವರ ಕಟ್ಟಳೆಗಳನ್ನು ಅನುಸರಿಸದಿರೋದು ಒಂದು ವ್ಯಕ್ತಿ ಹಾಲೆಲೂಯ ಲೋಕದಲ್ಲಿ ಹಾಲೆಲೂಯ ದೇವರನ್ನು ಬಹಳ ಉಪಯೋಗ ಮಾಡುವ ವ್ಯಕ್ತಿಯ ಕೈ ಕೆಳಗಡೆ ಹೋಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಆಶೀರ್ವಾದವಾಗಿ ಮಾರಲ್ಪಡುವುದಿಲ್ಲ. സ്തോത്രം. ಆಮೇಲೆ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞ ഒരു വാക്യമുണ്ട്. ನಾವು ಹೋದ ಬುಧವಾರ ಹೇಳಿದ ಒಂದು ವಾಕ್ಯ ಉಂಟು. കർത്തನು ലോകത്തുള്ള മനുഷ്യർക്ക്, ಲೋಕದಲ್ಲಿ ಇರುವ ಮನುಷ್ಯರಿಗೆ മഴയും ಬೇಯಿಲು ആമേൻ നന്മയും ಒಳ್ಳೆತನಗಳು ആമേൻ സന്തോഷവും കൊടുക്കുന്നു. ಸಂತೋಷವನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. എന്തിനു വേണ്ടിയാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്? ಏನಕ್ಕೋಸ್ಕರವಾಗಿದೆ ಎಂದು അത് ಬರೆದಿದ್ದಾರೆ. പ്രാപിച്ചിട്ട് അവർ ദൈവത്തെ അറിയാൻ വേണ്ടി എന്നാ പറയുന്നത്. ಅದು ಹೊಂದಿಕೊಂಡು ಅವರು ದೇವರನ್ನ ತಿಳ್ಕೊಳ್ಳೋದಕ್ಕೋಸ್ಕರವಾಗಿ. സ്തോത്രം. നമ്മുടെ ദൈവമാണ് അവർക്ക് കൊടുക്കുന്നത്. ಅದು ದೇವರಾಗಿದೆ ಅವರಿಗೆ ಕೊಡ್ತಾ ಇರುವುದು. ആമേൻ, പിശാച് അല്ല കൊടുക്കുന്നത്. ಸೈತಾನಲ್ಲ ಅದೆಲ್ಲ ಕೊಡುವುದು. പിശാചിന് കൊടുക്കാൻ പറ്റത്തില്ല. ಸೈತಾನಿಗೆ ಕೊಡೋದಕ್ಕೆ ಸಾಧ್ಯವನ್ನವಲ್ಲ. സ്തോത്രം. ಆಮೆನ್, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, കോമൺ ആയിട്ട് ദൈവമാണ് ആ കാര്യം ചെയ്യുന്നത്. ಹಾಲೆಲೂಯ, ಅದು ಕಾಮನ್ ಆಗಿ ದೇವರಾಗಿದೆ, ಅದು ಎಲ್ಲರಿಗೋಸ್ಕರವಾಗಿ ಮಾಡುವುದು. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ಎಲ್ಲರೂ ಶ್ರದ್ಧೆಯಿಂದ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ അവിടെ പറയുന്ന വചനം മുന്നോട്ട് വായിക്കാം. 17-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ನಾನು ನಿಮಗೆ ಖಂಡಿತವಾಗಿ ಹೇಳ್ತೇನೆ. ഞാൻ നിങ്ങളോട് നിശ്ചയമായും പറയുന്നു, വാഗ്ദത്ത ഭൂമിയിൽ നിങ്ങൾ ചെന്നാലും, ವಾಗ್ದತ್ತ ದೇಶಕ್ಕೆ ನೀವು ತಲುಪಿದರೆ, എല്ലാ നന്മയും അനുഭവിച്ചാലും, ಎಲ್ಲ ಒಳ್ಳೆತನಗಳು ನೀವು ಅನುಭವಿಸಿದರೆ, നിങ്ങൾ കൽപ്പന വിട്ടാൽ, ನೀವು ಕಟ್ಟಳೆಗಳನ್ನು ಬಿಟ್ಟಿದರೆ, നിങ്ങൾ അവിടെ നശിക്കും എന്ന് ദൈവത്തിന്റെ പ്രമാണമാണ്. ಅಲ್ಲಿ ನೀವು ಹಾಲೆಲೂಯ ನಾಶವಾಗುತ್ತೆ ಎಂದು ದೇವರ ಕಟ್ಟಳೆಯಾಗಿದೆ. ಒಂದು ಕಾಲದಲ್ಲಿ ആമേൻ, ലോകം ഭരിച്ച ക്രിസ്തീയ രാജ്യങ്ങളുണ്ട്. ലോകವನ್ನು ആളുവിಕೆ ಮಾಡಿದ ಕ್ರಿಸ್ತಿಯ ರಾಜ್ಯಗಳುಂಟು. സ്തോത്രം. ಆಮೆನ್. എന്നോട് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത്, ನನ್ನ ಒಂದು ಸ್ನೇಹಿತನು ಹೇಳಿದ್ದು, ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ, ಕೆಲ ಯುರೋಪಿಯನ್ ರಾಜ್ಯಗಳಲ್ಲಿ ഒരു 40 വർഷങ്ങൾക്ക് പിന്നിൽ, ಒಂದು 40 ವರ್ಷ ಕಾಲಗಳ ಹಿಂದೆ, 30 വർഷങ്ങൾക്ക് പിന്നിൽ, ಒಂದು 30 ವರ್ಷಗಳ ಹಿಂದೆ, രാവിലെ കണ്ണു തുറന്നാൽ ಬೆಳಿಗ್ಗೆ ಕಣ್ಣನ್ನು ತೆರೆದರೆ അമ്മയും അപ്പനും മക്കളും ബൈബിൾ പിടിച്ചുകൊണ്ട്
പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടോണ്ടിരുന്നത്. ಆಮೇ ತಂದೆಯು ತಾಯಿಯು ಮಕ್ಕಳು ಸೇರಿ ಹಾಲಲ್ಲಿ ಬೈಬಲನ್ನು ಹೊತ್ತಿಕೊಂಡು ಆಲಯಕ್ಕೆ ಹೋಗುವುದು ನಾವು ನೋಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇದ್ರು. സ്തോത്രം. ಆಮೇನ್. ഇത് അന്ത്യകാലമാണ്. ಇದು ಕೊನೆ ಕಾಲವಾಗಿದೆ. ആമേൻ. നമുക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കും, വിശ്വാസം നഷ്ടപ്പെടും. ನಮಗೆ ಗೊತ್ತಿದೆ, ನಂಬಿಕೆಯನ್ನು ಕಳ್ಕೊಳ್ಳುತ್ತಾರೆ. എന്നാൽ ಆದರೆ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ನಂಬಿಕೆಯನ್ನು ನಷ್ಟವಾಗುತ್ತೆ ಎಂದು ಹೇಳಿದ ಮೂಲಕವಾಗಿ ദൈവം നമുക്ക് ഉപദേശിക്കുന്ന പ്രമാണങ്ങൾ വിട്ടു നടക്കാൻ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ അനുവദിക്കരുത്. ಆಮೇ ದೇವರು ನಮಗೆ ಕೊಡುವ ಕಟ್ಟಳಗಳನ್ನು ಬಿಟ್ಟು ನಡುವುದಕ್ಕೆ ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಇರೋದು ಯಾವರನ್ನು ನಾವು ಬಿಟ್ಟು ಬಿಡಬಾರದು. ಆಮೇ. നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. ಊರಲ್ಲಿ ಒಂದು ಹಳೆ ಗಾದೆ ಹೀಗೆ ಇದೆ. ആമേ, അടയ്ക്ക ആണെങ്കിൽ മടിയിൽ വെക്കാം. ಅಡಕೆ ಆದ್ರೆ ಅದು കമുകായാൽ പറ്റുമോ? ಹಾಲೆಲೂಯ. ಅದು ಮರವಾಗಿ ಬಿಟ್ರೆ ಹಾಲೆಲೂಯ ನಮ್ಗೆ ಒಂದು അടയ്ക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അടയ്ക്കാ മരം അല്ലേ? അടയ്ക്ക എന്ത് ചെയ്യും? മൂപ്പന്മാരുടെ ഒക്കെ മടിയിലുണ്ടാവും അല്ലേ? പക്ഷെ അത് മരമായി കഴിഞ്ഞാൽ പറ്റുമോ? ಅದೊಂದು ಮರವಾಗಿ ಬೆಳೆದ್ರೆ ಇಟ್ಕೊಳ್ಳೋಕೆ അതുകൊണ്ട് ആമേൻ, ഇത് തുടങ്ങേണ്ടത് ಇದು ಪ್ರಾರಂಭ ಮಾಡಬೇಕಾಗಿರೋದು ജനിച്ചു വീണ കുഞ്ഞുങ്ങളിലാണ്. ಹಾಲಲ್ಲಿ ಹುಟ್ಟಿ ಹಾಲಲ್ಲಿ ಬಿತ್ತಿದ ಮಕ್ಕಳಲ್ಲಿ ಆಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഈ ഭക്തി ആരംഭിക്കേണ്ടത്, ಈ ಭಕ್ತಿಯನ್ನು ಪ್ರಾರಂಭ ಮಾಡುವುದು, സ്തോത്രം, ಆಮೆನ್, ഹല്ലേലൂയ, ആമേൻ, ആ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലാണ്. ಹಾಲೆಲೂಯ. ಹುಟ್ಟುವ ಮಕ್ಕಳಲ್ಲಿ ಆಗಿದ್ದಾರೆ. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ ഉപദേശിക്കണം. ಆಮೆ ಒಂದು ಬಾಲಕನು ನಡಿಬೇಕಾಗಿರುವ ದಾರಿಯನ್ನು ಆತನಿಗೆ ಉಪದೇಶ ಮಾಡಿಕೊಡಿ. ವೃದ್ಧನಾയാലും അവൻ അതിനെ വിട്ടുമാറുകയില്ല. ಹಾಗೆ ಆತನು ಹಿರಿಯವನಾದ್ರೆ ಅದು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. ആമേ, LKG-യിൽ റാങ്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. LKG-ಯಲ್ಲಿ റാങ്ക് ಸಿಕ್ಕುತ್ತಾ ಎಂಬುದಾಗಿ ನೋಡಿ ನಡೆಯುವ ತುಂಬಾ ತಂದೆ ತಾಯಿಗಳುಂಟು. സൺഡേ വന്നാൽ കടന്ന് ഉറങ്ങിക്കോളാൻ പിള്ളാട് പറയും. ಆಮೆ ಸಂಡೇ ಬಂದ್ರೆ ಮಲ್ಕೊಳ್ಳಿ ಎಂಬುದಾಗಿ ಮಕ್ಕಳಿಗೆ ಹೇಳಿಕೊಡ್ತಾರೆ. ಸಂಡೇ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കും. ಆಲೆಲೆ ಸಂಡೇ ಬಂದ್ರೆ ಮಕ್ಕಳಿಗೆ ರೆಸ್ಟ್ ಕೊಡ್ತಾರೆ. നേരെ തിരിച്ചായിരുന്നില്ലേണ്ടത്. ಆಲೆಲುಯ್ಯ. ನೀವು നേരെ ವಿಪರೀತವಾಗಿ ಆಗಿದೆ ಹೇಳಿಕೊಡಬೇಕಾಗಿರೋದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഫസ്റ്റ് ദൈവമെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ಆಲೆಲೆ ಮೊದಲನೇ ಸ್ಥಾನ ದೇವರು ಒಂದು ಹೇಳಿ ನೀವು ಕಲಿಸಿಕೊಡಬೇಕು. കുഞ്ഞുങ്ങളോട് പറയണം, ಮಕ್ಕಳಿಗೆ ಹೇಳಿಕೊಡಬೇಕು, എന്റെ വീട്ടിൽ ನನ್ನ ಮನೆಯಲ್ಲಿ ഒന്നാമത് ദൈവം. ಆಮೆ ಒಂದನೇ ಸ್ಥಾನ ದೇವರಿಗೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും പറഞ്ഞു കൊടുക്കണം. ಯಾವಾಗಲೂ ನೀವು ಹೇಳಿಕೊಡ್ತಾ ಇರಬೇಕು. അത് കഴിഞ്ഞേ ഉള്ളൂ എന്റെ കുടുംബം. ಅದು ನಂತರವಾಗಿದೆ ನನ್ನ ಕುಟುಂಬವು. എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഭാര്യയും അത് കഴിഞ്ഞേ ഉള്ളൂ. ಹಾಲೆಲೂಯ. ನನ್ನ ಹೆಂಡತಿಯು ನನ್ನ ಮಕ್ಕಳು ಹಾಲೆಲೂಯ ಅದು ನಂತರ ഫസ്റ്റ് എന്റെ ദൈവം. ಹಾಲೆಲೂಯ. ಮೊದಲನೇದು ನನ್ನ ದೇವರು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ഇത് ಮಹಿಮೆ. പറയാനുള്ള ആർജവം മാതാവും പിതാവും കാണിച്ചിരിക്കണം. ಆಮೆ ಇದು ಹೇಳಬೇಕಾಗಿರೋದ ಹಾಲೆಲೂಯ ಬಲವನ್ನು ಹಾಲೆಲೂಯ ತಂದೆ ತಾಯಿಗಳನ್ನು ತೋರಿಸಬೇಕು. ധൈര്യം കാണിച്ചിരിക്കണം. ಆಮೆ ಆ ಧೈರ್ಯವನ್ನು ಅವರು ತೋರಿಸಬೇಕು. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ಹೇಳುವುದು ಅರ್ಥವಾಗ್ತಾ ಇದೆಯಾ? സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ಆಮೆನ್. കുഞ്ഞുങ്ങളെ ഉറക്കാനുള്ള ദിവസമല്ല ഞായറാഴ്ച. ಹಾಲೆಲೂಯ. ಮಕ್ಕಳನ್ನೇ ಮಲಗಿಸುವುದಕ್ಕೆ ಇರುವ ದಿನವಲ್ಲ ಭಾನುವಾರ. സ്തോത്രം. ಆಮೆನ್. ഉറക്കാനുള്ള ദിവസമല്ല. ಆಮೆ ಮಕ್ಕಳನ್ನೇ ಮಲಗಿಸುವುದಕ್ಕೆ ಇರೋದು ದಿನವಲ್ಲ. റെസ്റ്റ് കൊടുക്കാനുള്ള ദിവസമല്ല. അവർക്ക് റെസ്റ്റ് കൊടുಬೇಕಾಗಿರೋ ದಿನವಲ್ಲ. സ്തോത്രം. ആമേൻ. ആമേൻ. അവര് പഠിച്ചു, അത് കഴിഞ്ഞ് എന്തുവാ ട്യൂഷനും എടുത്തു, അതുകൊണ്ട് ഞായറാഴ്ച പൊക്കോട്ടെ എന്ന് പറയാനുള്ള ദിവസമല്ല ഞായറാഴ്ച. ಹಾಲೆಲೂಯ. ಅವರ ಮಕ್ಕಳು ಹಾಲೆಲೂಯ ಶಾಲೆಗೆ ಹೋಗಿದ್ದಾರೆ ಮತ್ತೆ ಟ್ಯೂಷನ್ಗೆ ಹೋಗಿ ಟಯರ್ಡ್ ಆಗಿದೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಭಾನುವಾರ ಅವರನ್ನ ಮಲಗಿಸುವುದಕ್ಕಿರೋದು ದಿನವಲ್ಲ. നിങ്ങൾ മാതാപിതാക്കളെ ബുദ്ധി പറയാണ്. ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಳಿಗೆ ಬುದ್ಧಿ. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ അവരെ ദൈവ വഴികളിൽ നിങ്ങൾ നടത്തും. ആമേ. ನೀವು ಅವರನ್ನು ಪ್ರೀತಿ ಮಾಡ್ತಾ നിങ്ങൾ ಇದ್ದರೆ അവരെ ನೀವು സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ ദൈവ വഴി നടത്തത്തില്ല. ಆಮೇ. ನೀವು ಆ ಮಕ್ಕಳನ್ನು ಪ್ರೀತಿ ಮಾಡ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ದೇವರ ದಾರಿಯಲ್ಲಿ ನೀವು ಅವರನ್ನ ನಡೆಸುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവോട് പറഞ്ഞു, ಕರ್ತನು ಅಲ್ಲಿ ಹೇಳಿದ್ದಾರೆ, നിങ്ങൾ ഈ പ്രമാണം ഞാൻ തരുന്ന ദേശത്ത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിക്കത്തേ ഉള്ളൂ. ಆಮೇ. ನಾನು ಕೊಟ್ಟಿದ್ದ ಕಟ್ಟಳೆಗಳನ್ನು ನಾನು ಕೊಡುವ ದೇಶದಲ್ಲಿ ನೀವು ಪಾಲಿಸಲಿಲ್ಲ ಅಂದ್ರೆ ನೀವು ನಾಶವಾಗಿ ಹೋಗುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരാം. ನೆಕ್ಸ್ಟ್ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರೋಣ. 19-ാം വാക്യം. 19. രണ്ട് കാര്യങ്ങൾ. ಎರಡು ವಿಷಯಗಳು. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ಆಮೇ. ಜೀವವು ಮತ್ತೆ ಮರಣವು ಆಶೀರ್ವಾದವು ಮತ್ತೆ ಶಾಪವು ಎರಡು ദൈവം തരികയല്ല, ಅದು ದೇವರು ಕೊಡುವುದಲ್ಲ. ദൈവം രണ്ടും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ಅಲ್ಲಿ ಅದು ಎರಡು ದೇವರು ನಮ್ಮ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം വേണ്ട, ഒരെണ്ണം മതി.
ನಮಗೇನಂದ್ರೆ ಒಂದು ಬೇಡ ಒಂದು ಬೇಕು. ജീവനും വേണം, അനുഗ്രഹവും വേണം. ನಮಗೆ ಜೀವವೂ ಬೇಕು, ಆಶೀರ್ವಾದವೂ ಬೇಕು. മരണവും ശാപവും വേണ്ട. ಮರಣವೂ ಶಾಪವೂ ಬೇಕಾಗಿಲ್ಲ. കറക്റ്റ് അല്ലേ? സ്തോത്രം. നമുക്ക് ആവശ്യമില്ല. പക്ഷെ ദൈവം ഒന്നല്ല തരുന്നത്, ഒന്നല്ല കൊടുവതു. ഇത് രണ്ടും മനുഷ്യന്റെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുകയാണ്. ಇದು ಎರಡು ದೇವರು ನಮ್ಮ ಮುಂದೆ, ಮನುಷ್ಯರ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ನಮಗೆ ಇಷ್ಟವಿರೋದು ನಾವು ಆರಿಸಿಕೊಳ್ಳಬಹುದು. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ನಮಗೆ ಇಷ್ಟವಿರೋದು ನಾವು ಆರಿಸಿಕೊಳ್ಳಬಹುದು. ഇസ്രായേലിനോട് ദൈവം പറയുന്നത്, ഇസ്രായേൽ ಜನರ ಹತ್ರ ದೇವರು ಹೇಳಿದ್ರು, അനുഗ്രഹം വേണമെങ്കിൽ അനുഗ്രഹം തിരഞ്ഞെടുക്കാം. ಆಶೀರ್ವಾದವು ಬೇಕಂದ್ರೆ ಆಶೀರ್ವಾದವನ್ನು ನೀವು ಆರಿಸಿಕೊಳ್ಳಬಹುದು. സ്തോത്രം. ಆಮೆನ್. ആമേൻ. ജീവൻ വേണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കാം. ನಿಮಗೆ ಜೀವ ಬೇಕಂದ್ರೆ ನಿಮಗೆ ಜೀವವನ್ನು ಆರಿಸಿಕೊಳ್ಳಬಹುದು. ഇനി ഇത് രണ്ടും വേണ്ടെങ്കിൽ, ಇದೆರಡು ಬೇಡ ಅಂದರೆ ശാപവും മരണവും തിരഞ്ഞെടുക്കാം. ಅಲ್ಲಿ ಶಾಪವು ಮತ್ತೆ ಮರಣವು ನೀವು ಆರಿಸಿಕೊಳ್ಳಬಹುದು. നമുക്ക് ചുറ്റുവട്ടം, ನಮಗೆ ಸುತ್ತಮುತ್ತಲು എത്രയോ പേർ, ಎಷ್ಟೋ ಜನರು, നമ്മുടെ ഇടയിൽ എത്രയോ പേർ, ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಎಷ್ಟೋ ಜನರು ദൈവം പറഞ്ഞത് കേൾക്കാതെ, ದೇವರು ಹೇಳದು ಕೇಳದೆ മരണവും ശാപവും തന്നെത്താൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നറിയാമോ? ಹಾಲೆಲೂಯ. ಮರಣವು ಶಾಪವು ಅವರವರಾಗನೆ ಆರಿಸಿಕೊಂಡಿದ್ದಾರೆಂದು ಗೊತ್ತಾ? സ്തോത്രം. ಆಮೆನ್. എത്രയോ പേർ, ಎಷ್ಟೋ ಜನರು. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ദൈവം 4 കൂട്ടം കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. ದೇವರು 4 ವಿಧವಾದ ವಿಷಯಗಳು ಇಟ್ಟಿದ್ದಾರೆ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ನಿಮಗೆ ಇಷ್ಟವಿರೋದು ನೀವು ಆರಿಸಿಕೊಳ್ಳಬಹುದು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആ ഒരു വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് നിർത്താം. ಒಂದು ವಾಕ್ಯ ಕೂಡ ಓದಿ ನಾವು ನಿಲ್ಲಿಸೋಣ. ഇത് ഭൂമിയെയും ആകാശത്തെയും സാക്ഷി നിർത്തിയാണ് ഈ സത്യം അവരോട് പറഞ്ഞത്. ಆಮೇಲೆ ಆಕಾಶವನ್ನು ಭೂಮಿನ ಸಾಕ್ಷಿ ನಿಲ್ಲಿಸಿ ಆಗಿದೆ ಈ ವಿಷಯಗಳು ದೇವರು ಅವರ ಹತ್ರ ಹೇಳಿದ್ದು. ಸ್ತೋತ್രം. ಆಮೆನ್. മുന്നോട്ട് വായിച്ചോ. ദൈവം എന്താണ് നമ്മൾ പറയുന്നത്? എന്ത് തിരഞ്ഞെടുക്കാനാ? ശാപവും മരണം തിരഞ്ഞെടുക്കാനാണോ? ഇല്ല. നമുക്ക് ഇപ്പോൾ ദൈവം തരുന്ന ആ ചൂസ്, ആമേൻ, ആ അവസരം നമ്മൾ ജീവനെയും അനുഗ്രഹത്തെയും തിരഞ്ഞെടുക്കാൻ വേണ്ടി സമർപ്പിക്കണം. ಆಮೇಲೆ ದೇವರು ಕೊಡುವುದು ಹಾಲೆಲೂಯ. ಆ ವಿಷಯಗಳಲ್ಲಿ ನಾವು ಜೀವ ಮತ್ತೆ ಆಶೀರ್ವಾದನು ಅಲ್ಲಿ ಆರಿಸಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ನಮ್ಮನ್ನ ಸಮರ್ಪಿಸಿ ಎಂದು ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಸ್ತೋತ್രം. ಆಮೆನ್. ഇന്നലെ ഞങ്ങളൊരു ബ്ലെസ്സിംഗ് മീറ്റിംഗിൽ പോയായിരുന്നു. ನನ್ನೆ ನಾವೊಂದು ಬ್ಲೆസ്സിಂಗ್ ಮೀಟಿಂಗ್ಸ್ಗಾಗಿ ಹೋಗಿದ್ರು. ആമേൻ. അവിടെ സ്തോത്രം, പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വരിക. ಅಲ್ಲಿ ಪಾಸ್ಟರ್ ಹೇಳಿದ ಒಂದು ವಿಷಯ ನನಗೆ ನೆನಪಲ್ಲಿ ಬರ್ತಾ ಇದೆ. അനുഗ്രഹം എന്ന് പറയുമ്പോഴേ, ಆಶೀರ್ವಾದ ಒಂದು ಹೇಳುವಾಗಲೇ, ഈ ടൊയോട്ട ഷോറൂമിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ആമേൻ, ടൊയോട്ട കാറ് കണ്ടിട്ട് ആമേൻ, ഇത് ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നതല്ല അനുഗ്രഹം എന്ന് അദ്ദേഹം പറയുണ്ടായി. ಹಾಲಲ್ಲಿ ಟೊಯೋಟಾ ಕಂಪನಿಯ ಮುಂದೆ ಹೋಗಿ ನಿಂತ್ಬಿಟ್ಟು ಅಲ್ಲಿರೋದು ಕಾರು ನನಗೆ ದೇವರು ಕೊಡ್ತಾರೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಲ್ಲ, ಆಶೀರ್ವಾದ ಒಂದು ಆತನ ಹೇಳಿಕೊಟ್ಟಿದ್ರು. ഈ അനുഗ്രഹത്തിന്റെ വഴികൾ, ಈ ಆಶೀರ್ವಾದದ ದಾರಿಗಳು, ആമേൻ, ചെന്ന് അവസാനിക്കുന്ന സ്ഥലം, ಅದು ಕೊನೆಗೊಳ್ಳುವ ಸ್ಥಳವು ആമേൻ, ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. ಆಮೇಲೆ ಅದು ಕ್ರಿಸ್ತನ ಸಿಲುಬೆಯಲ್ಲಿ ಆಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ಆತನು ನಮಗೋಸ್ಕರವಾಗಿ ಶಾಪವಾಗಿದ್ರು നമുക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, ನಮಗೆ ಆಶೀರ್ವಾದ ಉಂಟಾಗುವುದಕ್ಕೆ. സ്തോത്രം. ಆಮೆನ್. അവിടെ നിന്ന് വരുന്നത് ಅಲ್ಲಿಂದ ಬರುವುದು ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ്. ಹಾಲೆಲೂಯ. ದೇವರ ಹಾಲೆಲೂಯ ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ്. ಹಾಲೆ ದೇವರ ಮಹಿಮೆ ಆಶೀರ್ವಾದವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഒരു വ്യക്തി പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക, ಒಂದು ವ್ಯಕ್ತಿ ಪಾಪದಿಂದ ಬಿಡುಗಡೆಯನ್ನು ഒരു ಹೊಂದಿಕೊಳ್ಳುವುದು, കുടുംബം സമാധാനത്താൽ നിറയുക, ಅಲ್ಲಿ ಒಂದು ಕುಟುಂಬವು ಸಮಾಧಾನದಿಂದ ഒരു ತುಂಬಲ್ಪಡುವುದು, വ്യക്തിയുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുക, ಅಲ್ಲಿ ಒಂದು ವ್ಯಕ್ತಿಯ ಹೃದಯದಲ್ಲಿ ಸಂತೋಷದಿಂದ ഒരു ತುಂಬಲ್ಪಡುವುದು, കുടുംബം നല്ലതായി തീരുക, ಒಂದು ಕುಟುಂಬವು ಒಳ್ಳೆಯದಾಗಿ ಮಾರ್ಪಡುವುದು, വഴിപിഴയ്ക്കാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുക. ಆಲೆ ದಾರಿ ತಪ್ಪಿ ಹೋಗಾದಿರದ ಮಕ್ಕಳು ಹುಟ್ಟುವ ಮನೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ಹಾಲೆಲೂಯ. ക്രൂശിൽ നിന്ന് പകരുന്നതെല്ലാം ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ്. ಆಮೇಲೆ ಸಿಲುಬೆಯಿಂದ ನಮಗೆ ಕೊಡುವಲ್ಪಡುವುದಲ್ಲ ಆತರವಾದ ದೈವಿಕವಾದ ಆಶೀರ್ವಾದ. കുറേ പണമുണ്ട്, ಆಲೆ ತುಂಬಾ ಹಣವಿದೆ, കുറേ വണ്ടിയുണ്ട്, ತುಂಬಾ ಗಾಡಿಗಳಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. വഴിപിഴച്ച കുറെ മക്കളും കൂടി ഉണ്ടെങ്കിലോ, ದಾರಿ ತಪ್ಪಿ ನಡೆಯುವ ಸ್ವಲ್ಪ ಮಕ್ಕಳು ಕೂಡ ಇದ್ರೆ എങ്ങനെ ഉണ്ടാവും? ಹೇಗಿರುತ್ತದೆ? അനുഗ്രഹം എങ്ങനെ ഉണ്ടാവും? ಆಶೀರ್ವಾದ ಹೇಗೆ ಉಂಟಾಗುತ್ತದೆ? സ്തോത്രം. ಆಮೆನ್.
സ്തോത്രം. Hallelujah. അതല്ല ബ്ലെസ്സിങ്. അതല്ല ആശീർവാദവും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തെ സേവിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കുടുംബമായി അപ്പനും അമ്മയും മക്കളും ಟ್ರಾನ್ಸ್ಫಾರ್ಮರ್ ಆಗುമ്പോഴാണ് ಆ ಕುಟುಂಬം ಅನುಗ್ರಹമായി തീരുന്നത്. ಆಮೇಲೆ ದೇವರನ್ನ ಪ್ರೀತಿ ಮಾಡುವ ದೇವರ ಕಟ್ಟಳೆಯನ್ನು ಅನುಸರಿಸುವ ಒಂದು ಕುಟುಂಬವಾಗಿ ತಂದೆ ತಾಯಿ ಮಕ್ಕಳು ಮಾರ್ಪಡುವಾಗಿದೆ. ಆ ಕುಟುಂಬವನ್ನು ಆಶೀರ್ವಾದ ಹೊಂದಿಕೊಳ್ಳುವುದು. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. ಆಮೇಲೆ ನಾನು ನನ್ನ ಮನೆಯವರು ನಾವು ಹಾಲೆಲ್ಲ ದೇವರನ್ನು ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ನಾವು ದೇವರನ್ನು ಸೇವೆ ಮಾಡುತ್ತೇವೆ. സ്തോത്രം. ദൈവത്തിന്റെ വേല ചെയ്യും. ದೇವರ ಸೇವೆಯನ್ನು ಮಾಡುತ್ತೇವೆ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യും. ದೇವರ ವಿಷಯಗಳನ್ನು ಮಾಡುತ್ತೇವೆ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതിലേക്ക് നമ്മൾ വളരണം. ಅದರಲ್ಲಿ ನಾವು ಬೆಳಿಬೇಕು. അതിലേക്ക് നമ്മുടെ കുടുംബം വളരണം. ಹಾಲೆಲೂಯ. ಆ ವಿಷಯಗಳಿಗೆ ನಮ್ಮ ಕುಟುಂಬಗಳನ್ನು ಬೆಳಿಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത് കാര്യങ്ങളിൽ ಅಲ್ಲಿ ಹೇಳುವ ವಿಷಯಗಳಲ್ಲಿ ദൈവം നമ്മുടെ മുമ്പിൽ രണ്ട് കൂട്ടം കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ്. ದೇವರು ನಮ್ಮ ಮುಂದೆ ಎರಡು ವಿಷಯಗಳನ್ನು ಇಟ್ಟಿದ್ದಾರೆ. നമ്മൾ തീരുമാനിക്കണം എന്താണ് വേണ്ടിയതെന്ന്. ನಾವು ತೀರ್ಮಾನ ತಗೋಬೇಕು ಏನಾಗಿದೆ ಅದರಲ್ಲಿ ನಮಗೆ ಬೇಕಾಗಿರೋದು. ദൈവം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഇട്ട് തരികയല്ല. ಅಲ್ಲದೆ ದೇವರು ಅದು ತಗೊಂಬಂದು ನಮ್ಮ ಮನೆ ಒಳಗಡೆ ಇಟ್ಟು ಕೊಡುವುದಲ್ಲ. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ വ്യക്തികളും ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟ എല്ലാ ವ್ಯಕ್ತಿಗಳು അനുഗ്രഹിക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളും ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟ എല്ലാ കുടുംബಗಳು അനുഗ്രഹത്തിന്റെ വഴിയേ നടന്നവരാണ്. ಆಶೀರ್ವಾದದ ಆ ದಾರಿಯಲ್ಲಿ ನಡೆದವರಾಗಿದ್ದಾರೆ. അനുഗ്രഹം ചൂസ് ചെയ്തവരാണ്. ಆಶೀರ್ವಾದವನ್ನು ಅವರು ಆರಿಸಿಕೊಳ್ಳುವವರಾಗಿದ್ದಾರೆ. ഞാൻ പറഞ്ഞു വെറും കുറെ കുന്നുകൂട്ടി പണം വെച്ചിട്ട് കമ്മലടിക്കുന്നതല്ല അനുഗ്രഹം. ನಾನು ಹೇಳ್ತಾ ಇರೋದು ಹಾಲಲ್ಲಿ ಬಹಳವಾಗಿ ಹಣವನ್ನು ಸಂಪಾದನೆ ಮಾಡಿ ಹಾಲಲ್ಲಿ ಆತರವಾಗಿ ಇಟ್ಕೊಳ್ಳೋದಲ್ಲ ಆಶೀರ್ವಾದ. ജീവിതത്തിന്റെ സമാധാനം, ಜೀವನದ ಸಮಾಧಾನ, സന്തോഷം, ಜೀವನದಲ್ಲಿ ಸಂತೋಷ, ക്രിസ്തീയ ജീവിതം, ಕ್ರಿಸ್ತಿಯ ಜೀವನವು കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്നൊരു ബോധ്യം. ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ನಾನು ഞാനും എൻ്റെ കുടുംബവും യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ನಾನು ನನ್ನ ಕುಟುಂಬವು ಕ್ರಿಸ್ತನಿಗೋಸ್ಕರವಾಗಿ ആ ബോധ്യത്തിലൂടെ ಆ ಹಾಲಲ್ಲಿ ಆ ಜ್ಞಾನದಿಂದ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ, ನಮ್ಮ മക്കളನ್ನು ಆಶೀರ್ವಾದ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടാൽ, ನಮ್ಮ കുടുംಬವನ್ನು ಆಶೀರ್ವಾದ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടാൽ, ನಮ್ಮ ಅವಶ್ಯಕತೆಗಳೆಲ್ಲ നമ്മൾ ನೆರವೇರಲ್ಪಟ್ಟರೆ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നാൽ, ನಾವು ಬೇರೆಯವರಿಗೆ ಆಶೀರ್ವಾದವಾಗಿ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീർന്നാൽ, ನಾವು ಬೇರೆಯವರನ್ನ ಆಶೀರ್ವಾದ ಮಾಡವರಾಗಿ മറ്റുള്ളവർക്ക് നന്മയായി തീർന്നാൽ, ನಾವು ಬೇರೆಯವರಿಗೆ ಒಳ್ಳೆಯವರಾಗಿ അതാണ് അനുഗ്രഹമായി ദൈവവചനം തിരഞ്ഞെടുക്കുന്നത്. ಅದಾಗಿದೆ ಆಶೀರ್ವಾದವಾಗಿ ದೇವರು ಹೇಳ್ತಾ ಇರುವುದು. Praise the Lord. ಆಮೆನ್. അപ്പോൾ അനുഗ്രഹത്തിന്റെ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ಆಮೆ ಆಶೀರ್ವಾದದ ದಾರಿಗಳು ನಾವಾಗಿ ಆರಿಸಿಕೊಳ್ಳಬೇಕು. എല്ലാ ആഴ്ചയിലും പ്രസംഗം കേട്ടോണ്ട് അനുഗ്രഹം കിട്ടത്തില്ല. ಎಲ್ಲ ಭಾನುವಾರವೂ ಬಂದು ಪ್ರಸಂಗ ಕೇಳಿದ ಮುಖಾಂತರವಾಗಿ ಆಶೀರ್ವಾದವನ್ನು ಸಿಕ್ಕುವುದಿಲ್ಲ, കിട്ടാൻ പോകുന്നില്ല. ಅದು ಸಿಕ್ಕುವುದಿಲ್ಲ. പ്രസംഗത്തിലല്ല അനുഗ്രഹം ഇരിക്കുന്നത്. ಪ್ರಸಂಗದಲ್ಲಿ ಎಲ್ಲ ಆಶೀರ್ವಾದ ಇರುವುದು. അനുഗ്രഹത്തിന്റെ വഴികളെ ആരാഞ്ഞ് തിരഞ്ഞെടുക്കണം. ಆಶೀರ್ವಾದದ ದಾರಿಗಳನ್ನು ನಾವು ಹುಡುಕಿ ಹಾಲಲುಯ ಅದರಲ್ಲಿ ನಾವು ಹಾಲಲುಯ ಅದು ನಾವು ತೆಗೆದುಬೇಕು. യെശയ്യാ പ്രവചന പുസ്തകം 65:16 ഇങ്ങനെ പറയുന്നു. ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ 65ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯ ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. 16ാം വാക്യം 16ನೇ ವಾಕ್ಯ ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ഒന്ന് രണ്ട് ഭാഷ വായിച്ചിട്ട് ഇംഗ്ലീഷ് വായിച്ചേ. ഇംഗ്ലീഷ് വായിക്ക്, കന്നഡത്തിൽ വായിക്ക്, മലയാളത്തിൽ വായിക്ക്, തമിഴില്ല. ಸತ್ಯಸಂಧಾನವಾದ ಸತ್ಯಸಂಧಾനം ದೇವർക്ക് ಹೆಸರು ಬರಲ್ವಲ್ಲ. ಸತ್ಯದೈವತ್ತಾಲ್ ಸತ್ಯಸಂಧನಾದ. ಸಂಧಾನ ಅಂತ ಹೇಳಿದ್ರೆ ಮೀನಿಂಗ್ ಸ್ವಲ್ಪ ಡಿಫ್ರೆಂಟ್ ಆಗುತ್ತೆ. ಸತ್ಯಸಂಧನಾದ. ಓಕೆ, ತಮಿಳಿൽ വായിച്ചു. ആമേൻ. ഇംഗ്ലീഷ് എന്ന് വായിച്ചേ. ഈ വചനം ഒരിക്കൽ ഞാൻ പറഞ്ഞു തന്നതാണ്, കുറേ കാലങ്ങൾക്ക് പിന്നിൽ. അണ്ടർലൈൻ ചെയ്തോ. മലയാളത്തിൽ വായിച്ചോ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഇനി ഏത് ഭാഷയുള്ള? ഒറീസ ഭാഷയിൽ വായിക്ക്. ഒറീസ റീഡിങ് ഒറിയ. ആ ആ ആ ഇനി തെലുങ്കിൽ കൂടെ ഒന്ന് വായിച്ചേ. തെലുങ്കില് അവിടെ പറഞ്ഞിരിക്കുന്നത്, ಅಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು, ആമേൻ, ഭൂമിയിൽ ഒരുവൻ, ಭೂಮಿಯಲ್ಲಿ ಒಬ್ಬನು, ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. ഭൂമിയിൽ ഒരുവൻ ಭೂಮಿಯಲ್ಲಿ ಒಬ್ಬನು തന്നെത്താൻ അനുഗ്രഹിച്ചാൽ, ತನ್ನನ್ನೇ ತಾನು ಆಶೀರ್ವಾದ ಮಾಡಿದರೆ, സ്തോത്രം, ಆಮೆನ್, അവൻ സത്യദൈവത്താൽ ಆತನು ಸತ್ಯ ದೇವರಿಂದ അനുഗ്രഹീതനായി മാറും. ಹಾಲಲ್ಲಿ ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟವನಾಗಿ ಮಾರುತ್ತದೆ. സ്തോത്രം, ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. എങ്ങനെയാണ് തന്നെത്താൻ അനുഗ്രഹിക്കുന്നത്? ಹೇಗಾಗಿದೆ തന്നನ್ನೇ ತಾನು ആദ്യം നമ്മൾ ಆಶೀರ್ವಾದ. കേട്ടത്, നമ്മൾ അനുഗ്രഹം ചൂസ് ചെയ്യണം. ಮೊದಲನೇ ಸರಿ ನಾವು ಕೇಳಿದ್ದು, ನಾವು ಆಶೀರ್ವಾದವನ್ನು ಆರಿಸಿಕೊಳ್ಳಬೇಕು. ജീവൻ ചൂസ് ചെയ്യണം. ಹಾಲೆಲೂಯ. ಜೀವವು ನಾವು ಆರಿಸಿಕೊಳ್ಳಬೇಕು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അതിന് ആമേൻ. ഇന്നലെ ഞങ്ങൾ പോയടുത്ത് ഒരു 400 പേർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നു. ಹಾಲೆ ನನ್ನೆ ನಾವು ಹೋಗಿದ ಕಡೆ ಒಂದು 400 ಜನರನ್ನೇ ಆಶೀರ್ವಾದ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಾಗಿದೆ. കുറച്ച് പേര് 400 പേരാണ് ഇങ്ങനെ വന്നു പോകുന്നത് അനുഗ്രഹിക്കാൻ. ಹಾಲೆಲೂಯ. 400 അല്ല, അതിൽ കൂടുതലുണ്ട്. 400ಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಜನರಾಗಿದೆ ಆಶೀರ್ವಾದ ಮಾಡಿ അങ്ങനെ ಪ್ರಾರ್ಥನೆ അനുഗ്രഹിച്ചാൽ, ಮಾಡಬೇಕಾಗಿದೆ. ಆ ತರವಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಿದರೆ, സ്തോത്രം, ಆಮೆನ್, ആമേൻ, ദൈവം കണ്ട വ്യക്തികൾക്ക് അനുഗ്രഹമാകും. ಆಮೇಲೆ ದೇವರು ನೋಡಿದ ವ್ಯಕ್ತಿಗಳಿಗೆ ಅದು ಆಶೀರ್ವಾದವಾಗುತ್ತದೆ. സ്തോത്രം, ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച വ്യക്തിക്ക് അനുഗ്രഹമാകും. ದೇವರು ಆಶೀರ್ವಾದ ಮಾಡೋದಕ್ಕೆ ಇಚ್ಛೆಪಟ್ಟದ ವ್ಯಕ್ತಿಗಳಿಗೆ ಅದು ಆಶೀರ್ವಾದವಾಗಿ ಮಾರುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ಅದಕ್ಕೆ ಹಿಂದೆ ಇರದ ವಿಷಯಗಳಾಗಿದೆ ನಾವೀಗ ಚಿಂತೆ ಮಾಡ್ತಾ ಇರುವುದು. ആമേൻ. ഭൂമിയിൽ ഒരുവൻ തന്നെത്താൻ അനുഗ്രഹിക്കുകയാണ്. ಆಮೇಲೆ ಭೂಮಿಯಲ್ಲಿ ಒಬ್ಬನು ತನ್ನನ್ನೇ ತಾನು ಆಶೀರ್ವಾದ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ചിലപ്പോൾ നമ്മളങ്ങ് പറയും, ಕೆಲಸರಿ ನಾವು ಹೇಳ್ತೀವಿ, ഞാന് ഒരു ശപിക്കപ്പെട്ടവനാണ്, ನಾನೊಂದು ಶಾಪಗ್ರಸ್ತನು, സ്തോത്രം, ಆಮೆನ್, ഞാന് ഒന്നിനും കൊള്ളാത്തവനാണ്, ನಾನು ಏನಕ್ಕೂ ಇಲ್ಲದಿರುವವನು. സ്തോത്രം. നമ്മൾ നമ്മളെ ശപിക്കാറുണ്ട്. ಅಲ್ಲ, ನಾವು ನಮ್ಮನ್ನೇ ಶಾಪ ಮಾಡ್ತೀವಿ. ഒരിക്കലും നമ്മൾ നമ്മളെ ശപിക്കരുത്. ನಾವು ಯಾವತ್ತು ನಮ್ಮ ಮೇಲೇನೆ ನಾವು ಶಾಪ ಮಾಡಬಾರದು. സ്തോത്രം. ಆಮೆನ್. പുതിയ നിയമം നമ്മോട് പറയുന്നത്, ಹೊಸ ಒಡಂಬಡಿಕೆ ನಮ್ಮೊಟ್ಟಿಗೆ ಹೇಳ್ತಾ ಇರುವುದು, ഭാവിക്കേണ്ടതിന് മീതെ നമ്മൾ ഭാവിക്കുകയും വേണ്ട. ಆಮೇಲೆ ಹಾಲೆ ನಾವು ಚಿಂತೆ ಮಾಡೋದಕ್ಕೆ നമ്മൾ ഉള്ള അവസ്ഥക്ക് മേലെ അങ്ങനെ അങ്ങോട്ട് എന്താ ഒരു ഇമാജിനേഷൻ ലോകത്തിലേക്ക് പോകുമൊന്നും വേണ്ട. ಆಮೇಲೆ ನಾವು ಇರದ ಅವಸ್ಥೆಗಿಂತ ಹೆಚ್ಚಾಗಿ ನಾವು ಹಾಲೆಲು ಚಿಂತಿಸಿ ಮೇಲೆ ಹೋಗ್ಬೇಕಾಗಿಲ್ಲ. എന്നാൽ നമ്മളെ ശപിക്കരുത്. ಆದ್ರೆ ನಾವು ನಮ್ಮನ್ನು ನಾವು ಶಾಪ ಮಾಡಬಾರದು. എന്തുകൊണ്ടെന്നാൽ, ಯಾಕೆ ಅಂದರೆ നമ്മുടെ ശാപത്തെ യേശു കാലുവയിൽ വഹിച്ചു കഴിഞ്ഞു. ಆಮೇಲೆ ನಮ್ಮ ಶಾಪಗಳನ್ನೆಲ್ಲ ದೇವರು ಹಾಲೆಲ ಕಲ್ವಾರಿಯಲ್ಲಿ ಹೊತ್ತಿಕೊಂಡಿದ್ದಾರೆ. കർത്താവ് നമ്മളെ വിളിക്കുന്നത്, ಕರ್ತನು ನಮ್ಮನ್ನು എന്റെ ಕರೆಯಲ್ಪಡುತ್ತಾರೆ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാണ്. ನನ್ನ ತಂದೆಯಿಂದ ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟವರೇ ಎಂದು അത് ಕರೀತಾ നമ്മുടെ ಇದ್ದಾರೆ. പണത്തെ നോക്കിയിട്ടല്ല, ಅದು ನಮ್ಮ ಹಣವನ್ನು ನೋಡಿ ಅಲ್ಲ, നമ്മുടെ ബംഗ്ലാവ് കണ്ടിട്ടല്ല, ಆಮೇಲೆ ನಮ್ಮ ದೊಡ್ಡ ಬೆಂಗಳ ನೋಡಿ ಅಲ್ಲ, അത് നമ്മുടെ കാറ് നോക്കിയിട്ടല്ല, ಆತರ ನಮ್ಮ ಕಾರ್ ನೋಡಿ ಅಲ್ಲ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവനെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ಆಮೇಲೆ ನಮಗೆ ಸಿಕ್ಕಿದ ನಿತ್ಯ ಜೀವವನ್ನು ನೋಡಿ ಕರ್ತನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, ನೀವು ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟವರು ಎಂದು. സ്തോത്രം, ಆಮೆನ್, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും പറയാൻ പറ്റും, ಎಲ್ಲರಿಗೂ ಹೇಳೋದಕ್ಕೆ ഞാൻ ಸಾಧ್ಯ. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ಆಮೇಲೆ ನಾನು ಕ್ರಿಸ್ತನಲ್ಲಿ ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟವನು ಎಂದು. സ്തോത്രം. ഞാൻ ಆಮೆನ್. ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവനാണ്. ಆಮೇಲೆ ಶಾಪದಿಂದ ಹಾಲೆಲೂಯ ನಾನು ತೆರೆದುಕೊಂಡಪಟ್ಟವನು. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ന്യായപ്രമാണത്തിലെ ശാപം എന്റെ മേൽ ഇല്ല. ನ್ಯಾಯ ಪ್ರಮಾಣದ ಹಾಲೆಲೂಯ ಆ ಶಾಪವು ನನ್ನ ಮೇಲೆ ಇಲ್ಲ. എന്റെ ശാപം ക്രിസ്തു കാലുവരിയിൽ വഹിച്ചു. ಆಮೇಲೆ ನನ್ನ ಶಾಪವು ಕ್ರಿಸ್ತನು ಕಲ್ವಾರಿಯಲ್ಲಿ ಹೊಂದಿಕೊಂಡಿದ್ದಾನೆ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലാണ്. ನಾನು ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟ ದೇವರ ಮಗುವಾಗಿದೆ. ദൈവത്തിന്റെ ഒരു പൈതലും ശാപഗ്രസ്തരല്ല. ದೇವರ ಒಂದು ಮಗು ಕೂಡ ಹಾಲೆಲೂಯ ಶಾಪಗ್ರಸ್ತನಲ್ಲ. ദൈവത്തിന്റെ ഒരു പൈതലും ശാപഗ്രസ്തരല്ല. ಆಮೇಲೆ ದೇವರ ಯಾವುದೇ ಮಗುವು
ಒಬ್ಬನು ಶಾಪಗ್ರಸ್ತನಲ್ಲ. സ്തോത്രം, ಆಮೆನ್, സ്തോത്രം, ಆಮೆನ್, സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ തടസ്സങ്ങൾ എന്ന് ചോദിക്കും. ಹಲ್ಲೆಲೂಯ. ಆಗ ನಾವು ಕೇಳ್ತೀವಿ ಏನಾಗಿದೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ತಡೆಗಳೊಂದು. അത് വേറെ വിഷയമാണ്. ಅದು ಬೇರೆ ವಿಷಯಗಳಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. അത് പിന്നെ പറയാം. ಅದು ಮತ್ತೆ ಹೇಳಿಕೊಡ್ತೀವಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, സ്തോത്രം, ಆಮೆನ್. ആമേൻ. അപ്പോൾ നമ്മൾ തന്നെത്താൻ അനുഗ്രഹിക്കുക ಅಲ್ಲಿ ನಾವು ನಮ್ಮನ್ನೇ ಆಶೀರ್ವಾದ ಮಾಡಬೇಕು എന്ന് പറഞ്ഞാൽ ಎಂದು ಹೇಳಿದರೆ അനുഗ്രഹം ചൂസ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. ಆಶೀರ್ವಾದವನ್ನು ನಾವು ಆರಿಸಿಕೊಳ್ಳಬೇಕು ಎಂದೊಂದು ಅರ್ಥವುಂಟು. Praise the Lord. ಆಮೆನ್. അനുഗ്രഹം തിരഞ്ഞെടുക്കുക. ಆಮೆನ್. ಆಶೀರ್ವಾದವನ್ನು ನಾವು ಆರಿಸಿಕೊಳ್ಳಬೇಕು. സ്തോത്രം, ಆಮೆನ್, സ്തോത്രം, ಹಲ್ಲೆಲೂಯ, സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അനുഗ്രഹം തിരഞ്ഞെടുക്കുക. ಆಶೀರ್ವಾದವನ್ನು ನಾವು ಹೊಂದಿಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ, ಆಮೆನ್. ആമേൻ. ജീവനും മരണവും വെച്ചിരിക്കുന്നു. ಜೀವವು ಮರಣವು ನಮ್ಮ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ. അപ്പൊ നമ്മൾ പറയുകയാണ് ഇനി എനിക്ക് മരണമേ വേണ്ട, ജീവൻ മതി. ಆವಾಗ ನಾವು ಹೇಳ್ತೀವಿ ನನಗೆ ಮರಣವೇ ಬೇಡ, ಜೀವ ಮಾತ್ರ ಸಾಕು. അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു. ಆಶೀರ್ವಾದವು ಶಾಪವು ಇಟ್ಟಿದ್ದಾರೆ. ഇനി എനിക്ക് ശാപം വേണ്ട, ദോഷമൊന്നും വേണ്ട, അനുഗ്രഹം മാത്രം മതി. ഇനി ನನಗೆ ಯಾವುದೇ ವಿಧವಾದ ದೋಷಗಳು ಶಾಪವೂ ಬೇಡ, ನನಗೆ ಆಶೀರ್ವಾದ ಮಾತ್ರ ಸಾಕು. നമുക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റും? ಹಾಲೆಲೂಯ. ಹಂಗೆ ಹೇಳಿದ್ರೆ ಹೇಗೆ ಇದನ್ನೊಳಗಡೆ ನಾವು ಹೆಜ್ಜೆ ಇಡೋದಕ್ಕೆ ಸಾಧ್ಯ? സ്തോത്രം, ಹಾಲೆಲೂಯ, പ്രൈസ് ദി ലോർഡ്, ಆಮೆನ್, സ്തോത്രം. ಆಮೆನ್. പല കാര്യങ്ങളും നമ്മുടെ ആൾക്കാർ പഠിപ്പിക്കുന്നത് ಹಲವಾರು ವಿಷಯಗಳು ನಮ್ಮ ಜನರು ಕಲಿಸಿಕೊಡುವುದು ഇപ്പോൾ എല്ലാം നടന്നു വൈതായിട്ടാണ്. ಹಾಲೆಲೂಯ. ಹೀಗೆ ಎಲ್ಲ ಮುಗಿದಿದೆ ಎಂಬುದಾಗಿ അത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. ಹಾಲೆಲೂಯ. ಅದು ತಪ್ಪಾಗಿ ಕಲಿಸಿಕೊಡುವುದಾಗಿದೆ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടില്ല. ಹಾಲೆಲೂಯ. ಹೀಗೆ ಎಲ್ಲ ಮುಗಿಯಲಿಲ್ಲ. ആമേൻ, ಆಮೆನ್, ദൈവത്തിന്റെ സ്തോത്രം. ಹಾಲೆಲೂಯ. മരണം മാറിയോ? യേശു മരിച്ചിട്ട് ಮರಣ ನೀಗಿ ಹೋಗಿದ್ದರ ಯೇಸು ಸ್ವಾಮಿ ನಮಗೋಸ್ಕರವಾಗಿ ಸತ್ಯದ ನಂತರವಾಗಿ? ഇല്ല. ಹಾಲೆಲೂಯ. ಇಲ್ಲ അല്ലേ? ആമേൻ. സാത്താൻ ഓടിപ്പോയോ യേശു മരിച്ചിട്ട്? ಸೈತಾನ್ ಓಡೋಗಿದ್ದಾನ ಯೇಸು ಸ್ವಾಮಿ ಸಿಲುಬೆಯಲ್ಲಿ ಸತ್ಯದ ಮೂಲಕವಾಗಿ? സ്തോത്രം. സാത്താൻ ആയുധവർഗം മുഴുവൻ അടിയറ വെച്ചിട്ടും സാത്താൻ പ്രവർത്തിക്കുന്നില്ലേ? ಸೈತಾನ ಆಯುಧವೆಲ್ಲ ಪೂರ್ತಿಯಾಗಿ ಹಾಲೆಲೂಯ ಆತನು ಹಾಲು ಇಟ್ಟಿದ್ರೆ ಕೂಡಿ ಸೈತಾನ ಈಗಲೂ ಇದೆ ಅಲ್ವಾ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് ഇനി കണ്ണീര് ഇല്ല എന്നും കഷ്ടമില്ല എന്നും പറയുന്നത്? ಯಾವಾಗ ಆಗಿದೆ ನಮ್ಮ ಕಣ್ಣೀರಿಲ್ಲ ಕಷ್ಟವಿಲ್ಲ ಎಂದು ചിലർ ನಾವು പറയും ಹೇಳುವುದು. യേശുവിനെ വിശ്വസിച്ച പിന്നെ കഷ്ടേ ഇല്ല എന്ന് പറയും. ಆಮೇಲೆ ಕೆಲವರು ಹೇಳ್ತಾರೆ ಯೇಸು ಸ್ವಾಮಿನ ತಿಳಿದ ನಂತರವಾಗಿ ಕಷ್ಟವೇ ಇಲ್ಲ ಎಂದು. ഇനി കഷ്ടം ഇല്ല എന്ന് പറയുന്നത് സ്വർഗത്തിൽ വെച്ചാ പറയുന്നത്. ಆಮೇಲೆ ನಮಗೆ ಇನ್ನು ಮುಂದೆ ಕಷ್ಟವಿಲ್ಲ ಎಂದು ಹೇಳೋದು ಪರಲೋಕದಲ್ಲಿ ನಾವು ഇനി മരണമില്ല എന്ന് പറയുന്നത് സ്വർഗത്തിൽ വെച്ചാ പറയുന്നത്. ಆಮೇಲೆ ಇನ್ನು ಮರಣ ಮುಂದೆ ಇಲ್ಲ ಎಂದು ಹೇಳೋದು ನಾವು ಪರಲೋಕಕ್ಕೆ ತಲುಪಿದ ನಂತರ. സ്തോത്രം. ಆಮೇಲೆ അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യ ജീവിതത്തിൽ. ಇದೆಲ್ಲ ನಾವು ತಿಳ್ಕೊಳ್ಳಬೇಕು ಕ್ರಿಸ್ತಿಯ ಜೀವನದಲ್ಲಿ. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കഷ്ടം വന്നു കഴിയുമ്പോൾ ಯಾರ ಕೆಲವೊಬ್ಬರಿಗೆ ಕಷ್ಟ ಬಂದಿದ ನಂತರ അയ്യോ ഈ പാസ്റ്റർമാര് പറഞ്ഞത് മുഴുവൻ ആമേൻ കർത്താവിനെ അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അനുഗ്രഹവും ജീവനും മാത്രമേ ഉള്ളൂ എന്നാണല്ലോ പറഞ്ഞത് എന്നോർത്ത് നിങ്ങൾ ഗാബരിപ്പെടല്ലേ? ಇಲ್ಲಾಂದ್ರೆ ಏನಾಗುತ್ತಂದ್ರೆ ಯಾರ ಕೆಲವೊಬ್ರಿಗೊಂದು ಕಷ್ಟ ಬಂದ ತಕ್ಷಣ ಪಾಸ್ಟರ್ಗಳು ಹೇಳಿದಾರಲ್ಲ ಯಾವುದೇ ಕಷ್ಟಗಳಿಲ್ಲ ಎಂದು ಹೇಳಿಕೊಂಡು ಅವರು ಕಲಬಿಲಗೊಳ್ಳುತ್ತಾರೆ. യേശു കഷ്ടമില്ലെന്നല്ല പറഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ಯೇಸು ಸ್ವಾಮಿ ಕಷ್ಟವಿಲ್ಲ ಎಂದು ಹೇಳಿಲ್ಲ, ಲೋಕದಲ್ಲಿ ನಿಮಗೆ ಕಷ್ಟ ಉಂಟು ಎಂದು ಹೇಳಿದ್ದಾರೆ. എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചു, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണം. ಆದ್ರೆ ನಾವು ಲೋಕವನ್ನು ಜಯಿಸಿದೀವಿ, ಆದ್ರಿಂದ ನೀವು ಧೈರ್ಯ ಹೊಂದಿಕೊಳ್ಳಬೇಕು ಅಂತ ಹೇಳಿದ್ದಾರೆ. യേശു ലോകത്തെ ജയിച്ചാൽ ಯೇಸು ಸ್ವಾಮಿ ಲೋಕವನ್ನು ಜಯಿಸಿದರೆ ലോകം തരുന്ന എല്ലാ കഷ്ടത്തിന്റെ മേലും നമുക്കും ജയമെടുക്കാൻ പറ്റും. ಆಮೇಲೆ ಲೋಕವನ್ನು ಕೊಡುವ ಎಲ್ಲ ಕಷ್ಟದ ಮೇಲೆ ನಮಗೆ ಜಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. അതാണ് ദൈവവചനം നമ്മൾ പറയുന്നത്. ಅದಾಗಿದೆ ದೇವರ കഷ്ടത ವಾಕ್ಯ. ഇല്ല എന്നല്ല, ಕಷ್ಟದ ಇಲ್ಲ ಎಂದಲ್ಲ, കഷ്ടം ഉണ്ട് എന്ന് പറയുന്നു. ಕಷ್ಟ ಉಂಡೆ ಎಂದು ಹೇಳ್ತಾ ಇದ್ದಾರೆ. പക്ഷേ ധൈര്യപ്പെടണം, ಆದ್ರೆ ನಾವು ಧೈರ್ಯ ಹೊಂದಿಕೊಳ್ಳಬೇಕು. പേടിക്കരുത്, ಅಲ್ಲಿ ಭಯಪಡಬಾರದು, ഓടിപ്പോകരുത്, ಓಡೋಗಬಾರದು, ആത്മഹത്യ ചെയ്യരുത്, ಆತ್ಮಹತ್ಯೆ ಮಾಡಿಕೊಳ್ಳಬಾರದು. ധൈര്യപ്പെടണം. ಧೈರ್ಯಗೊಳ್ಳಬೇಕು. ഞാനോ ലോകത്തെ ജയിച്ചു. ನಾನು ಲೋಕವನ್ನು ಜಯಿಸಿದ್ದೀವಿ. എനിക്കൊരു കാര്യം അറിയാം, ನಿಮಗೊಂದು ಕಾರ್ಯ ಗೊತ್ತು, യേശു മരണത്തെ ജയിച്ചു. ಯೇಸು ಸ್ವಾಮಿ ಮರಣವನ್ನು ಜಯಿಸಿದ್ದಾರೆ. എനിക്ക് മരണത്തെ ജയിക്കാൻ പറ്റും. ನನಗೂ ಮರಣವನ್ನು ಜಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. ലാസർ ഉയർത്തെഴുന്നേറ്റു. ಆಮೇಲೆ ಲಾಜರು ಎಬ್ಬಿದ್ದು, നൈലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു. ನೈಲ ವಿಧವೆಯ ಮಗಳನ್ನು യായിറോസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റു. ಯಾಯಿರಸನ ಮಗನು ಮತ್ತೆ ಎತ್ತಿದ್ದಾನೆ. തബീത ഉയർത്തെഴുന്നേറ്റു. ತಬೀದ ಮತ್ತೆ ಎತ್ತಿದ್ದಾಳೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. മരണത്തിന്റെ മേൽ ജയം ഉണ്ട്. ಆಮೇಲೆ ಮರಣದ ಮೇಲೆ ಜಯವನ್ನು ಉಂಟು. പ്രൈസ് ദി ലോർഡ്. ಹല്ಲೆಲೂಯ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್.
സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. ആമേൻ. യേശു ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവരെ എഴുന്നേറ്റു. ಆಮೇ ಹಾಲೆ ಯೇಸು ಜೀವಂತವಾಗಿ ಇರುವಾಗಲೂ ಸತ್ತವರು ಹಾಲೆಲು ಪುನರುತ್ಥಾನ ಹೊಂದಿದರು. യേശു ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷവും മരിച്ചവരെ എഴുന്നേറ്റു. ಆಮೇ ಯೇಸು ಸ್ವಾಮಿ ಶಿಲುಬೆಯಲ್ಲಿ ಸತ್ತು ಪುನರುತ್ಥಾನ ಹೊಂದಿ ಹೋಗಿದ ನಂತರವಾಗಿ ಕೂಡ ಸತ್ತವರು ಎತ್ತಿದ್ದಾರೆ. സ്തോത്രം. ಆಮೇ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ധൈര്യം എന്തുവാ? ಆದ್ರೆ ನಮ್ಮ ಧೈರ್ಯವೇನಾಗಿದೆ? കഷ്ടത്തെ ജയിക്കാൻ പറ്റും. ಕಷ್ಟವನ್ನು ಜಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. ആമേൻ. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടത്തെ ജയിക്കാൻ പറ്റും. ಕಷ್ಟವನ್ನು ഇനി ಜಯಿಸುವುದಕ್ಕೆ ഒരാള് ಸಾಧ್ಯವಾಗುತ್ತದೆ. മരിക്കുന്നോടം വരെ രോഗിയായി കൂട്ടിക്കോ. ಒಂದು ವ್ಯಕ್ತಿ ಸಾಯುವುದವರೆಗೆ ರೋಗಿಯಾಗಿದೆ ಅಂತ രോഗിയായി ನೆನೆಸ್ಕೊಳ್ಳಿ. മരിച്ചു എന്ന് കൂട്ടിക്കോ. ಆತ ಕಾಲಲ್ಲಿ ರೋಗಿಯಾಗಿ ಸತ್ತೋಗಿದೆ ಅಂತ ನೆನೆಸ್ಕೊಳ್ಳಿ. നോ പ്രോബ്ലം. ಅದರಿಂದ ಏನ್ ತೊಂದರೆ ಇಲ್ಲ. വിശ്വാസം തള്ളിക്കളഞ്ഞില്ലെങ്കിൽ ಆಮೇಲೆ ನಂಬಿಕೆಯನ್ನು ತಳ್ಳಿ ಬಿಟ್ಟಿಲ್ಲ ആ ಅಂದ್ರೆ വ്യക്തി കഷ്ടതയെ ജയിച്ച വ്യക്തിയാണ്. ಆಮೇಲೆ ಆ ವ್ಯಕ್ತಿ ಕಷ್ಟವನ್ನು ಜಯಿಸಿದ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. Praise the Lord. ಆಮೇಲೆ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. വിശ്വാസത്തെ തള്ളിക്കളഞ്ഞാൽ ನಂಬಿಕೆಯನ್ನು ತಳ್ಳಿ ಬಿಟ್ಟರೆ ആ വ്യക്തി കഷ്ടതയോട് തോറ്റ വ്യക്തിയാണ്. ಆಮೇಲೆ ಆ ವ್ಯಕ್ತಿ ಕಷ್ಟದ ಮುಂದೆ ಸೋತೋಗಿದ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. ആമേൻ. ಆಮೇಲೆ അതുകൊണ്ട് നമ്മൾ പറയണം, ಆದ್ರಿಂದ ನಾವು ಹೇಳಬೇಕು, ഞങ്ങളുടെ കർത്താവ് കാലുവിൽ പൂർണ്ണ ജയം തന്നു. ಆಲೆ ನಮ್ಮ ಕರ್ತನ ಮೂಲಕವಾಗಿ ಪೂರ್ಣವಾದ ಜಯ. അതുകൊണ്ട് എല്ലാറ്റിനും ഞങ്ങൾ ജയമെടുക്കും. ಆಲೆ ಆದ್ರಿಂದ ನಾನು ಎಲ್ಲದಕ್ಕೂ ಜಯವನ್ನು Praise the Lord. ಹೊಂದಿಕೊಳ್ಳುತ್ತೇನೆ. എല്ലാറ്റിനും ജയമെടുക്കും ഞങ്ങൾ. ಎಲ್ಲತ್ತ ಮೇಲೆ ನಾನು ಜಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೇವೆ. പാപത്തിന്റെ മേൽ ജയമെടുക്കും. ಪಾಪದ ಮೇಲೆ ಜಯವನ್ನು ശാപത്തിന്റെ മേൽ ജയമെടുക്കും. ಶಾಪದ ಮೇಲೆ ಜಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೇವೆ. മരണത്തിന്റെ മേൽ ജയമെടുക്കും. ಮರಣದ ಮೇಲೆ ಜಯವನ್ನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഷ്ടതയുടെ മേൽ ജയമെടുക്കും. ಕಷ್ಟದ ಮೇಲೆ ಜಯವನ್ನು. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. സ്തോത്രം. ആമേൻ. അപ്പൊ ഇന്ന് പറയുന്ന വചനത്തിലൂടെ ಇವತ್ತು ಹೇಳುವ ವಾಕ್ಯದಿಂದ ആമേൻ കേൾക്കാനും പഠിക്കാനും മാത്രമല്ല, ಅಲ್ಲಿ ಅದು ಕೇಳುವುದಕ್ಕೂ ಕಲಿಯುವುದಕ್ಕೂ ಮಾತ್ರವಲ್ಲ, ആമേൻ ഒരു ദൈവിക വിടുതൽ കൂടി ഇതിനകത്ത് ഉണ്ടാകണം. ಆಮೇಲೆ ದೇವರಿಂದ ಒಂದು ಬಿಡುಗಡೆ ಕೂಡ ಇದನ್ನೊಳಗಡೆ ನಡೆಯಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിംശോന്റെ കെട്ടുകൾ ಶಿಂಶೋನಿನ ಕಟ್ಟುಗಳು ആമേൻ അവൻ തന്നെ ആത്മാവിൽ ബലപ്പെട്ട് അഴിച്ചു കളഞ്ഞു. ಹಾಲಲ್ಲಿ ಅವನೇ ಹಾಲಲ್ಲಿ ಆತ್ಮದಲ್ಲಿ ಬೆಲ ಹೊಂದಿಕೊಂಡು ಅದು ಬಿಚ್ಚಿದನು. ആമേൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ ಸತ್ಯ ದೇವರಿಂದ ತನ್ನನ್ನೇ ತಾನು ಆಶೀರ್ವಾದ ಮಾಡುವವನು അനുഗ്രഹീതനായി തീരും. ಅವನು ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟವನಾಗಿ ಮಾರುತ್ತದೆ. ദാവീദിനെ കൊല്ലാൻ എല്ലാവരും പ്ലാൻ ഇട്ടു. ದಾವೀದನೇ ಸಾಯಿಸುವುದಕ್ಕಾಗಿ ಪ್ಲಾನ್ ಮಾಡಿದರು. കൂടെ നിന്നവരൊക്കെ പറഞ്ഞു, ಜೊತೆಯಲ್ಲಿ ನಿಂತಿದ್ದವರೆಲ್ಲ ಹೇಳಿದರು, ദാവീദിനെ കല്ലെറിയണം. ದಾವೀದನನ್ನ ಕಲ್ಲೆಯಿಸಬೇಕು. ആരുമില്ല കാണാൻ, ಅಲ್ಲಿ ಯಾರಿಲ್ಲ ನೋಡೋದಕ್ಕೆ, ആരുമില്ല സഹായിപ്പാൻ. ಯಾರಿಲ್ಲ ಸಹಾಯ ಮಾಡೋದಕ್ಕೆ. മരുഭൂമി ദൈവത്തെ ദാവീദ് കാണുന്നില്ല. ಆಮೆ ಅರಣ್ಯದಲ್ಲಿ ದೇವರನ್ನು ಹಾಲಲಿಯ ದಾವೀದನಿಗೆ ನೋಡಕ್ಕಾಗಲಿಲ್ಲ. ഒരു പ്രകാശവുമില്ല, ಯಾವುದೇ ವಿಧವಾದ ಬೆಳಕನ್ನು ഒരു ನೋಡಲಿಲ್ಲ. തണലുമില്ല, ಹಾಲೆಲು ಯಾವುದೇ ವಿಧವಾದ ആശ്വാസത്തിന്റെ ഒരു വാക്കില്ല. ಆಶ್ವಾದದ ಯಾವುದೇ ಮಾತುಗಳಿಲ್ಲ. ദാവീദ് വിഷമിക്കുകയാണ്. ದಾವೀದನಲ್ಲಿ ತೊಂದರೆಯಲ್ಲಿ ಒಳಪಟ್ಟಿದ್ದಾನೆ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ ಒಂದು ಪದ ಉಂಟು. ദാവീദോ ದಾವೀದನು തന്റെ ദൈവമായ കർത്താവിൽ ತನ್ನ ದೇವರಾದ ಯೆಹೋವನಲ್ಲಿ തന്നെത്താൻ ബലപ്പെട്ടു. ತನ್ನನ್ನೇ ತಾನು He ಬಲಪಡಿಸಿದ್ದಾನೆ. encouraged himself. ಆಮೆ ಆತನು ತನ್ನನ್ನೇ ಕರ್ತನಲ್ಲಿ ಬಲಪಡಿಸಿದ್ದಾನೆ. അവനായിട്ട് ബലപ്പെട്ടു. ಆಮೆ ಆತನು എങ്ങനെ ತನ್ನನ್ನೇ ബലപ്പെട്ടു? ಹೇಗೆ ಬೆಲೆ ಹೊಂದಿದ್ದಾನೆ? എങ്ങനെ ബലപ്പെട്ടു? ಹೇಗೆ ಬೆಲೆ ಹೊಂದಿದ್ದಾನೆ? ദാവീദിന് അറിയാം, ದಾವೀದನಿಗೆ ಗೊತ್ತುಂಟು, ഇതിനു മുമ്പ് ಇದಕ್ಕೂ ಮುಂಚೆ എന്റെ ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ನನ್ನ ದೇವರನ್ನು ನಾನು ನೋಡಿದ್ದಾರೆ. എന്റെ ദൈവത്തിന്റെ സഹായം ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. ನನ್ನ ದೇವರ ಸಹಾಯವನ್ನು ನಾನು എന്റെ ಹೊಂದಿಕೊಂಡಿದ್ದಾರೆ. ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ನನ್ನ ದೇವರು ನನಗೆ ರಕ್ಷಿಸಿದ್ದಾರೆ. സിംഹത്തിന്റെ മുമ്പില്, ಸಿಂಹದ ಮುಂದೆ, കരടിയുടെ മുമ്പില്, ಕರಡಿಯ വൻ ಮುಂದೆ, പോരാട്ടങ്ങളിൽ, ದೊಡ್ಡ ಹೋರಾಟ, ഗോലിയാത്തിന്റെ മുമ്പില്, ಗೋಲಿಯಾತನ ಮುಂದೆ, ശൗലിന്റെ മുമ്പില് ಶೌಲಿನ ಮುಂದೆ എത്രയോ വട്ടം ಎಷ್ಟೋ ಸಾರಿ എന്റെ ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ನನ್ನ ದೇವರು ನನ್ನ ഇപ്പോൾ ತಪ್ಪಿಸಿದ್ದಾರೆ. ഞാൻ ദൈവത്തെ കാണുന്നില്ല. ಈಗ ನಾನು ದೇವರನ್ನ ഇപ്പോൾ ദൈവം എന്റെ അടുക്കൽ ഇല്ല. ಈಗ ದೇವರು എന്നാൽ ನನ್ನ പണ്ട് ಜೊತೆಯಲ್ಲಿ ಇಲ್ಲ. ചെയ്തത് ഓർത്തിട്ട്, ಆದ್ರೆ ಮುಂಚೆ പണ്ട് ಮಾಡಿದ ചെയ്തത് ವಿಷಯದಲ್ಲಿ ഓർത്തിട്ട് ಮುಂದೆ ഞാൻ ಮಾಡಿದ എന്റെ ദൈവത്തിൽ തന്നെത്താൻ ബലപ്പെടുകയാണ്. ನಾನು ನನ್ನ ದೇವರಲ್ಲಿ ನನ್ನನ್ನೇ ಬಲಪಡಿಸುತ್ತಾ ಇದೆ. ദാവീദ് തന്നെത്താൻ ബലപ്പെട്ടപ്പോൾ, ಆಮೇಲೆ ದಾವೀದ ತನ್ನನ್ನೇ ತಾನು ಬಲಪಡಿಸುವಾಗ, തന്നെത്താൻ ബലപ്പെട്ടപ്പോൾ ಆತನ ತನ್ನನ್ನೇ ಬಲಪಡಿಸುವಾಗ ദൈവം തന്നോട് സംസാരിച്ചു. ಆಮೇಲೆ ದೇವರು ಆತನೊಟ್ಟಿಗೆ ഞാൻ ಮಾತಾಡಿದ್ದಾರೆ. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ನಾನು ಹೇಳಿದ ನಿಮಗೆ ಅರ್ಥವಾಗಿದೆ. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പുറത്ത് കാണിക്കണം. ಆಮೇಲೆ ನನ್ನ ನಂಬಿಕೆಯನ್ನು ನೀವು ಹಾಲಲ್ಲಿ ಹೊರಗೆ ತೋರಿಸಬೇಕು. ഇപ്പോൾ അത് പുറത്ത് കാണിക്കണം. ಈಗ ನೀವು ಅದು ಹೊರಗೆ ತೋರಿಸಬೇಕು. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറയണം. ಆಮೇಲೆ ನಿಮ್ಮ ನಂಬಿಕೆಯನ್ನು ನೀವು ಎತ್ತಿ Praise the ಹೇಳಬೇಕು. Lord. ಆಮೆನ್. അത് ഇപ്പോൾ ഏറ്റുപറയണം. ಅದು ಈಗ ನೀವು ಎತ್ತಿ എന്റെ ಹೇಳಬೇಕು. കർത്താവ് ജീവിക്കുന്നു. ನನ್ನ ಕರ್ತನು ಜೀವಿಸುತ್ತಾ യുഗത്തിന്റെ ಇದ್ದಾನೆ. സമാപ്തിയോളം ಆಮೇಲೆ ಯುಗದ ಕೊಟ್ಟ ಕಡೆವರೆಗೆ
കർത്താവിന്റെ കൂടെയുണ്ട്. ಕರ್ತನು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಉಂಟು. അത് ദൈവത്തിന്റെ വചനമാണ്. ಅದು ದೇವರ ഞാനത് ವಾಕ್ಯವಾಗಿದೆ. വിശ്വസിക്കുന്നു. ನಾನದು ನಂಬುತ್ತೇನೆ. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. വിശ്വാസം എന്നത് ನಂಬಿಕೆ ಎಂಬುದು ആശിക്കുന്നതിന്റെ ഉറപ്പും ಆಸೆ ಪಡುವುದ ದೃಢತೆಯು, പ്രൈസ് ദി ലോർഡ്, കാണാത്ത കാര്യങ്ങളുടെ ಕಾಣಾದ ಕಾರ್ಯಗಳ ನಿಶ್ಚಯವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. അത് ആമേ ലോകക്കാർ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ പറ്റും. ಅಲ್ಲಲ್ಲಿ ಲೋಕದವರು ಹೇಳದಂತೆ ಹೇಳಕ್ಕೆ ಸಾಧ್ಯನೇ. ബൈബിളിലെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ ഇരുന്ന ನಂಬಿಕೆ കുറിച്ചാಗಿ ಹೇಳುತ್ತಾ ಇರುವುದು എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യത്തെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ಹಾಲಲ್ಲಿ ಎವಿಡೆನ್ಸ್ ಇಲ್ಲದಿರದ ಯಾವುದೇ ವಿಷಯಗಳನ್ನು ನಂಬಬೇಕಾಗಿಲ್ಲ. ആ അർത്ഥത്തിലാണ് ಆ ಅರ್ಥದಲ್ಲಿ ಆಗಿದೆ. ഇതിന്റെ മൂലഭാഷയിൽ അതിന്റെ ಮೂಲ ಭಾಷೆಯಲ್ಲಿ ആ പദം എഴുതി വെച്ചിരിക്കുന്നത്. ಹಾಲಲ್ಲಿ ಆ ಪದವನ್ನು ಬರೆದಿಟ್ಟಿದ್ದು. നിങ്ങൾക്ക് മനസ്സിലായോ? ಆಮೇ ಅರ್ಥವಾಗಿದೆಯಾ? ആമേ. നമ്മൾ കാണാത്ത കാര്യങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് പോകുന്നവരല്ല. ಆಮೇ ನಾವು ಕಾಣಾದ ಕಾರ್ಯಗಳೆಲ್ಲ ನಂಬಿಕೊಂಡು ಹೋಗುವರಲ್ಲ. എല്ലാം ഉള്ളതാണ്. ಆಮೇ ಎಲ್ಲ ವಿಷಯಗಳು ಇರುವುದಾಗಿದೆ. ദൈവം ഉണ്ട്, ದೇವರು ಇದ್ದಾರೆ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ಆದ್ದರಿಂದ ನಾನು ನಂಬುತ್ತೇನೆ. പുത്രൻ ഉണ്ട്, ಆಮೇ ಕುಮಾರನುಂಟು, സ്വർഗം ഉണ്ട്, ಸಾಲೆ ಪರಲೋಕ ಉಂಟು, പരിശുദ്ധാത്മാവ് ഉണ്ട്, ಪವಿತ್ರಾತ್ಮ ಉಂಟು, പിതാക്കന്മാർ ഉണ്ട്. ಆಮೇ ಹಾಲೆ ತಂದೆಗಳು ಇರುವುದುಂಟು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഉള്ളത് മാത്രമാണ്. ಈ ಬೈಬಲಲ್ಲಿ ഇല്ലാത്തതിനെ ഒന്നിനെ വിശ്വസിപ്പാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ಇಲ್ಲದಿರದ ಏನು ನಂಬದಕ್ಕೆ ದೇವರು ನಮ್ಮೊಟ್ಟಿಗೆ ಹೇಳುತ್ತಾ ಇಲ್ಲ. മനസ്സിലായോ? മനസ്സിലായോ? ಅರ್ಥವಾಗಿದೆಯಾ? ഇല്ലാത്തതിനെ ഒന്നിനെയും വിശ്വസിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. ಇಲ್ಲದಿರದ ಯಾವುದೇ ವಿಷಯಗಳನ್ನು ನಂಬದಕ್ಕೆ ದೇವರು ನಮ್ಮೊಟ್ಟಿಗೆ ಹೇಳುತ್ತಾ ಇಲ್ಲ. സ്തോത്രം. ಆಮೇ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യം വിശ്വസിക്കാൻ ദൈവം പറയുന്നില്ല. ಆಮೇ. ಯಾವುದೇ ಎವಿಡೆನ್ಸ್ ಇಲ್ಲದ ಯಾವುದೇ ವಿಷಯಗಳು ನಂಬೋದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ಹೇಳುತ್ತಾ ಇಲ್ಲ. ഈ ബൈബിളിൽ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ಈ ಬೈಬಲಲ್ಲಿ ಒಂದು ವಿಷಯ ಉಂಟು ಎಂದು ಹೇಳಿದರೆ അത് യോർദാൻ നദിയാകട്ടെ, ಅದು ಯೋರ್ದಾನ್ ನದಿಯಾಗಲಿ, അത് ഒലിവ് തോട്ടമാകട്ടെ, ಆಲಲ್ಲಿ ಅದು ಎಣ್ಣೆಯ ತೋಟವಾಗಲಿ, അത് ഉപ്പ് കമ്പമാകട്ടെ, ಹಾಲಲ್ಲಿ ಅದು ಉಪ್ಪಿನ ಹಾಲಲ್ಲಿ അത് സോദോം ഗോമോറയാകട്ടെ, ಅದು ಸೋದೋಮ್ ಗೊಮೊರೆ ಆಗಲಿ, ഈ ലോകത്തിലെ ആർക്കും കാണാൻ വയ്യാത്ത കാര്യങ്ങളാണേലും ಈ ಲೋಕದಲ್ಲಿ ಯಾರಿಗೂ ಕಾಣಾದ ಸಾಧ್ಯವಾಗಿರುವ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ದೇವರು ಇದೆ ಎಂದು ಹೇಳಿದರೆ ആമേ there is that, അത് അവിടെ ഉണ്ടാകും. ಹಾಲಲ್ಲಿ ಅದು ಅಲ್ಲಿ അത് അവിടെ ഉണ്ടാകും. ಅದಲ್ಲಿ ഇರುತ್ತದೆ. Praise the Lord. ಆಮೆನ್. Hallelujah. Hallelujah. Praise the Lord. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. Hallelujah. Hallelujah. നിങ്ങൾ അപ്പോ പറയണം, ಆಮೆನ್. നിങ്ങൾ പറയണം, ನೀವು ಹೇಳಬೇಕು, ഞാനൊരു അടിസ്ഥാനമില്ലാത്ത വിശ്വാസിയല്ല. ನಾನು ಯಾವುದೇ ಅಡಿಸ್ಥಾನವಿಲ್ಲದ ಒಂದು ವಿಶ್ವಾಸಿ ಅಲ್ಲ. ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞതെല്ലാം ಆಮೆನ್. ಬೈಬಲಲ್ಲಿ ಇದೆ ಅಂತ ಹೇಳಿದಲ್ಲ എല്ലാം അവിടെ ഉണ്ട്. ಆಮೇ. ಎಲ್ಲಾ ವಿಷಯಗಳು ಅಲ್ಲಿ ಉಂಟು, എല്ലാം അവിടെ ഉണ്ട്. ಎಲ್ಲ ಅಲ್ಲಿ ಉಂಟು. Praise the Lord. ಆಮೆನ್. Hallelujah. Hallelujah. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. Hallelujah. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, അല്ല? ನಿಮ್ಮ ನಂಬಿಕೆಯನ್ನು നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ನಮ್ಮ ನಂಬಿಕೆಯನ್ನು നമ്മൾ ಹೆಚ್ಚಾಗಬೇಕು. പറയണം, ನಾವ್ ಹೇಳಬೇಕು, ഞങ്ങൾ കാണാത്ത കാര്യങ്ങൾ നോക്കി നടക്കുന്നവരല്ല. ನಾನು ಯಾವುದೇ ಇಲ್ಲದಿರದ ವಿಷಯಗಳು ನಂಬಿಕೊಂಡು ನಡೆಯುವ ವ್ಯಕ್ತಿ ಅಲ್ಲ. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞതെല്ലാം അവിടെ ഉണ്ട്. ಆಮೇ. ದೇವರು ಇದೆ ಅಂತ ಹೇಳಿದ ಎಲ್ಲ ವಿಷಯಗಳು ಅಲ್ಲಿ ಉಂಟು. ഉള്ളതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ಆಮೆನ್. ಇರುವುದೆಲ್ಲ ನಾನು ನಂಬುತ್ತೇನೆ. Praise the Lord. ಆಮೆನ್. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് ದೇವರ ಆತ್ಮವು ഇന്ന് പകൽക്കാലം ಇವತ್ತಗಲತನೆ ಬೇಳೆ ആമേൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേൽ ನಿಮ್ಮ ನಂಬಿಕೆಯ ഒന്ന് ಮೇಲೆ പരിവർത്തിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ಆಮೇ. ಕ್ರಿಯೆ ಮಾಡೋದಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ದೇವರ ವಾಗ್ದಾನಗಳು എല്ലാം ಎಲ್ಲ ഉവ്വ് ഉവ്വ് എന്നാകയാൽ ಇದೆ ಇದೆ ಎಂದಾಗಿರೋದು ഒരു ಮೂಲಕ കാര്യം ഞാൻ പറയാം, ಒಂದು ವಿಷಯ ಹೇಳ್ತೀನಿ. ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ಈ ಭೂಮಿಯಲ್ಲಿ ಏನೆಲ್ಲ അത് ಸಂಭವಿಸ್ತಾ ಇದೆ, നേരത്തെ സ്വർഗത്തിൽ ഉള്ള കാര്യമാണ്. ಆಮೇ ಅದು ಮುನ್ನವೇ ಕಾಲಲ್ಲಿ ಪರಲೋಕದಲ್ಲಿ മനസ്സിലായോ? ಇರುವುದಾಗಿದ್ದಾರೆ. മനസ്സിലായോ? ಆಮೇ. ഇല്ലാത്ത ഒരു കാര്യവും ദൈവം പറഞ്ഞിട്ടില്ല. ಆಮೇ. ಇಲ್ಲದಿರದ ಯಾವುದೇ ವಿಷಯವೂ ದೇವರು ಹೇಳಲಿಲ್ಲ. Praise the Lord. ಆಮೇ. Hallelujah. Hallelujah. അവൻ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. ಆತನ ಹಾಲಲ್ಲಿ ಆತನ ಅಂಕೈಯಲ್ಲಿ ಚಿತ್ರಿಸಿದ್ದಾರೆ. ആമേൻ. എന്റെ പൗളികോടകളെല്ലാം അവന്റെ മുമ്പിൽ ഇരിക്കുന്നു. ಹಾಲಲ್ಲಿ ನನ್ನ ಪೌಳಿ ಗೋಡೆಗಳಲ್ಲಿ പെറ്റയമ്മ കുഞ്ഞിനെ മറന്നാലും ಎತ್ತ ತಾಯಿ ತನ್ನ ഞാൻ ಮನುಷ್ಯನ മറക്കത്തില്ല ಮರೆತರೆ എന്ന് അരുളിച്ചെയ്ത ദൈവമേ, ನಾನು ಮರೆಯುವುದಿಲ್ಲ ಎಂದು ಹೇಳಿದ എന്റെ ದೇವರೇ, ജീവിതത്തിന്റെ അവസാനം വരെയും ನನ್ನ ಜೀವಿತದ ಕೊನೆ നിന്റെ ഉള്ളംകൈകളിൽ വരച്ചിരിക്കുകയാണ്. ನನ್ನ ಅಂಕೈಯಲ್ಲಿ ನನ್ನ ഇന്ന് ಚಿತ್ರಿಸಿದ್ದಾರೆ. പകൽക്കാലം ಇವತ್ತಗಲತನೆ ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുക്കുകയാണ്. ಆ ನಂಬಿಕೆಯಿಂದ ನಾನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ.
ആമേൻ ഖബാനഗ ശംദൽ കടിബലഗനഗരവശസ് Hallelujah. Hallelujah. Glory to Lord. Hallelujah. Amen. എന്നെ ഉള്ളംകരത്തിൽ വരച്ചു എന്ന് പറഞ്ഞാൽ ആമേൻ ನನ್ನ ಅಂಗೈಯಲ್ಲಿ ಚಿತ್ರಿಸಿದೆ ಅಂತ ಹೇಳಿದರೆ എന്റെ അവസാനത്തെ ശ്വാസം വരെയും ನನ್ನ ಕೊನೆಯ ಶ್ವಾಸವರೆಗೂ അതിനപ്പുറത്ത് ಅದಕ್ಕೆ ಮೇಲೆ എന്റെ നിത്യത വരെയും ನನ್ನ ನಿತ್ಯದವರೆಗೂ എല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതി ಆಮೇ വെച്ചിരിക്കുന്നു. ಎಲ್ಲ ಆತನ ಪುಸ್ತಕದಲ್ಲಿ ಬರೆದಿಟ್ಟಿದ್ದಾರೆ. ഉള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ. ಆಮೇನ್ ಇರೋದು ಮಾತ್ರವೇ ನಡೀತಾ ഉള്ളത് ಇರುವುದು. മാത്രമേ നടക്കുന്നുള്ളൂ. ಇರೋದು ಮಾತ್ರವೇ ನಡೀತಾ ಇರುವುದು. അതാണ് വിശ്വാസം. അതാಗಿದೆ ನಂಬಿಕೆ. ഉള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ. ಆಮೇ ಇರುವುದು ವಿಷಯ ಮಾತ್ರನೇ ನಡೀತಾ ಇರುವುದು. ആക്സിഡന്റ് ആയിട്ട് ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. ಅಸಾಧ್ಯವಾದ ದೇವರ ಮುಂದೆ ಏನಿಲ್ಲ. ആക്സിഡന്റ് ആയിട്ട് ദൈവത്തിന് മുമ്പിൽ എന്ന് ಆಮೇ പറയുന്നത് ಸಡನ್ ಆಗಿ പ്രൈസ് ലോർഡ് ಅನ್ಎಕ್ಸ್ಪೆಕ್ಟೆಡ್ ಆಗಿ ನಡೆಯುವ ವಿಷಯಗಳು ಏನು ದೇವರ ಮುಂದೆ ಇಲ್ಲ. ഹല്ലേലൂയ. എന്തില്ല? ಏನಿಲ್ಲ. ആക്സിഡന്റ് ആയി ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല. ಆಮೇ ಹಲ್ಲೆಲೂಯ. ಅಪಘಾತವಲ್ಲ, ಅನ್ಎಕ್ಸ್ಪೆಕ್ಟೆಡ್ ಆಗಿ ನಡೆಯುವ ಯಾವುದೇ ವಿಷಯಗಳು ದೇವರ ಮುಂದೆ ಇಲ್ಲ. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ಆಮೇನ್. അനുഗ്രഹം തിരഞ്ഞെടുക്കുകയാണ്. ಆಮೇ ಈ ಭೂಮಿಯಲ್ಲಿ ನಾವು ಏನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ? ಆಶೀರ್ವಾದವನ್ನು ಆರಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ. എബ്ബേസ് പ്രാർത്ഥിച്ചു. ಎಬೇಜನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದಾರೆ. 1 ദിനവൃത്താന്ത പുസ്തകം 4:9 ಒಂದು ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 4ನೇ ಅಧ್ಯಾಯ 9ರಲ್ಲಿ ಆಗಿದೆ. ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. deuteronomy 4:9. ആ ആ ആ ആ മതി. പ്രൈസ് ദി ലോർഡ്. കണ്ട ദൈവം വായിച്ചേ. ഈ ഗണവന്തനാകിതിരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചപ്പോഴല്ല, ഗണവന്തനാಗಿದೆ ಅಂತ ಹೇಳುವುದು ಅದು ಆತನ ಹುಟ್ಟುವಾಗ ಅಲ್ಲ, പ്രാർത്ഥിച്ച ശേഷം അവൻ ഗണവന്തനായി മാറി. ആമേ പ്രാർത്ഥನೆ ಮಾಡಿದ ನಂತರವಾಗಿ ಆತನು ಗಣವಂತನಾಗಿ ಮಾರ್ಪಟ್ಟಿದ್ದನು. പ്രൈസ് ദി ലോർഡ്. അവൻ ജനിച്ചപ്പോൾ എങ്ങനെയാ ജനിച്ചത്? ಆತನು ಹುಟ್ಟುವಾಗ ಹೇಗೆ ಹುಟ್ಟಿದಾನೆ? അവൻ ജനിച്ചപ്പോൾ എങ്ങനെയാ ജനിച്ചേ? ಆತನು ಹುಟ್ಟುವಾಗ ಹೇಗೆ ಹುಟ್ಟಿದಾನೆ? ഇവിടെ ശ്രദ്ധിക്കുക. ಆമೇ ಶ್ರದ್ಧೆಯಿಂದ ನೋಡಿ. ജനിച്ചപ്പോൾ എങ്ങനെയാ ജനിച്ചേ? ಆತನು ಹುಟ್ಟುವಾಗ ಹೇಗೆ ಹುಟ್ಟಿದಾನೆ? അവനൊരു വ്യസനപാത്രമായി ജനിച്ചു. ಆತನು ಒಂದು ದುಃಖದ ಪುತ್ರನಾಗಿ ಹುಟ್ಟಿದಾನೆ. ഒരു ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ, ಒಂದು ഹല്ലേലൂയ ಗಂಡು ಮಗು ಹುಟ್ಟುವಾಗ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകണമെങ്കിൽ ಆಲೆ ತಾಯಿಗೆ ದುಃಖ ಉಂಟಾಗಬೇಕಂದ್ರೆ ഈ മകൻ എങ്ങനെയായിരിക്കും ജനിച്ചത്? ಈ ಮಗ ಹೇಗೆ ಹುಟ್ಟಿ ಇರಬೇಕು? സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಆಮೆನ್. അംഗവിഹീനനായി ജനിച്ചിരിക്കാം. ಆತನು ಯಾವುದೇ ಅಂಗವಿಹೀನನಾಗಿ ಹುಟ್ಟಿರಬಹುದು. വികൃത രൂപിയായി ജനിച്ചിരിക്കാം. ಯಾವುದೇ ಹಾಲಲ್ಲಿ ವಿರೂಪಿಯಾಗಿ ಹುಟ್ಟಿರಬಹುದು. സ്തോത്രം. എങ്ങനെയോ അവൻ ജനിച്ചു. ಹಾಲೆ ಹೇಗೇನೋ ಆತನು ಹುಟ್ಟಿದಾನೆ. അവന്റെ അവസ്ഥ, ಆತನ ಅವಸ್ಥೆಯು സ്വന്തം അമ്മയ്ക്ക് പോലും വേദന കൊടുക്കുന്നത്, സ്വന്തം ತಾಯಿಗೆ വരെയൊക്കെ ದುಃಖ ಕೊಡುವ ರೀತಿಯಲ್ಲಿ ಆಗಿತ್ತು. ആമേൻ. ಆಮೆನ್. എന്നാൽ ಆದರೆ അവന്റെ ജീവിതം ಆತನ ಜೀವನವು അവന്റെ പ്രാർത്ഥനയാൽ മാറി. ಆ ಹಾಲಲ್ಲಿ ಅವನ ಪ್ರಾರ್ಥನೆಯಿಂದ ಬದಲಾವಣೆ ಆಯಿತು. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആരെങ്കിലൊക്കെ വരുമ്പോൾ ഓടി വന്ന് തല കൈവച്ച് അനുഗ്രഹം പഠിക്കുന്നതല്ല. ಅಲ್ಲಿ ಯಾರೆಲ್ಲ ಬರುವಾಗ ಓಡಿ ಬಂದು ತಲೆಯಲ್ಲಿ ಕೈ ಇಟ್ಟು ಆಶೀರ್ವಾದ കുഴപ്പമൊന്നുമില്ല. ಅದರಲ್ಲಿ ಏನು ತೊಂದರೆ ಇಲ್ಲ. സ്തോത്രം. ಆಮೆನ್. അവർക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ದೇವರು ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. കൈവെപ്പിനുള്ള അനുഗ്രഹം ഉണ്ട്. ಹಾಲಲ್ಲಿ ಕೈ ಇಡುವುದು ಮೂಲಕವಾಗಿ ಬರುವ ಆಶೀರ್ವಾದ ಉಂಟು. സ്തോത്രം. ಆಮೆನ್. പക്ഷേ ಆದರೆ ഇവിടെ വ്യസനപുത്രൻ, ಹಾಲಲ್ಲಿ ಇಲ್ಲಿ ದುಃಖದ ಪುತ್ರನು, ആമേ ദുഃഖപുത്രൻ, ಇಲ್ಲಿ ದುಃಖ ಪುತ್ರನು അവന്റെ സാഹചര്യത്തെ മാറ്റുന്നത് ಆತನ ಸನ್ನಿವೇಶವನ್ನು ಬದಲಾವಣೆ ಮಾಡಿದು അവന്റെ പ്രാർത്ഥന കൊണ്ടാണ്. ಅವನ ಪ್ರಾರ್ಥನೆ അവൻ ಮುಖಾಂತರವಾಗಿದೆ. ദൈവത്തോട് പറഞ്ഞു, ಅವನ್ ದೇವರ ಹತ್ರ നീ ಹೇಳಿದನು, എന്റെ അവസ്ഥ മാറ്റണം, ನೀ ನನ್ನ ಅವಸ್ಥೆಯನ್ನು നീ ಬದಲಾವಣೆ എന്നെ ಮಾಡಬೇಕು, അനുഗ്രഹിക്കണം, ನೀ ನನ್ನನ್ನು ಆಶೀರ್ವಾದ നീ എന്റെ ಮಾಡಬೇಕು, അതിരുകളെ വിശാലമാക്കണം. ನೀ ನನ್ನ ಬೌಂಡರಿಗಳನ್ನು ವಿಶಾಲಪಡಿಸಬೇಕು. എബ്ബേസ് പ്രാർത്ഥിച്ചതെല്ലാം ദൈവം കേട്ടു. ಆಮೇ ಎಬೇಸು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆಲ್ಲ ದೇವರು ಕೇಳಿದರು. Praise the Lord. ಆಮೆನ್. അങ്ങനെ എബ്ബേസ് ಹಾಗೆ ಎಬೇಜನು തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നു. ತನ್ನ ಸಹೋದರಗಳಿಗಿಂತ ഇത് ദൈവിക ആലോചനയാണ്. ಇದೊಂದು ದೇವರ ಆಲೋಚನೆ ಆಗಿದ್ದಾನೆ. ശ്രദ്ധിക്കുക. ಆಮೇ ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. ഏത് രൂപത്തിൽ ജനിച്ചാലും, ಯಾವುದೇ ರೂಪದಲ್ಲಿ ನಾವು ഏത് ಹುಟ್ಟಿದರೂ, തകർച്ചയിലായിരുന്നാലും, ಯಾವುದೇ ಹಾಲೆ ಒಡೆದೋಗಿದ ಅವಸ್ಥೆಯಲ್ಲಿ ಆಗಿದ್ರೆ, ഏത് നഷ്ട
നഷ്ടത്തിലാണെങ്കിൽ ಯಾವುದೇ ನಷ್ಟದಲ್ಲಿ ಆದರೇನು പ്രാർത്ഥിച്ചാൽ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ അനുഗ്രഹം തെരഞ്ഞെടുക്കപ്പെടും. ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾರೆ. ആമേൻ. എബ്ബേസ് തെരഞ്ഞെടുക്കുകയാണ് അനുഗ്രഹം. ಎಬೇಜು ಅಲ್ಲಿ ಆಶೀರ್ವಾದ ജനിച്ചത് ശാപത്തില്, ನಾನು ಹುಟ್ಟಿದ್ದು ಶಾಪದಲ್ಲಿ, ദുഃഖത്തില്, ಅಲ್ಲಿ ಆತನು ಹುಟ್ಟಿದ್ದು ജനിച്ചത് ದುಃಖದಲ್ಲಿ, വേദനയില്, ಅಲ್ಲಿ ಹುಟ್ಟಿದ್ದು ನೋವಲ್ಲಿ, ഹീനതയില്, ಅಲ್ಲಿ ನೋವಲ್ಲಿ, എല്ലാരെക്കാളും താഴ്ന്നവനായി എല്ലാവർക്കിಂತ അവൻ ಹೀನನಾಗಿ ജനിച്ചെങ്കിലും അവൻ ಹುಟ್ಟಿದರೆ അവൻ പ്രാർത്ഥനയാൽ അനുഗ്രഹത്തെ സ്വീകരിച്ചു. അവൻ പ്രാർത്ഥನೆಯಿಂದ ആശീർവാദವನ್ನು പകൽക്കാലം പറയുന്നത് അകലത്തിനെ ಬೆಳೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು മുട്ടുമടക്കി ಮೊಳಂಕಾಲನ್ನು ദൈവം മുമ്പില് ದೇವರ ಮುಂದೆ സമയം ചെലവഴിക്കാൻ മനസ്സുണ്ടോ? ಸಮಯವನ್ನು ಕಳೆಕೊಳ್ಳಕ್ಕೆ സഹോദരന്മാരെക്കാൾ മാന്യനാക്കി ദൈവം മാറ്റും. ಆಮೇಲೆ ಸಹೋದರಗಳಿಗಿಂತ ಮಾನ್ಯನಾಗಿ ದೇವರು ನಮ್ಮನ್ನ ಮಾರ್ಪಡಿಸುತ್ತಾರೆ. ಆಮೇಲೆ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ನಿಮಗೆ ಮನಸ್ಸಿದೆಯಾ? എബ്ബേസിനെ പോലെ പ്രാർത്ഥിക്കാമോ? ಎಬೇಜಿನಂತೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? നീ എന്നെ അനുഗ്രഹിച്ച് നീ നನ್ನನ್ನು ആശീರ್ವಾದ എന്റെ അതിരുകളെ വിശാലമാക്കി ನನ್ನ പൗളികോಟಗಳನ್ನು നീ എന്റെ പേര് വലുതാക്കി നീ ನನ್ನ ಹೆಸರನ್ನು എന്നെ അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു യഹോവേ. ಆಶೀರ್ವಾದ ಮಾಡಿದರೆ ಚೆನ್ನಾಗಿತ್ತು. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ದೇವರು ಆತನ ಪ್ರಾರ್ಥನೆಯನ್ನು അവന്റെ ഹീനാവസ്ഥയെ മാറ്റി, ಆತನ അവന്റെ ദീനാവസ്ഥയെ മാറ്റി. ಆತನ അങ്ങനെ മാറ്റുന്ന ദൈവമുണ്ടെങ്കിൽ ಆತನ ಮಾರ್ಪಡಿಸುವ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമോ? ಪ್ರಾರ್ಥನೆ ಮಾಡಿ അനുഗ്രഹം വരികയാണ്. ಆಶೀರ್ವಾದವು ಬರುತ್ತಾ ಇದೆ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥನೆ ಮಾಡುವವರಿಗೆ ಆಶೀರ್ವಾದವನ್ನು ಬರುತ್ತದೆ. പ്രാർത്ഥിക്കുന്നവർ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. ಪ್ರಾರ್ಥನೆ ಮಾಡುವವರು ಯಾವಾಗಲೂ ಒಂದೇ ತರ ಇರುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം നമ്മൾ ചൂസ് ചെയ്യുന്നത്, ಆಶೀರ್ವಾದವನ್ನು ನಾವು ಆರಿಸಿಕೊಳ್ಳುವುದು ആമേൻ, എബ്ബേസ് ചെയ്ത പോലെയാണ്. ಎಬೇಜನು ಮಾಡಿದ ರೀತಿಯಲ್ಲಿ. എന്റെ അവസ്ഥ ഇതാണ്, ನನ್ನ ಅವಸ್ಥೆ ಇದಾಗಿದೆ. പക്ഷെ അവസ്ഥയെ മാറ്റുന്ന ಆದ್ರೆ ನಮ್ಮ ಅವಸ್ಥೆಯನ್ನು ഒരു ಬದಲಾವಣೆ ദൈവമുണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ದೇವರು ಉಂಟು ಎಂದು ನನಗೆ ಗೊತ್ತು. ദൈവം ഉണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ದೇವರು ಉಂಟು ಎಂದು എന്റെ ನನಗೆ അവസ്ഥ ಗೊತ್ತು. മാറ്റുന്ന ನನ್ನ ಅವಸ್ಥೆಯನ್ನು ഒരു ಬದಲಾವಣೆ കർത്താവ് ಮಾಡುವ ഉണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ಕರ್ತನು ಉಂಟು ಎಂದು ನನಗೆ ಗೊತ್ತು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ ഇന്ന് പകൽക്കാലം ಇವತ್ತಾಗಲೇ അത് സംഭവിക്കട്ടെ. ಹಾಗೆ ಸಂಭವಿಸಲಿ. ಆಮೆನ್. ಜೀಸಸ್. ಅರ್ಥಚುಡಾಗರಂ ಶರಾದಗಲ್ ಪರಿದಾಲಗನಗರ ವರ್ಷಸ್ ಅಧರಗಡದು ಬರಾಜಗಲ್ ಪರಿದಾಲಗನಗರ ವರ್ಷಸ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഇനി ಮುಂದೆ ಇರುವ ವಿಷಯ ಬೇಗನೆ ಹೇಳ್ತೀನಿ. ആമേൻ. അനുഗ്രഹം നമ്മൾ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ಆಶೀರ್ವಾದವನ್ನು ನಾವು ರಿಸೀವ್ ಮಾಡೋದಕ್ಕೆ ಹೇಗೆ ಆಗಿದೆ? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ. ಅರಸಗಳ ಪುಸ್ತಕದಲ್ಲಿ ഒരു വിധവയായ സ്ത്രീയുണ്ട്. ಒಂದು ವಿಧವೆಯಾದ ಸ್ತ್ರೀ ಇತ್ತು. ആമേൻ. അവൾക്കൊരു കുഞ്ഞുണ്ട്. ಆಕೆಗೆ ಒಂದು ಮಗಳು ಉಂಟು. അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ಹಾಲಲ್ಲಿ ಆಕೆಯು ಆತ್ಮಹತ್ಯೆಯನ್ನು ಮಾಡಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ನೋಡ್ತಾ ಇದ್ದಾಳೆ. അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ ಆಕೆಯು ಆತ್ಮಹತ್ಯೆಯನ್ನು ಮಾಡಿಕೊಳ್ಳೋದಕ್ಕೂ ಮುಂಚೆ ದೇವರು ഏലിയാവിനോട് ഇടപെട്ടു. ಹಾಲೆ ದೇವರು ಇರಮ್ಯನ ಹತ್ರ ಹಾಲಲ್ಲಿ ಮಾತಾಡಿದರು. ഏലിയാവിനോട് ഇടപെട്ടു. ಹಾಲೆ ಏಲಿಯನ ಹತ್ರ ಮಾತಾಡಿದನು. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. ഇവള് സരാഫാത്ത് എന്നൊരു ഗ്രാമത്തിലുള്ളവളാ. ಈಕೆಯು ಸರಾಫಾತ್ ಅಂತ ಊರಲ್ಲಿ ಇರುವವಳಾಗಿದ್ದಾರೆ. യഹൂദ സ്ത്രീ അല്ല. ಈಕೆ ಒಂದು ಯಹೂದ ಸ್ತ್ರೀ ಅಲ್ಲ. സോറിന്റെയും സീദോന്റെയും മധ്യത്തിൽ കിടക്കുന്ന സരാഫാത്ത്. ಹಾಲೆಲೂಯ. ಸೋರ್ ಮತ್ತೆ ಸೀದೋನ್ ದೇಶದ ಮಧ್ಯದಲ್ಲಿ ಇರದ ಹಾಲೆಲೂಯ ಆ ದೇಶ. അതൊരു വിദേശ രാജ്യമാണ്. ಅದೊಂದು ವಿದೇಶ ರಾಜ್ಯವಾಗಿದೆ. അവിടെ ഒരു വിധവ ഇരിക്കുന്നുണ്ട്. ಅಲ್ಲಿ ಒಂದು ವಿಧವಳಿದ್ದಾಳೆ. അവള് ആമേൻ കരഞ്ഞിരിക്കുകയാണ്. ಆಕೆಯಲ್ಲಿ ಅಳುತ್ತಾ ಕೂತಿದ್ದಾರೆ. ദേശത്ത് മഴയുണ്ടായിട്ട് 6 മാസം കഴിഞ്ഞു. ಹಾಲೆ ದೇಶದಲ್ಲಿ ಮಳೆ ಬಂದು 6 ತಿಂಗಳ ಕಾಲವಾಯಿತು. ആമേൻ മൊത്തം ക്ഷാമമാണ്. ಹಾಲೆ ಅಲ್ಲೆಲ್ಲ ಬರಕಾಲವಾಯಿತು. ഇവള് ആമേൻ എല്ലാം ഈ ആമേൻ ചുരുക്കി 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 ജീവിച്ച് ആകെ ഒരടയ്ക്കുള്ള മാവ് ഇരിപ്പുണ്ട്. ಹಾಲೆಲೂಯ. ಆಕೆಯು ಎಲ್ಲ ಹಾಲೆಲೂಯ ಸ್ವಲ್ಪವಾಗಿ ಊಟ ಮಾಡಿ ಕೊನೆಯದಾಗಿ ಒಂದು ರೊಟ್ಟಿ ಕಿರಿದು ಹಾಲೆಲೂಯ ಇಟ್ಟು ಮಾತ್ರ എണ്ണയുമുണ്ട്. ಅಲ್ಲ ಸ್ವಲ್ಪ ಎಣ್ಣೆಯೂ ಉಂಟು. അവൾ തീരുമാനിച്ചു, ಆಕೆಯು ತೀರ್ಮಾನ ಮಾಡಿದಾಳೆ, ഇനി ആത്മഹത്യ ചെയ്യാം. ಇನ್ನು ನಾನು ಆತ್ಮಹತ್ಯೆಯನ್ನು ಮಾಡಿಕೊಳ್ಳೋಣ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. അപ്പം ജീവിതം വഴിമുട്ടി. ಜೀವಿತವನ್ನು ಆಕೆಗೆ ದಾರಿ ತಪ್ಪಿದಳು. സ്തോത്രം. ಆಮೆನ್. ಅಪ್ಪಳാണ് ദൈവം ಹಾಗಾಗಿದೆ ದೇವರು ഏലിയാവിനോട് പറയുന്നത്, ಏಲಿಯನ ಹತ್ರ ಹೇಳ್ತಾ ಇರುವುದು, സാരാഫാത്തിലേക്ക് ചെല്ലണം. ನೀನು ಸಾರಾಫಾತ್ ಊರಿಗೆ ಹೋಗ್ಬೇಕು. അവിടെ ಅಲ್ಲಿ നിന്നെ പോഷിപ്പിക്കാൻ ನಿನ್ನನ್ನು ಹಾಲೆಲೂಯ ಪೋಷಿಸುವುದಕ್ಕೆ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ಒಂದು ವಿಧವಳ ಹತ್ರ ನಾನು ಹೇಳಿದ್ದೀನಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್.
ആമേൻ. ദൈവം രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. ದೇವರು ಎರಡು ವಿಷಯಗಳಾಗಿದೆ ಅಲ್ಲಿ ಮಾಡ್ತಾ ಇರುವುದು. ഒരു കുടുംബത്തിന്റെ ആത്മഹത്യയെ മാറ്റുകയാണ്. ಅಲ್ಲಿ ಒಂದು ಕುಟುಂಬವು ಆತ್ಮಹತ್ಯೆ ಮಾಡಕ್ಕೆ ಹೋಗೋದು ತಡೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. തന്നെ സേവിച്ച സേവകനെ അവിടെ ഒളിപ്പിച്ച് സൂക്ഷിക്കുകയാണ്. ಆ ಮೇಘಾಲಯ ತನಗೆ ತನ್ನನ್ನು ಸೇವೆ ಮಾಡಿದ ಆ ಸೇವಕನನ್ನು ಅಲ್ಲಿ ಬಚ್ಚಿಡ್ತಾ ಇದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. ഏലിയാവ് ആ വീട്ടിൽ ചെന്നു. ಏಲಿನು ಆ ಮನೆಗೆ ಹೋಗಿ ತಲುಪಿದನು. അവളോട് പറഞ്ഞു, ಅವಳ ಹತ್ರ ಹೇಳಿದ್ರು, നിന്റെ അടുക്കൽ എന്താണുള്ളത്? ನಿನ್ನ ಹತ್ರ ಏನಿದೆ? സ്തോത്രം. ಆಮೆನ್. കഴിക്കാൻ എന്തെങ്കിലും താ. ಹಾಲು ನನಗೆ ತಿನ್ನುವುದಕ್ಕೆ ಏನೆಲ್ಲ ಕೊಡಿ. അവള് പറഞ്ഞു, ಆಕೆ ಹೇಳಿದಳು, ആകെ ഇവിടെ അല്പം മാവും എണ്ണയും ഉള്ളൂ. ಇಲ್ಲಿ ಸ್ವಲ್ಪ ಹಿಟ್ಟು ಮಾತ್ರ ಎಣ್ಣೆ ಮಾತ್ರ പിന്നെ അവള് ಇರೋದು. തോന്നുന്നു ഞങ്ങൾ മരിക്കാനിരിക്കുക. ಅಲ್ಲಿ ಅದನ್ನು ತಿಂದು ನಾವು ಸಾಯೋದಕ್ಕಾಗಿ ನೋಡ್ತಾ ಇದ್ದೀವಿ. പ്രവാചകൻ പറയുകയാണ്, ಆಗ ಪ್ರವಾದಿಯನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, നീ അത് എനിക്ക് ആദ്യം ഒരു അടയുണ്ടാക്കി തരിക. ಹಾಲಲ್ಲಿ ಆ ಹಿಟ್ಟಿನಿಂದ ನೀನು ಮೊದಲನೇದಾಗಿ ಒಂದು ರೊಟ್ಟಿಯನ್ನು ಮಾಡಿ ನನಗೆ ಕೊಡಿ. സ്തോത്രം. ಆಮೆನ್. ആ കൂടെ ಅದು ಜೊತೆಯಲ್ಲಿ ഒരു അനുഗ്രഹത്തിന്റെ വാക്കുകൂടെ പറഞ്ഞു. ಒಂದು ಆಶೀರ್ವಾದದ ಮಾತು ಕೂಡ ಹೇಳಿದನು. ഭൂമിയിൽ മഴ പെയ്യുന്നോടം വരെയും ಭೂಮಿಯಲ್ಲಿ ಮಳೆಯನ್ನು ಬರುವುದು ಬರೆಯಕು ആമേൻ നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, ನಿನ್ನ ಕಲದಲ್ಲಿ ಇರದ ಹಿಟ್ಟನ್ನು ಮುಗಿದು ಹೋಗುವುದಿಲ್ಲ, നിന്റെ ഭരണിയിലെ എണ്ണ കുറയത്തുമില്ല. ನಿನ್ನ ಭರಣಿಯಲ್ಲಿ ಇರದ ಎಣ್ಣೆಯನ್ನು ಹಾಲಲ್ಲಿ ತೀರಿ ಹೋಗುವುದು ಇಲ್ಲ. അനുഗ്രഹം എങ്ങനെയാ വരുന്നേ? ಆಶೀರ್ವಾದ ಹೇಗಾಗದೆ ಬರುದು. Praise the Lord. ಆಮೆನ್. അനുഗ്രഹം എങ്ങനെയാ വരുന്നേ? ಆಶೀರ್ವಾದ ಹೇಗೆ ಬರುತ್ತದೆ? ദൈവം പറഞ്ഞു തരികയാണ്, ದೇವರು ಹೇಳಿಕೊಡ್ತಾ ಇದ್ದಾರೆ, നിനക്കുള്ളത് ನಿನಕ್ಕಿರುವುದು നീ ദൈവനാമത്തിന് വേണ്ടി അർപ്പിക്കുമ്പോ ನೀನು ದೇವರ ನಾಮಕ್ಕೋಸ್ಕರವಾಗಿ നീ ಅರ್ಪಿಸುವಾಗ മരിക്കാനിരിക്കുകയാണ്. ನೀನು ಸಾಯೋದಕ್ಕೋಸ್ಕರವಾಗಿ നിന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ನಿನ್ನ ಕೈಯಲ್ಲಿ ಬೇರೆ ಏನೂ ಇಲ್ಲ. സ്തോത്രം. ಆಮೆನ್. എങ്കിലും നീ ಆದರೇലും ദൈവ ನೀನು ശബ്ദത്തിന് ചെവി ചായിച്ചാൽ, ದೇವರ ಶಬ್ದಕ್ಕೆ ಕಿವಿಯನ್ನು ഈ ಕೊಟ್ಟಿದ್ದಾರೆ. സ്ത്രീ ഇതിനു മുമ്പ് ദൈവ ശബ്ദം കേട്ടിട്ടില്ല. ಈ ಸ್ತ್ರೀ ಇದಕ್ಕೂ ಮುಂಚೆ ದೇವರ ಇವಳು ಶಬ್ದವನ್ನು ಯಹೂದ್ಯ ಸ್ತ್ರೀ ಕೇಳಲಿಲ್ಲ. ಅಲ್ಲ. ಈಕೆ ಒಂದು ಯಹೂದ ಸ್ತ್ರೀ ഇവക്ക് ಅಲ್ಲ. ഇസ്രായേലിന്റെ ദൈവം ആരാണെന്ന് അറിയത്തില്ല, ಈಕೆಗೆ ಇಸ್ರಾಯೇಲ್ನ ದೇವರು പ്രവാചകൻ ആരാണെന്ന് അറിയത്തില്ല. ಪ್ರವಾದಿ ಯಾರು ಅಂತ ಈಕೆಗೆ എങ്കിലും ಗೊತ್ತಿಲ್ಲ. ദൈവ ശബ്ദം അവൾ കേൾക്കുകയാണ്. ಆದ್ರೆ ದೇವರ ಶಬ್ದವು ಈಕೆ ಕೇಳ್ತಾ ഞാനിത് ಇದ್ದಾರೆ. കൊടുത്താൽ ನಾನಿದು ಕೊಟ್ರೆ എന്റെ പാത്രം നിറഞ്ഞിരിക്കും. ನನ್ನ ಪಾತ್ರವನ್ನು ತುಂಬಿ ഞാനിത് ತುಳುಕುತ್ತದೆ. കൊടുത്താൽ ನಾನಿದು ಕೊಟ್ರೆ എന്റെ എണ്ണപ്പാത്രം നിറഞ്ഞിരിക്കും. ನನ್ನ ಎಣ್ಣೆಯ ಪಾತ್ರ ತುಂಬಿ ತುಳುಕುತ್ತದೆ. ദൈവത്തിന്റെ പൈതലേ, ದೇವರ ಮಗುವೇ, 3 വർഷക്കാലം 3 ವರ್ಷ ಕಾಲ അവൾ പോയി നോക്കുമ്പോഴൊക്കെയും ಆಕೆ ಹೋಗಿ ನೋಡುವಾಗ ಎಲ್ಲ കർത്താവ് അവളുടെ അടുക്കളയിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരുന്നു. ಆ ಮೇಘಾಲಯಲ್ಲಿ ಆಕೆ ಕರ್ತನು ಆಕೆಗಾಗಿ ಅದ್ಭುತಗಳನ್ನು ಮಾಡ್ತಾನೆ ಇದ್ರು. ഇതുപോലെ അത്ഭുതം പിന്നെ നടന്നിട്ടില്ല. ಆಮೇಲೆ ಆತರವಾದ ಅದ್ಭುತಗಳು ಮತ್ತೆ നടಲಿಲ್ಲ. അവളുടെ മാവിന്റെ പ്രാർത്ഥന ಆಕೆಯ ಆ ಹಿಟ್ಟಿನ ಪಾತ್ರವು ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ಆಲೆ ಒಂದೊಂದು ಸರಿ ಆಕೆ ತೆಗಿವಾಗಲು അത്ഭുതം നടന്നുകൊണ്ടിരുന്നു. ಅಲ್ಲಿ ಅದ್ಭುತ അവളുടെ ಉಂಟಾಗುತ್ತದೆ. എണ്ണയുടെ പാത്രം ಆಲೆಯಲ್ಲಿ ಎಣ್ಣೆಯ ഓരോ ಪಾತ್ರವು പ്രാവശ്യം എടുക്കുമ്പോഴും ಒಂದೊಂದು ಸರಿ ಎಣ್ಣೆ ತೆಗಿವಾಗಲು അത്ഭുതം നടന്നുകൊണ്ടിരുന്നു. ಆ ಅದ್ಭುತಗಳು ನಡೀತಾ ಇದ್ರು. എന്തേ ഇതിന് കാരണം? ಏನಾಗಿದೆ ಅದಕ್ಕೆ ಕಾರಣ? എന്താ കാരണം? ಏನಾಗಿದೆ ಕಾರಣ? ആമേൻ. അവൾ അനുഗ്രഹത്തെ തെരഞ്ഞെടുത്തു. ಆಕೆಯು ಆಶೀರ್ವಾದವನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಳು. സ്തോത്രം. ಆಮೇಲೆ ഹല്ലേലൂയ. നീ ഇതെനിക്ക് തരിക, ನೀ ನನಗೆ ಇದು ಕೊಡಿ. ഞാൻ ഇസ്രായേലിന്റെ പ്രവാചകൻ. ಆಮೇಲೆ ನಾನು ಇಸ್ರಾಯೇಲ್ನ ಪ್ರವಾದಿ. സ്തോത്രം. ആമേൻ. നീ ഇതെനിക്ക് തരിക, ನೀ ನನಗೆ ಇದು ಕೊಡಿ. നിന്റെ പാത്രത്തിൽ എണ്ണ കുറയത്തില്ല, ನಿನ್ನ ಪಾತ್ರದಲ್ಲಿ ಎಣ್ಣೆಯನ್ನು ತೀರಿ നിന്റെ ಹೋಗುವುದಿಲ್ಲ. കലത്തിൽ മാവ് കുറയത്തില്ല. ನಿನ್ನ ಕಾಲಲ್ಲಿ ಪಾತ್ರದಲ್ಲಿ ഈ ಹಾಲು ദൈവശബ്ദം ಹಿಟ್ಟನ್ನು അവളുടെ ತೀರಿ ಹೋಗುವುದಿಲ್ಲ. ഹൃദയത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു. ಆಮೇಲೆ ಈ ದೇವರ ಶಬ್ದವಾಗಿದೆ ಆಕೆಯ ಹೃದಯದಲ್ಲಿ ಕೇಳ್ತಾ ಇದ್ದುದು. ഞാനൊരു കാര്യം പറയാം. ನಾನೊಂದು ವಿಷಯ ಹೇಳ್ತೀವಿ. കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുള്ള ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ಕೊಟ್ಟಿದ್ದ ഒരൊറ്റ കുടുംബം പോലും ಒಂದೇ ಒಂದು ಕುಟುಂಬ ಕೂಡಿ നശിച്ചു പോയിട്ടില്ല, ನಾಶವಾಗಿ ಹೋಗಲಿಲ್ಲ, അനുഗ്രഹം പ്രാപിക്കാതെ ഇരുന്നിട്ടില്ല. ಆಶೀರ್ವಾದ ಹೊಂದಾದ ಇರಲಿಲ್ಲ. ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരൊറ്റ കുടുംബം പോലും ಆಮೇಲೆ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಕೊಟ್ಟಿದ್ದ ಯಾವುದೇ ദൈവിക ಕುಟುಂಬವಾಗಲಿ വർദ്ധനവ് കാണാതിരുന്നിട്ടില്ല. ಆಮೇಲೆ ದೇವರಿಂದ ಒಂದು ಹಾಲಲ್ಲಿ ವರ್ತನವು ನೋಡಾದೆ ಇರಲಿಲ್ಲ. Praise the Lord. ಆಮೇಲೆ ആമേൻ. ഏലിയാവ് പറഞ്ഞത്, ಏಲಿನು ಹೇಳಿದು 3 വർഷക്കാലം 3 ವರ್ಷ ಕಾಲ ഞാൻ നിനക്ക് ജോലി തരാമെന്നല്ല, ನಾನು ನಿನಗೆ ಕೆಲಸ ಕೊಡ್ತೀನಿ ಎಂದಲ್ಲ, 3 വർഷക്കാലം 3 ವರ್ಷ ಕಾಲ നിന്റെ മാവിന്റെ പാത്രത്തിനകത്ത്, ಆಮೇಲೆ ನಿನ್ನ ಹಿಟ್ಟಿನ നിന്റെ ಪಾತ್ರ ಒಳಗಡೆ, കുടുംബത്തിനകത്ത് ನಿನ್ನ ಮನೆಯೊಳಗಡೆ, ഈ ക്ഷാമകാലത്തൊക്കെയും ಆಮೇಲೆ ಈ ಬರಕಾಲದಲ್ಲಿ ಎಲ್ಲ യഹോവയുടെ കരം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ಯೆಹೋವನ ಕರವನ್ನು എന്നും ಪ್ರಕಟವಾಗ್ತಾ രാവിലെ ಇರುತ್ತೆ. സ്തോത്രം, ಆಮೇಲೆ ದೇವರಿಗೆ എന്നും രാവിലെ ആരാധന. ಎಲ್ಲ ഡೈಲಿ ಬೆಳಿಗ್ಗೆ അവൾക്ക് ജോലി ചെയ്യണ്ട, ಅವಳು ಕೆಲಸ ദൈവത്തിന്റെ ಮಾಡಬೇಕಾಗಿಲ್ಲ. മഹത്വം കൊണ്ട് കുടുംബം നിറയുകയാണ്. ದೇವರ ಮಹಿಮೆಯಿಂದ ಕುಟುಂಬವನ್ನು ತುಂಬಲ್ಪಡ್ತಾ ಇದೆ. ಆಮೆನ್. Praise the Lord. Hallelujah. Hallelujah. ಆಮೆನ್. സ്തോത്രം. ಶಖವಾಲ ನಗರ ಬಶ. Hallelujah. Hallelujah. ആമേൻ. ಆಮೆನ್. Praise the Lord. ಆಮೆನ್. അപ്പോൾ
അനുഗ്രഹം വരാനുള്ള വഴി ಆಶೀರ್ವಾದ ಬರುವ ದಾರಿ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. ಅದು ಆಶೀರ್ವಾದ ಬರಬೇಕಾಗಿರುವ ಕಾರ್ಯಗಳು ಮಾಡೋದ ಮೂಲಕವಾಗಿದೆ. Praise the Lord. ಆಮೆನ್. Hallelujah. 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 Amen. ಆಮೆನ್. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ಅಬ್ರಹಾಮನ ಹತ್ರ ದೇವರು ಹೇಳಿದ ಒಂದು ವಿಷಯವುಂಟು. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ನಿನ್ನನ್ನು ಆಶೀರ್ವಾದ ಮಾಡುವವನು ನಾನು ಆಶೀರ್ವಾದ ಮಾಡ್ತೇನೆ. ഞാൻ ശപിക്കും. ನಿನ್ನನ್ನು ಶಾಪ ಮಾಡುವವನು ನಾನು ಶಾಪ ಮಾಡ್ತೇನೆ. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ಹಾಗ ദൈവം തെരഞ്ഞെടുത്തവരെ ದೇವರು ಆರಿಸಿಕೊಂಡಿದ್ದವನು വാ തുറന്ന് ಹಾಲೆ ಬಾಯನ್ನು ತೆರೆದು അനുഗ്രഹിച്ചാ മതി. ಆಶೀರ್ವಾದ ಮಾಡಿದರೆ ಸಾಕು. വീട്ടിൽ അനുഗ്രഹം വരും. ಆಮೇಲೆ ಮನೆಯಲ್ಲಿ ಆಶೀರ್ವಾದ ಬರುತ್ತದೆ. ഇവിടെ മുറുമുറുപ്പും പല്ലുകടിയും കഴിഞ്ഞിട്ട് എവിടെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്? ಆಮೇಲೆ ಎಲ್ಲಿ ಹಲ್ಲು ಕಚ್ಚೋದು ಹಲ್ಲೆಲೂಯ ಗುಣಗುಟ್ಟೋದು ಮುಗಿದು ಎಲ್ಲಿ ಆಶೀರ್ವಾದ ಮಾಡುವುದು? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മുറുമുറുപ്പും പല്ലുകടിയും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. ಅದರಿಂದ ಮೂಲಕವಾಗಿದೆ ಹಲ್ಲು ಕಚ್ಚುವುದು ಕಡಿಯುವುದು ಮತ್ತೆ ಗುಣಗುಟ್ಟೋದು ನಮ್ಮ ಮನೆಯಲ್ಲಿ ಮಾರಾದಿರುವುದು. പ്രൈസ് ലോർഡ്. ഞാനും എൻ്റെ കുടുംബം ഒഴിച്ച് എല്ലാവരും എങ്ങനെ ഇരിക്കണം? ನಾನು ನನ್ನ ಮನೆಯವರು ಬಿಟ್ಟು ಎಲ್ಲರೂ ಹೇಗೆ ಆಗಬೇಕು? എങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹം? ಹೇಗೆ ಇರಬೇಕು ಅಂತ ಇಚ್ಛೆ. സ്തോത്രം. ചിലർക്ക് ആരും നന്നാകുന്ന ഇഷ്ടമില്ല. ಕೆಲವರಿಗೆ ಯಾರು ಒಳ್ಳೇದಾಗುವುದು ಇಷ್ಟವಾಗುವುದಿಲ್ಲ. പിന്നെ ഇഷ്ടമുണ്ട് ആരാന്ന് വെച്ചാൽ കണ്ണി കാണാത്തവരും എന്നതാണ്. കണ്ണി കാണുന്നവരാരും നന്നാകരുത്. ಆಮೇಲೆ ನಮ್ಮ ಕಣ್ಣಲ್ಲಿ ನೋಡುವವರು ಯಾರು ಒಳ್ಳೇದಾಗಬಾರದು, ನಮ್ಮ ಕಣ್ಣಿಗೆ ದೂರ ಇರುವವರು ಯಾರೆಲ್ಲ ಒಳ್ಳೇದಾಗ್ಲಿ. അംബാനി നന്നായിരിക്കണം, അദാനി നന്നായിരിക്കണം, ಅಂಬಾನಿ ಅದಾನಿ ಅವರೆಲ್ಲ ಒಳ್ಳೇದಾಗಲಿ. കണ്ണി കാണുന്ന ഒരുത്തിനും എന്തെയില്ല. ಆಮೇಲೆ ನಮ್ಮ കണ്ണು ಮುಂದೆ ನೋಡುವವರು ಯಾರು അത് ಏನಾಗಬಾರದು. സ്വന്തമാകട്ടെ, ബന്ധമാകട്ടെ, വിശ്വാസിയാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, ആരും നന്നാകല്ല. ಅದು ಸ್ವಂತ ಬೆಂದದವರಾಗಲಿ ಜೊತೆಯಲ್ಲಿ ಹುಟ್ಟಿದವರಾಗಲಿ ವಿಶ್ವಾಸಿ ಆಗಲಿ ಯಾರು ಒಳ್ಳೇದಾಗುವುದು ಕೆಲವರಿಗೆ ಇಷ್ಟವಿಲ್ಲ. ബൈബിൾ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കൂ. ಬೈಬಲ್ ನಮಗೆ ಕಲಿಸಿಕೊಡುವುದು ನೀವು ನೋಡಿರಿ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ನಿನ್ನನ್ನು ಆಶೀರ್ವಾದ ಮಾಡುವವರನ್ನು ഞാൻ അനുഗ്രഹിച്ചോളാം. ನಾನು ಆಶೀರ್ವಾದ ಮಾಡುತ್ತೇನೆ. അനുഗ്രഹിക്കാൻ പഠിക്കുവോ? ಆಶೀರ್ವಾದ ಮಾಡಕ್ಕೆ ಕಲಿತೀರಾ? Praise the Lord. ಆಮೆನ್. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുവോ? ದೇವರ ವಾಗ್ದಾನದಲ್ಲಿ ನೀವು ನಂಬುತ್ತೀರಾ? തെരഞ്ഞെടുക്കുക. ನೀವು ಆರಿಸಿಕೊಳ್ಳಿರಿ. അനുഗ്രഹിക്കുന്ന വാക്കുകൾ തെരഞ്ഞെടുക്കുക. ಆಶೀರ್ವಾದ ಮಾಡುವ ദൈവമേ, ಮಾತುಗಳನ್ನು അവർ ನೀವು അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ಅವರು ಆಶೀರ್ವಾದ കർത്താവേ, അവർ നന്നായിരിക്കട്ടെ. ಕರ್ತನೇ ಅವರು ಒಳ್ಳೆಯದಾಗಿ ಇರಲಿ. ആമേൻ. അനുഗ്രഹം നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ಆಮೆನ್. ಆಶೀರ್ವಾದವು ನಾವು ಆರಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ. ശാപം ചൂസ് ചെയ്യുകയല്ല. ಶಾಪವನ್ನು ನಾವು ಆರಿಸಿಕೊಳ್ಳುವುದಲ್ಲ. Praise the Lord. ಆಮೆನ್. ദൈവം തെരഞ്ഞെടുത്തവരെ ശപിച്ചാൽ ದೇವರು ಆರಿಸಿಕೊಂಡವರನ್ನ ಶಾಪ ಮಾಡಿದರೆ ദൈവം അവരെ ശപിക്കും. ದೇವರು ಅವರನ್ನು ಶಾಪ ಮಾಡುತ್ತಾರೆ. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അനുഗ്രഹം എന്ത് ചെയ്യണം? ആശീർവാദವನ್ನು ನಾವು ಏನ್ അനുഗ്രഹം ಮಾಡಬೇಕು? എന്ത് ചെയ്യണം? ಆಶೀರ್ವಾದ ಏನ್ ಮಾಡಬೇಕು? ആമേൻ. നമ്മൾ ചൂസ് ചെയ്യണം. ನಾವು ಆರಿಸಿಕೊಳ್ಳಬೇಕು. ആമേൻ. എങ്ങനെയാ? നമ്മുടെ പ്രവർത്തികളിലൂടെ, ಹೇಗೆ? ನಮ್ಮ ಕ್ರಿಯೆಗಳ ಮೂಲಕ, വാക്കുകളിലൂടെ, ನಮ್ಮ ಮಾತುಗಳ ಮೂಲಕ. സ്തോത്രം. ಆಮೆನ್. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എബേസ് എങ്ങനെ അനുഗ്രഹം തെരഞ്ഞെടുത്ത്? ಎಬೇಜನು ಹೇಗೆ ಆಗಿದೆ ಆಶೀರ್ವಾದವನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದನು? പ്രാർത്ഥനയിലൂടെ. ಆತನು ಪ್ರಾರ್ಥನೆ ಮುಖಾಂತರ. വിധവ എങ്ങനെയാ തെരഞ്ഞെടുത്ത്? ವಿಧವಳು ಹೇಗೆ ಆಶೀರ್ವಾದ ಆರಿಸಿಕೊಂಡಿದ್ದಳು? അവൾക്കുണ്ടായിരുന്നത് ಆಕೆಗೆ ಇತ್ತಿದ್ದು ദൈവ പ്രവാചകനെ കൊടുത്തതിലൂടെ, ದೇವರ ಪ್ರವಾದಿಗೆ ಕೊಟ್ಟಿದ್ದು ಮೂಲಕ. സ്തോത്രം. ಆಮೆನ್. അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞേ? ಅಬ್ರಹಾಮನ ಹತ್ರ ದೇವರು ಏನ್ ಹೇಳಿದ್ರು? അബ്രഹാമേ, നീ പോകുമ്പോൾ ಅಬ್ರಹಾಮನ ನೀನು ಹೋಗುವಾಗ ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ ಯಾರಾದ್ರೂ ನಿನ್ನ ಆಶೀರ್ವಾದ അവനെ ಮಾಡಿದರೆ അനുഗ്രഹിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കും. ಅವರನ್ನೇ ಆಶೀರ್ವಾದ ಮಾಡೋದು ವಿಷಯ ನನಗೆ ಬಿಡ್ರಿ. Praise the Lord. ಆಮೆನ್. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഒത്തിരി വിഷയങ്ങൾ പറയാനുണ്ട്. ತುಂಬಾ ವಿಷಯಗಳು ಹೇಳೋದಕ್ಕೊಂಡು കടന്നുപോയി. ಆದ್ರೆ ಸಮಯವನ್ನು ಮುಂದೆ ಹೋಯ್ತು. ആമേൻ. ಆಮೆನ್. ഈ ഏലിയാവിന്റെ പിന്നാലെ എലീശ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. ಆಮೇಲೆ ಏಲಿಯನ ಹಿಂದೆ ಎಲೀಷನು ಹೋಗದ ವಿಷಯ ಎಲ್ಲರಿಗೂ ಗೊತ್ತುಂಟು. ശിഷ്യന്മാരെല്ലാരും പറഞ്ഞു, ಶಿಷ್ಯರು ಎಲ್ಲರೂ ಹೇಳಿದ್ರು, എടാ, നിന്റെ ഗുരു, ನಿನ್ನ ಗುರು ആമേൻ, ഇന്ന് എടുക്കപ്പെടും നിനക്കറിയാലോ. ಇವತ್ತು ಎತ್ತಲ್ಪಡ್ತಾರೆ ಎಂದು ನಿನಗೆ ಗೊತ್ತುಂಟ. പുള്ളിയുടെ കഥ ഇന്നുകൊണ്ട് അവസാനിക്കുക. ಅಲ್ಲ, ಆತನ ವಿಷಯ ಇವತ್ತೇ ಮುಗಿದು ಹೋಗುತ್ತಾ ಇದೆ. ഇനി നീ ആ പുള്ളിയുടെ പുറകെ നടക്കണ്ട. ಅಲ್ಲ, ಇನ್ನು ಮುಂದೆ ನೀನು ಆತನ ಹಿಂದೆ ನಡಿಬೇಕಾಗಿಲ್ಲ. സ്തോത്രം. ആമേൻ. ഈ കഥ അവസാനിക്കും തോന്നിക്കഴിഞ്ഞാൽ ഓടുന്നവരാണ് പകുതി പേരും. ಹಾಲೆ- തോന്നിയാ മതി. ಆಮೇಲೆ ಓಡಿದರೆ ಸಾಕು. ഈ എലീശ പ്രവാചകൻ എല്ലാ വില്ലേജിലും, ആമേൻ, എല്ലാ പട്ടണത്തിലും ഗ്രാമത്തിലും ശിഷ്യന്മാരുണ്ട്. ಹಾಲಲ್ಲಿ ಎಲಿಶನ್ಗೆ ಎಲ್ಲ ಏಲಿಯನಿಗೆ ಎಲ್ಲ ಪಟ್ಟಣದಲ್ಲಿನೂ ಎಲ್ಲ ಗ್ರಾಮದಲ್ಲಿನೂ ಶಿಷ್ಯರುಗಳು ಉಂಟು. ചെല്ലുന്നോടത്തെല്ലാം എലീശയോട് പറയാണ്, ಹೋಗದ ಕಡೆ ಎಲ್ಲ ಎಲೀಶನ ಹತ್ರ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിനക്കറിയാലോ ഈ പുള്ളിയുടെ കാലം തീരാൻ പോവാ, നീ നിന്റെ പണി നോക്ക്, പുറകെ നടക്കാതെ. ನಿನಗೆ ಗೊತ್ತಿದೆ ಅಲ್ಲ, ಹಾಲಲ್ಲಿ ಏಲಿಯನ ಕಾಲ ಮುಗೀತಾ ಬಂದು ಈತನಿಂದ ನೀನು ನಡಿಬೇಕಾಗಿಲ್ಲ. എലീശ പറയുന്നു, ಆ ಎಲೀಶ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നിങ്ങൾ മിണ്ടാതിരിക്കുക,
ನೀವು ಸುಮ್ಮನೆ ಇರಿ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ತುಂಬಾ ವಿಷಯಗಳು ಹೇಳೋದಕ್ಕುಂಟು. ആദ്യം ബേഥേലിലേക്ക് പോയി. ಮೊದಲನೇದಾಗಿ ಆತನು ಏಲಿಯನು ಬೆದಲಿಕ್ಕೆ ಹೋದ್ರು. അവിടുന്ന് എരികോവിലേക്ക് പോയി. ಅಲ್ಲಿಂದ ಎರಿಹೋ ಪಟ್ಟಣಕ್ಕೆ ಹೋದ್ರು. അവിടുന്ന് ഗിൽഗാലിലേക്ക് പോയി. ಅಲ್ಲಿಂದ ಗಿಲ್ಗಾಲಕ್ಕೆ ಹೋದನು. ഏലിയാവ് തടയുകയാണ്. ಅಲ್ಲಿ ಏಲಿಯಾವು ಹೋಗ್ತಾ ಇದ್ದಾನೆ. നീ തിരിച്ചു പോ. ಆ ಏಲಿಯನ್ನು ತಡೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನೀನು ವಾಪಸ್ ಹೋಗಿ ಅಂತ ಹೇಳಿದ್ರು. ಶಿಷ್ಯന്മാർ അവനെ തടയാൻ നോക്കുക. ಶಿಷ್ಯರು ಅವರನ್ನ ಆತನನ್ನು ತಡೆ ಮಾಡಕ್ಕೆ ನೋಡ್ತಾ ಇದ್ದಾರೆ. ನೀನು ವಾಪಸ್ ಹೋಗಿ. ആമേൻ. എരികോവിൽ വന്നപ്പോൾ, ಎರಿಹೋದಲ್ಲಿ ഗിൽഗാലിൽ വന്നപ്പോൾ, ಗಿಲ್ಗಾಲಲ್ಲಿ ಬರಬೇಕಂದ್ರೆ ആമേൻ, എലീശ പറയുന്നൊരു വാക്കുണ്ട്. ಏಲಿಶನು ಹೇಳ್ತಾ ಇರೋದು ಒಂದು ಮಾತುಂಟು. സ്തോത്രം. ആമേൻ. നിന്നാണ് ನಿನ್ನಿಂದ എന്റെ ജീവനാണ് നിന്നെ വിട്ടുപിരിയാൻ എന്നെ അനുവദിക്കരുത്. ಅಲ್ಲ, ನಿನ್ನಾണ് ನಿನ್ನ ಜೀವನ ಆದ್ರೆ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಬಿಡುವುದಕ್ಕೆ ನನ್ನನ್ನು ಅಲ್ಲ ಇಡಬಾರದು ಎಂದು. അപ്പോൾ ഏലിയാവ് ചോദിക്കാൻ, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം? ಅಲ್ಲಿ ಯಾವಾಗ ಏಲಿಯನು ಎಲಿಸನ ಹತ್ರ ಕೇಳ್ತಾ ಇದ್ರೆ, ನಾನು ನಿನಗೆ ಏನ್ ಮಾಡಿ ಕೊಡಬೇಕು ಅಂತ. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ಹಾಲಲ್ಲಿ ಯಾವಾಗ ಆತನ ಹೇಳ್ತಾನೆ, ನಿನ್ನ ಆತ್ಮನಿಗೆ ಹಾಲಲ್ಲುಯ್ಯ ಡಬಲ್ ಆಗಿದ ಪವರ್ ನನಗೆ ಬೇಕು ಅಂತ. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ ഏലിയാവ് പറയാണ്, ಆವಾಗ ಏಲಿಯನು നീ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ചോദിക്കുന്ന കാര്യം ഭയങ്കര കഷ്ടമുള്ള ഒരു അനുഗ്രഹമാണ്. ನೀನ್ ಕೇಳುವ ವಿಷಯವು ಬಹಳ ಕಷ್ಟವಿರೋದು ಒಂದು ಆಶೀರ್ವಾದವಾಗಿದೆ. ഏലിയാവ് എന്ന് പറഞ്ഞാൽ, ಅಲ್ಲಿ ಏಲಿನ ಹತ್ರ ಹೇಳಿದರೆ, ആമേ, കർമ്മേലിന്റെ കൊടുമുടിയിൽ ദൈവത്തിന്റെ തീ ഇറങ്ങിയ മഹാഭൃത്യനാണ്. ಆಮೇಲೆ ಕರ್ಮೇಲಿನ ಕಾಲಲ್ಲಿ ಬೆಟ್ಟದಲ್ಲಿ ದೇವರ ಬೆಂಕಿಯನ್ನು ಇಳಿಸಿದ ದೊಡ್ಡ ಪ್ರವಾದಿಯಾಗಿದ್ದಾನೆ ಆತನು. ഇസബേലിന്റെ 850 കള്ളപ്രവാചകന്മാരെ വെട്ടി ന്യായം വിധിച്ച ആമേ യുദ്ധവീരനായ പ്രവാചകനാണ്. ಆಮೇ ಇಸಬೇಲಿನ ಕಾಲಲ್ಲಿ 850 ಆಲಲ್ಲಿ ಕಳ್ಳ ಪ್ರವಾದಿಗಳನ್ನು ಸಾಯಿಸಿಬಿಟ್ಟ ದೊಡ್ಡ ಪ್ರವಾದಿಯಾಗಿದೆ ಎಲೀಷನು. 7 മഹാത്ഭുതങ്ങൾ ചെയ്തിട്ട് നിൽക്കുകയാണ്. ಆಮೇ ಹಾಲಲ್ಲಿ ಏಲಿನು 7 ಮಹಾ ಅದ್ಭುತಗಳನ್ನು ಮಾಡಿದವನು. എലീശ പറയുന്നു, ಎಲೀಷನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, എനിക്ക് അതിന്റെ ഇരട്ടി ചെയ്യണം. ಆಮೇ ನೀನ್ ಮಾಡಿದಕ್ಕಿಂತ എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ഡബിൾ ചെയ്യണം. ಆಮೇ ನನಗೆ ದೇವರ ഏലിയാവേ, നീ ചെയ്ത പോലെ അല്ല. ಏಲಿನೇ ನೀನ್ ಮಾಡಿದಂತೆ നീ ಅಲ್ಲ. പോകുന്നതിന് മുമ്പേ എനിക്ക് ഡബിൾ തന്നിട്ട് പോ. ನೀನು ಹೋಗೋದಕ್ಕೆ ಮುಂಚೆ ನಿನಗಿಂತ ಹೆಚ್ಚು ಪವರ್ ನನಗೆ ಕೊಟ್ಟು ಹೋಗಿ. ഏലിയാവ് പറഞ്ഞു, ಆದ್ರೆ ಏಲಿಯನ್ ಹೇಳಿದ್ರು, അസാധ്യമാണ് നീ ചോദിക്കുന്നത്. ಅದು ಅಸಾಧ್ಯವಾದ ವಿಷಯ ನೀನು ಕೇಳ್ತಾ ಇರುವುದು. പക്ഷേ ಆದರೆ ഞാൻ എടുക്കപ്പെടുമ്പോൾ, ನಾನು ಎತ್ತಲ್ಪಡುವಾಗ, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ, ನಾನು ಎತ್ತಲ್ಪಡುವುದು ನೀನು ನೋಡಿದರೆ, നീ ചോദിച്ച കാര്യം സംഭവിക്കും. ನೀನು ಕೇಳಿದ ವಿಷಯವನ್ನು ಸಾಧ್ಯವಾಗುತ್ತದೆ. യോർദാനിന്റെ മുമ്പിൽ വന്നു. ಯೋರ್ದಾನ್ ಮುಂದೆ ಬಂದರು. ഏലിയാവ് പുതപ്പെടുത്തു. ಏಲಿಯನು ಆತನ ಹೊದಿಕೆಯನ್ನು ತಗೊಂಡ್ರು. ആമേൻ, നദിയെ അടിച്ച് രണ്ടായിട്ട് പിളർന്നു. ಆಮೇಲೆ ಆ ಸಮುದ್ರವನ್ನು ಒಡೆದು 2 ಭಾಗವಾಗಿ അവർ ಮಾರ್ಪಡಿಸಿದರು. അപ്പുറത്ത് കടന്നു. ಅವರು ಆಚೆ ತಡಕ್ಕೆ ಹೋಗಿದರು. ദൈവം ചുഴലിക്കാറ്റിനെ അടിച്ചു. ಆಮೇಲೆ ದೇವರೊಂದು ಸುರುಳಿ ಗಾಳಿಯನ್ನು ಕಳಿಸಿದರು. അഗ്നിരഥങ്ങൾ വന്നു. ಅಗ್ನಿಯ ರಥಗಳನ್ನು ಕಳಿಸಿದರು. ദൈവത്തിന്റെ മഹാപ്രവാചകൻ ದೇವರ ಮಹಾಪ್ರವಾದಿಯು ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ಜೀವಂತವಾಗಿ ಪರಲೋಕಕ್ಕೆ ಎತ್ತಲ್ಪಡ್ತಾ ಇದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. മരിക്കാതെ എടുക്കപ്പെട്ട ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಮರಣವನ್ನು ನೋಡದೆ രണ്ടുപേരേ ഉള്ളൂ. ಎರಡೇ ವ್ಯಕ್ತಿಗಳು. ഒന്ന് ഹാനോക്ക്, ಒಂದು ಹಾನೋಕು, 2 ഏലിയാവ്. ಎರಡನೇದಾಗಿ ಏಲಿಯನು. ദൈവം ഈ മഹാഭൃത്തിനെ ജീവനോടെ എടുക്കുകയാണ്. ಆಮೇಲೆ ದೇವರ ಮಹಾಭೃತ್ಯನನ್ನು ಜೀವಂತವಾಗಿ ಎತ್ತುತ್ತಾ ಇದ್ದಾರೆ. താഴെ ചുഴലിക്കൊടുങ്കാറ്റ് അടിക്കുന്നു. ಆಮೇಲೆ ದೊಡ್ಡ ಸುರುಳಿ ಬಿರುಗಾಳಿಯನ್ನು ಹೊಡಿತಾ ಇದೆ. പൊടി കേറി നിൽക്കുകയാണ്. പൊടി ಪೂರ್ತಿಯಾಗಿ ಧೂಳನ್ನು ತುಂಬಲ್ಪಟ್ಟಿದೆ. ഏലിയാവിനെ നോക്കാൻ പറ്റത്തില്ല. ಏಲಿಯನ್ನು ನೋಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. ಆದರೆ ഏലീശ കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കുക. ಏಲೀಷನು ಕಣ್ಣನ್ನು ಮುಚ್ಚದೆ ಆತನನ್ನು ನೋಡ್ತಾ ಇದ್ದಾರೆ. അവസാനം ಕೊನೆಯದಾಗಿ ഏലീശയുടെ മുകളിൽ നിന്ന് ಏಲೀಷನ ಮೇಲೆಯಿಂದ പുതപ്പ് താഴേക്ക് ಆ വീണു. ಹೊದಿಕೆಯನ್ನು ಮೇಲೆ ಕೆಳಗಡೆ ಬಿತ್ತಿದೆ. ഏലീശ അത് എടുത്തു. ಆಲೆ ಏಲೀಷನ ಕಂಬಳಿ ತಗೊಂಡ್ರು. യോർദാന്റെ അടുക്കൽ വന്നു. ಯೋರ್ದಾನ್ ಹತ್ರ ಬಂದಿದೆ. ആ യോർദാനെ അടിച്ചു. ಆ ಯೋರ್ದಾನನ್ನು ആ ಹೊಡೆದರು. യോർദാൻ രണ്ടാമത് പിന്നെയും പിളർന്നു. ಆ ಯೋರ್ದಾನ್ ಸಮುದ್ರ 2 ಭಾಗವಾಯಿತು. Praise the Lord. ಆಮೆನ್. ജോഷുവയുടെ കാലത്ത് ಆಮೇಲೆ ಯೋಶುವದ ಕಾಲದಲ್ಲಿ ദൈവത്തിന്റെ പെട്ടകം ದೇವರ ಮಂಜೂಷವನ್ನು യോർദാനിൽ ചവിട്ടിയപ്പോൾ ಯೋರ್ದಾನಲ್ಲಿ ಹಲೆ ಮುಟ್ಟಿದ പിളർന്ന ತಕ್ಷಣ പോലെ ಆಲಲ್ಲಿ ಎರಡಾಗಿ ಭಾಗಿಸಿ ഏലിയാവിന്റെ പുതപ്പ് കൊണ്ട് ಏಲಿಯನ ಹೊದಿಕೆಯಿಂದ യോർദാൻ പിളർന്ന പോലെ ಯೋರ್ದಾನನ ಹಲೆ ഏലീശയുടെ പുതപ്പ് കൊണ്ട് ಏಲಿಷನ ಹೊದಿಕೆಯಿಂದ യോർദാൻ പിന്നെയും പിളർന്നു. ಯೋರ್ದಾನ್ ಮತ್ತೆ ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, ಇವತ್ತಾಗಲಿದ್ರೆ ಬೆಳೆಯನ್ನು ಹೇಳ್ತೀನಿ. വില മുടക്കിയാൽ, ನಿನ್ ಬೆಲೆಯನ್ನು ಕೊಟ್ರೆ, നീ വില മുടക്കിയാൽ ನಿನ್ ಬೆಲೆ ಕೊಟ್ರೆ നിശ്ചയമായും ನಿಶ್ಚಯವಾಗಿ അനുഗ്രഹിക്കപ്പെട്ട ಆಶೀರ್ವಾದ ഒരു ശുശ്രൂഷയുടെ പുതപ്പ്, ಒಂದು ಶುಶ್ರೂಷೆಯ ഒരു ಹೊದಿಕೆ, ആത്മമണ്ഡലത്തിന്റെ പുതപ്പ്, ನಿನ್ನ ಒಂದು ಆತ್ಮ ഒരു ಮಂಡಲದ ഇരട്ടിപ്പങ്കിന്റെ പുതപ്പ് ಒಂದು ರೆಟ್ಟಿಪಾಲು നീ വില ಒಂದು മുടക്കിയാൽ ನಿನ್ ಬೆಲೆಯನ್ನು ಕೊಟ್ಟಿದ್ರೆ നിന്റെ മേൽ വീഴുമെന്ന് ಆಮೇಲೆ ನಿನ್ನ ಮೇಲೆ പരിശുദ്ധാത്മാവ് ಬೀಳುತ್ತೆ പറയുക. ಅಂತ ಪವಿತ್ರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കണ്ടേ? വില മുടക്കി അനുഗ്രഹം ಹೇಗಾಗಿದೆ ಆಶೀರ್ವಾದ ಹೊಂದಿಕೊಳ್ಳೋದು, ಬೆಲೆಯನ್ನು ಕೊಟ್ಟಿ. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. എലീശ
ഇരട്ടി പ്രവചിച്ചു, ಆಮೇ ಎಲಿಷನು ಹಾಲೆಲೂಯ ഇരട്ടി അത്ഭുതം ചെയ്തു. ಡಬಲ್ ಪೋರ್ಷನ್ ಆಗಿ ಡಬಲ್ ಆಗಿ ശുശ്രൂഷ ഏറ്റെടുത്തു. ಶುಶ್ರೂಷೆಗೆ ಹೊಂದಿಕೊಂಡ್ರು. അത് ഞായറാഴ്ച വന്ന് തല കാണിച്ചിട്ട് പോയിട്ടല്ല, ಅದು ಭಾನುವಾರ ಬಂದು ತಲೆ ತೋರಿಸ್ಕೊಟ್ಟು ಹೋಗಿದ್ದಕ್ಕಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഞായറാഴ്ച ഓടി വന്ന് ശുശ്രൂഷ പ്രാപിച്ചിട്ട് പോവല്ല. ಆಮೇ ಭಾನುವಾರ ಮಾತ್ರ ಬಂದು ಶುಶ್ರೂಷೆನೆ ಹೊಂದಿಕೊಂಡು ಹೋಗಿದ್ದಲ್ಲ. ಅದು അവൻ എരികോവിലൂടെ പോയിട്ടാണ്. ಆತನು ಎರಿಹೋವಲ್ಲಿ ಹೋಗಿ ഗിൽഗാലിന്റെ അനുഭവത്തിലൂടെ പോയിട്ടാണ്. ಆತನು ಗಿಲ್ಗಾಲಿನ ಅನುಭವದಲ್ಲಿ ಹೋಗಿದ മരണ യോർദാന്റെ അനുഭവത്തിലൂടെ പോയിട്ടാണ്. ಆತನು ಮರಣ ಯೋರ್ದಾನ್ ಅನುಭವದಲ್ಲಿ ബെഥേലിന്റെ അനുഭവത്തിലൂടെ പോയിട്ടാണ്. ಆತನು ಬೆಥೇಲಿನ ಅನುಭವದಲ್ಲಿ ಹೋಗಿದ ಮೂಲಕ ആരാധന കെട്ടരെന്ന് പറഞ്ഞ ഭൂമിയിൽ, കെട്ടരുത് എന്ന് പറഞ്ഞ എരികോവിൽ, ಕಟ್ಟಬಿಚ್ಚಲ್ಪಟ್ಟ ಎರಿಹೋವದಲ್ಲಿ, കെട്ടരുത് എന്ന് പറഞ്ഞ ഭൂമിയിൽ, ಕಟ್ಟಬಾರದು ಅಂತ ಹೇಳಿದ ಭೂಮಿಯಲ್ಲಿ അവൻ കടന്നു ചെന്നു. ಆತನು ಹೋದನು. നിന്ന ഉരുട്ടിക്കളഞ്ഞ ನಿನ್ನೆಯನ್ನು ಉರುಳಿಸಿಬಿಟ್ಟು ഗിൽഗാലിൽ അവൻ പോയി. ಗಿಲ್ಗಾಲಲ್ಲಿ ಆತನು ಹೋಗಿದನು. വേനൽക്കാലത്തും മഴക്കാലത്തും ಬೇಲ್ಕಾಲದಲ್ಲಿ ಬಿಸಿಲು ಕಾಲದಲ್ಲಿ മരണ യോർദാൻ ഒഴുകി ಮರಣ ಯೋರ್ದಾನ್ എല്ലാവരെയും നശിപ്പിച്ചാലും ಎಲ್ಲರನ್ನು ನಾಶ ഒരു ശുശ്രൂഷ പ്രാപിപ്പാൻ, ಒಂದು ಶುಶ್ರೂಷೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳೋದಕ್ಕೆ സങ്കടം നോക്കാതെ, ಹಾಲೆಲೂಯಾ, സാഹചര്യം നോക്കാതെ, ಸನ್ನಿವೇಶಗಳು ನೋಡದೆ, ആമേ പ്രതിസന്ധികൾ നോക്കാതെ, ಪ್ರತಿಸಂಧಿಗಳು ನೋಡದೆ, ശത്രുവിന്റെ ബലത്തെ നോക്കാതെ ಶತ್ರುವಿನ അവൻ നടന്നുകൊണ്ടേയിരുന്നു. ಆತನು ನಡೀತಾನೆ. അവൻ നടന്നുകൊണ്ടേയിരുന്നു. ಆತನು ನಡೀತಾನೆ. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, അനുഗ്രഹം വരുന്ന വഴി ಆಶೀರ್ವಾದ ಬರುವ അത് ದಾರಿ കഠിനമായ പാതകളാണ്. ಅದು ಬಹಳ ಕಠಿಣವಾದ ശുശ്രൂഷകൾ ಹಾದಿಗಳು. വരുന്ന വഴി ಆ ಶುಶ್ರೂಷೆ അത് ಬರುವ ದಾರಿ സമർപ്പണത്തിന്റെ ಅದು പാതകളാണ്. ಸಮರ್ಪಣದ ദൈവത്തിന് ಹಾದಿಗಳಾಗಿದೆ. മഹത്വം ഉണ്ടാകട്ടെ. ದೇವರಿಗೆ ಮಹಿಮೆ ഏറ്റെടുക്കാൻ ಉಂಟಾಗಲಿ. പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക. ಹೊಂದಿಕೊಳ್ಳುವವರಿಗೆ ഒരു ಆತನು സമർപ്പണം ഇല്ലാതെ ಒಂದು ಸಮರ್ಪಣೆ ആർക്ക് ಇಲ್ಲದೆ ശുശ്രൂഷ പ്രാപിക്കാൻ പറ്റത്തില്ല. ಆತ್ಮ ಶುಶ್ರೂಷೆ ಹೊಂದಿಕೊಳ್ಳಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ಆಮೇನ್ ಖಬಾಲಗ ಶಂದಲ್ ಕಡಿಬಾಲಗ ನಗರ ವರ್ಷ ಅದರ ಜಮನ ಕಡಬಲ್ ಕರಿಬಾಲಗ ನಗರ ವರ್ಷ. ಆಮೇನ್ ഹല്ലേലൂയ. ആമേൻ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ಒಂದು ವಿಷಯ ಕೂಡ ಹೇಳಿ ನಿಲ್ಲಿಸ್ತೀನಿ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാനാവിലെ കല്യാണത്തിന് ಕಾನಾನೂರಿನ ಕಲ್ಯಾಣದಲ್ಲಿ ಶಿಷ್യರು ഗസ്റ്റുകളുടെ മുമ്പിൽ ಗೆಸ್ಟ್ಗಳ ಮುಂದೆ വെള്ളം കോരാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ, ಆಮೇಲೆ ನೀರನ್ನು ಸೇರೋದಕ್ಕೆ ಅವರು ರೆಡಿಯಾಗಿ ಇರಲಿಲ್ಲ ಅಂದ್ರೆ, ഗസ്റ്റുകൾ കാണാത്ത അത്ഭുതം, ಅಲ್ಲಿ ಆ ಅತಿಥಿಗಳು ನೋಡಾದಿರದ ಅದ್ಭುತವು അവർക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അവർക്ക് നോಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇರಲಿಲ್ಲ. ഗസ്റ്റുകളൊക്കെ വിചാരിച്ചു ಅಲ್ಲಿ ಅತಿಥಿಗಳನ್ನ ನೆನೆಸ್ಕೊಂಡು ഇത് എവിടെയോ മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നതാണ്. ಅಲ್ಲಿ ಅತಿಥಿಗಳು ನೆನೆಸ್ಕೊಂಡಿದ್ದಾರೆ, ಇದೆಲ್ಲೋ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಹೋಗಿ തಗೊಂಡ್ಬಂದಿದ್ದಾರೆ. മാത്രം അറിഞ്ഞു. ಆದ್ರೆ ಶಿಷ್ಯರುಗಳು ಮಾತ್ರ ಅದು ತಿಳಿದುಕೊಂಡಿದ್ದರು യേശുവിന്റെ മഹത്വം. ಆಮೇಲೆ ಯೇಸು ಸ್ವಾಮಿಯ ಮಹಿಮೆಯು. വെള്ളം കോരുന്നവർ അത് കാണും. ಆಮೇಲೆ ನೀರನ್ನು ಸೇರುವುದಕ್ಕೆ ಅದಕ್ಕೆ ನೋಡಕ್ಕೆ ಸಾಧ್ಯ. കൽപാത്രം ചുമക്കുന്നവർ അത് കാണും. ಕಲ್ಪಾತ್ರಗಳನ್ನು ಹೊತ್ತಿಕೊಂಡು മനസ്സിലാവുന്നുണ്ടോ? ಸಾಧ್ಯ. വെള്ളം കോരുന്നവർ അത് കാണും. ಆಮೇಲೆ ನೀರನ್ನು ಸೇರುವವರೆಗೂ ನೋಡಕ್ಕೆ ಸಾಧ್ಯ. കൽപാത്രം ചുമക്കുന്നവർ അത് കാണും. കൽപാത്രಗಳನ್ನು ಹೊತ್ತಿಕೊಳ್ಳುವವರೆಗೂ ನೋಡಕ್ಕೆ സാധ്യ. ಸಾಧ್ಯ. മുമ്പിൽ അപമാനിക്കപ്പെട്ടാലും ಆಮೇಲೆ 10 ಜನರ ಮುಂದೆ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിനെ കാണിച്ചിരിക്കും. ಆಮೇಲೆ ದೇವರ ಮಹಿಮೆಯನ್ನು ದೇವರು ನಮಗೆ ತೋರಿಸಿಕೊಡ್ತಾರೆ. വിശ്വസിക്കുന്നു? ನಂಬುತ್ತೀರಾ? ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നത് വിശ്വസിക്കുന്നു. തകൾത്തിനെ ಬೇಳೆಯಲ್ಲಿ ഞാൻ 10 പേരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടാലും ನಾನು ಜನರ ಮುಂದೆ ಅಪಮಾನ ಹೊಂದಿದ್ರೆ ഞാൻ യേശുവിന്റെ മഹത്വം കാണും. ನಾನು ಯೇಸುವಿನ ಮಹಿಮೆಯನ್ನು ನೋಡ್ತೀನಿ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಆಮೆನ್. ಜೀಸಸ್. വിശ്വസിച്ചാ മതി. ನಂಬಿದರೆ ಸಾಕು. വിശ്വസിച്ചാ മതി. ನಂಬಿದರೆ ಸಾಕು. ഹല്ലേലൂയ. 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 രാത്രി മുഴുവൻ അധ്വാനിച്ചു, രാത്രി പൂർത്തിയാಗಿ ಅಧ್ವಾನಿಸಿ ഒന്നും കിട്ടിയില്ല. ಏನು ಸಿಕ್ಕಲಿಲ್ಲ. എങ്കിൽ നിന്റെ വാക്ക്, ആದ್ರೆ ಒಂದು ಮಾತು, നിന്റെ വാക്ക് നിನ್ನ ഞങ്ങളുടെ ಮಾತು കഴിവിന്റെ അപ്പുറത്ത്, ഹല്ലേലൂയ, ഞങ്ങളുടെ ജ്ഞാനത്തിന്റെ അപ്പുറത്ത്, ನಮ್ಮ ಜ್ಞಾನಕ್ಕೆ ಹೆಚ್ಚಾಗಿ, ഞങ്ങളുടെ അനുഭവത്തിന്റെ അപ്പുറത്ത് ನಮ್ಮ ಅನುಭವಕ್ಕಿಂತ നിന്റെ ಹೆಚ್ಚಾಗಿ വാക്കിന് ಆಮೇಲೆ ನಿನ್ನ വലയൊന്ന് ಮಾತಿಗೆ ഇറക്കട്ടെ കർത്താവേ. ನಾವು ಬಲೆಯನ್ನು അപ്പോൾ ആ ಇಳಿಸಲಿಕ್ಕೆ മഹത്വം കാണുന്നത് ಹಾಗಾಗಿ വിശ്വാസത്തോടെ ನಂಬಿಕೆಯಿಂದ നിങ്ങളൊന്ന് പറഞ്ഞ് ನೀವು ಅದು ಹೇಳಿರಿ. ഒരു ചുവട് ഏറ്റെടുത്ത് വെച്ചേ. ಆಮೇಲೆ ಒಂದು ಹೆಜ್ಜೆ ಮುಂದೆ ಇಡಿರಿ. ഞാൻ ಒಂದು ചുവട് ഏറ്റെടുത്തേ. ಆಮೇಲೆ ಒಂದು ಹೆಜ್ಜೆ ഒരു ചുവട് വെച്ചേ. ಆಮೇಲೆ ഒരു തീരുമാനം എടുത്തേ. ಒಂದು ತೀರ್ಮಾನ ಹೊಂದಿಕೊಳ್ಳಿರಿ. നിന്റെ വാക്കിന് ನಿನ್ನ ಮಾತಿಗೆ ഞാൻ വല ഇറക്കാം. ನಾನು ಬಲೆಯನ್ನು ಇಳಿಸ್ತೀನಿ. അപ്പൻ പറഞ്ഞ വാക്കിന് ತಂದೆ ಹೇಳಿದ ഞാൻ വല ಮಾತಿಗೆ ഇറക്കിക്കൊള്ളാം. ನಾನು ಬಲೆಯನ್ನು ಹಾಕ್ತೀನಿ. യേശുവേ, ಯೇಸುವೇ, എന്റെ അനുഭവമല്ല, ನನ್ನ ಅನುಭವವಲ್ಲ, എന്റെ ബുദ്ധിയല്ല, ನನ್ನ ಬುದ್ಧಿಯಲ್ಲ, എന്റെ ജ്ഞാനമല്ല, ನನ್ನ ಜ್ಞಾನವಲ್ಲ, ആരൊക്കെയോ പറഞ്ഞ അവൻ മുടന്ത ന്യായങ്ങളല്ല. ಯಾರ್ಯಾರೋ ಹೇಳಿದ ഞാൻ ಚಿಕ್ಕದ വിശ്വാസത്തിന്റെ കണ്ണിനാൽ ನಾನು നീ ನಾಳೆಲ್ಲ എനിക്ക് ನಂಬಿಕೆಯನ್ನು വേണ്ടി ನೋಡ್ತೇನೆ. ഒരുക്കിയിട്ടുള്ളത് ನೀ ನನಗೋಸ್ಕರ ആത്മാവിൽ കാണുകയാണ്. ആത്മದಲ್ಲಿ ഒരു ನೋಡ್ತಾ കണ്ണ് ಇದೆ. കണ്ടിട്ടില്ല, ಒಂದು കണ്ണ് ഒരു ചെവി കാണില്ല, കേട്ടിട്ടില്ല, ಒಂದು ಕಿವಿ ഒരു മനുഷ്യനിൽ കേಳಿಲ್ಲ, തോന്നിയിട്ടില്ല. ಒಂದು മനുഷ്യನಿಗೆ ഞാൻ ആത്മാവിൽ തോന്നില്ല. കാണുന്നു, ನಾನು ಆತ್ಮದಲ್ಲಿ അവൻ എനിക്ക് വേണ്ടി ಕಾಣುತ್ತದೆ. നന്മയായത് ചെയ്യും. ಆತನು ನನಗೋಸ್ಕರವಾಗಿ ಒಳ್ಳೆತನಗಳು ಮಾಡುತ್ತಾರೆ. ಆಮೆನ್. ഹല്ലേലൂയ.
Praise the Lord. Amen. Hallelujah. Hallelujah. ദൈവ മഹാത്ഭുതങ്ങളുടെ ദൈവമാണ്. ದೇವರು ಮಹಾತ್ಭುತಗಳ ದೇವರಾಗಿದ್ದಾರೆ. ആമേൻ. പൗലോസ് പറയുന്ന ഒരു വാക്ക്, ಪೌಲನು ಹೇಳುವ ಒಂದು ಮಾತುಂಡು. ആമേൻ. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെയുണ്ട്. ಫಿಲಿಪ್ಪಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಹೀಗೆ ಉಂಟು, അവൻ എനിക്ക്, ಆತನ್ ನನಗೆ, ആമേൻ, മകൻ അപ്പന് ചെയ്യുന്ന പോലെ ചെയ്തു. ತಂದೆಯು ಮಗನಿಗೆ ಮಾಡುವಂತೆ ಮಾಡಿದರು. എനിക്ക് തുല്യചിത്തനായി, ನನಗೆ ಸಮಚಿತ್ತನಾಗಿ, അവൻ ഒഴിച്ച് മറ്റൊരുവിനെയും ഞാൻ കാണുന്നില്ല. ಹಾಲೆಲೂಯ. ಅವನನ್ನು ಬಿಟ್ಟು ಬೇರೆ ಯಾರನ್ನೇ ನಾನು ನೋಡ್ತಾ ಇಲ್ಲ. Praise the Lord. ಆಮೆನ್. തിമോത്തിയോസിനെ കുറിച്ച് ತಿಮೋತಿಯನ ಕುರಿತು ഒരു മഹാ അപ്പസ്തോലൻ പറയുകയാണ്. ಒಂದು ಮಹಾ ಅಪೊಸ್ತಲನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, അവൻ എന്നെ, ಅವൻ ನನ್ನ മകൻ അപ്പനെ പരിചരിക്കുന്ന പോലെ പരിചരിച്ചു. ಒಂದು ಮಗ ತಂದೆಯನ್ನು ಪರಿಚರಣೆ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಪರಿಚರಣೆ ಮಾಡಿದ್ದಾರೆ. മുന്നോട്ട് വരുമ്പോൾ, ಮುಂದೆ ಬರುವಾಗ, ആമേൻ, മറ്റ് സഭകളോട് പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, ಬೇರೆ ಸಭಗಳ ಹತ್ರ ಪೌಲೋಸ್ ಅಪೊಸ್ತಲನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഞാൻ അവനെ അയക്കുന്നു, ನಾನು ಅವನನ್ನು ಕಳಿಸುತ್ತಾ ಇದ್ದೀನಿ. ഞാൻ വരുന്ന പോലെയാണ് അവൻ വരുന്നത്. ಹಾಲೆ ನಾನ್ ಬರುವಂತೆ ಅವನು ಬರ್ತಾ ഞാൻ ಇದ್ದಾನೆ. വരുന്ന പോലെ അവൻ വരാൻ കാരണം, ನಾನ್ ಬರುವಂತೆ ಅವನ್ ಬರುವುದಕ್ಕೆ ಕಾರಣ, അവൻ ഇതിന്റെ പിന്നിൽ സഹിച്ച കഷ്ടതയാണ് എനിക്ക് വേണ്ടി. ಹಾಲೆಲೂಯ. ಆತನ ಹಿಂದೆ ದೊಡ್ಡ ಕಷ್ಟದಿಂದ Praise the Lord. ഒരു തിമോത്തിയായി തിമോത്തി മാറിയത്, ಒಂದು ತಿಮೋತಿಯಾಗಿ ತಿಮೋತಿ ಮಾರಲ್ಪಟ್ಟಿದ್ದು, ഒരു മകൻ അപ്പന് ചെയ്യുന്ന പോലെ അവൻ നിന്ന് ചെയ്തിട്ടാണ്. ಆಮೇ ಒಂದು ಮಗನು ತಂದೆಗೆ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಮಾಡಿದ ಮೂಲಕ. തിമോത്തിയോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ತಿಮೋತಿನ ಹತ್ರ ಪೌಲೋಸ್ ಅಪೊಸ್ತಲನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, നീ ഇടയന്മാരെ ആക്കി വെക്കണം. ಹಾಲೆಲೂಯ. ನೀವು ಹಾಲೆಲೂಯ ಕುರುಬರನ್ನು ಹಾಲೆಲೂಯ കാരണം ಹಾಕಿ എന്തുവാ? ಇಡಬೇಕು. ആക്കി വെക്കാൻ തക്കവണ്ണമുള്ള ഒരു അധികാരത്തിൽ അവൻ എത്തി. ಆಮೇ ಹಾಲೆಲೂಯ. ಅವರನ್ನ ನೇಮಿಸಿ ಇಡುವ ಒಂದು ಹಾಲೆಲೂಯ ರೀತಿಯಲ್ಲಿ ಆತನು എങ്ങനെ എത്തി? ಹೇಗೆ ಆತನ ತಲುಪಿದ್ರು ಅಲ್ಲಿ? അതിന്റെ പിന്നിൽ, ಅದನ್ನ ಹಿಂದೆ ആ അപ്പസ്തോലിനെ ശുശ്രൂഷിച്ച ശുശ്രൂഷയുടെ വലിയൊരു ചരിത്രമുണ്ട്. ಆ ಅಪೊಸ್ತಲನಿಗೆ ಮಾಡಿದ ಶುಶ್ರೂಷೆಯ ಒಂದು ದೊಡ್ಡ ಚರಿತ್ರ ಉಂಟು. ഓരോരുത്തർക്കും അനുഗ്രഹം വെറുതെ വരത്തില്ല. ಯಾರಿಗೂ ಆಶೀರ್ವಾದವ ಸುಮ್ಮನೆ ಸಿಕ್ಕುವುದಿಲ್ಲ. Praise the Lord. ಆಮೆನ್. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കും. ಆಮೆನ್. ತನ್ನ ಪ್ರಿಯನೋ ಅದು ನಿದ್ರೆಯಲ್ಲಿ ಕೊಡ್ತಾ ಇದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. അവന് പ്രിയനായിരുന്നാൽ അത് ഉറക്കത്തിൽ വരും. ಆತನಿಗೆ ಪ್ರಿಯನಾಗಿ ನಾವು ಇದ್ದರೆ ಅದು ನಿದ್ರದಲ್ಲಿನೇ ದೇವರು ಕೊಡ್ತಾರೆ. Praise the Lord. ಆಮೆನ್. Praise the Lord. ಆಮೆನ್. ഞാനിത് പറയുന്ന വിഷയങ്ങളിലേക്ക് ನಾನಿವತ್ತು ಹೇಳುವ നിങ്ങളുടെ ವಿಷಯಗಳಲ್ಲಿ ആത്മാവ് വരട്ടെ. ನಿಮ್ಮ ಆತ್ಮನು ಬರಲಿ. ഞാൻ പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ಹಲವಾರು ವಿಷಯಗಳ ಕುರಿತಾಗಿ ಹೇಳಿಕೊಟ್ಟಿದ್ದೆ. ഭൗതികമായ ഒരു വിടുതലിനെ കുറിച്ച് പറഞ്ഞു. ಭೌತಿಕವಾದ ಒಂದು ಬಿಡುಗಡೆಯ ಕುರಿತು ಹೇಳಿದ್ರು. ഒരു ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു. ಒಂದು ಶುಶ್ರೂಷೆಯ ಕುರಿತು ಹೇಳಿದ್ರು. ഒരു രോഗത്തിൽ നിന്ന് വിമുക്തിയെ കുറിച്ച് പറഞ്ഞു. ಒಂದು ರೋಗದಿಂದ ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳೋದನ್ನ ಕುರಿತಾಗಿ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയെ കുറിച്ച് ಒಂದು പറഞ്ഞു. ಅಭಿಷೇಕದ ಸುರುವಿಕೆ ಕುರಿತಾಗಿ ಹೇಳಿದ್ರು. ഒരു വലിയ ശുശ്രൂഷകനാകാനുള്ള വഴികളെ കുറിച്ച് ಒಂದು പറഞ്ഞു. ದೊಡ್ಡ ಶುಶ್ರೂಷನಾಗಬೇಕಾಗಿರೋ ದಾರಿಗಳ ಕುರಿತಾಗಿ ಹೇಳಿಕೊಟ್ಟಿದೆ. എല്ലാറ്റിന്റെയും പിന്നിൽ ಎಲ್ಲಾತಿನ ಹಿಂದೆಗಡೆ വലിയ സമർപ്പണമുണ്ടായി. ಆಮೇ ದೊಡ್ಡ ಸಮರ್ಪಣ ಉಂಟು. കണ്ണുകൾ അടയ്ക്കാം. ಆಮೇ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ನಾವು ಮುಚ್ಚೋಣ. ഇതിനകത്തൊരു കുറുക്ക് വഴിയില്ല. ಇದನ್ನೊಳಗಡೆ ಒಂದು ಶಾರ್ಟ್ ಕಟ್ ಇಲ್ಲ. ആരും വിചാരിക്കണ്ട. ಯಾರು ನೆನೆಸಬೇಡಿ. നിങ്ങൾ വരും, നിങ്ങൾ പോകും. ನೀವು ಬರ್ತಾರೆ, നിങ്ങൾ വരും, നിങ്ങൾ പോകും. ನೀವು ಬರ್ತಾರೆ, ನೀವು നിങ്ങൾ ಹೋಗ್ತಾರೆ. എന്തെങ്കിലും ദൈവത്തിൽ നിന്നായിത്തീരണമെങ്കിൽ ನೀವೇ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಏನೆಲ್ಲ ഇതിനൊരു കുറുക്ക് വഴിയില്ല. ಇದಕ್ಕೆ ಯಾವುದೇ ಶಾರ್ಟ್ ಕಟ್ ಇಲ್ಲ. സ്തോത്രം. ಆಮೆನ್. എന്തെങ്കിലും ദൈവത്തിൽ ആയിത്തീരണമെങ്കിൽ ನೀವೇ ഇതിനൊരു ದೇವರಿಗೋಸ್ಕರವಾಗಿ നേരെയുള്ള വഴി മാത്രമേ ഉള്ളൂ. ಇದಕ್ಕೆ ನೆಟ್ಟಿಗೆ ಇರದ ದಾರಿ ಮಾತ್ರನೇ ಇರುವುದು. അത് ഏറ്റെടുക്കുന്നെങ്കിൽ ಅದು ನೀವು ഇന്ന് ಹೊಂದಿಕೊಳ್ಳುತ್ತಾ ಇದ್ದರೆ പകൽക്കാലം പരിശുദ്ധാത്മാ പ്രവർത്തിക്കുക. ತಗಳತನೆ ಬೆಳೆಯಲ್ಲಿ ಪವಿತ್ರ ಆತ್ಮನ യേശുവിന്റെ ಕ್ರಿಯೆ ಮಾಡ್ತಾ അധികാരമുള്ള ಇದ್ದಾರೆ. നാമത്തില്, ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ಯೇಸುವಿನ ಅಧಿಕಾರವುಳ್ಳ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ಒಂದು ದೊಡ್ಡ ದೇವರ ഒരു ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ. ಒಂದು ಆತ್ಮಸಾನ್ನಿಧ್ಯ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ಹಾಲೆಲೂಯ. ಬಿಡುಗಡೆ യേശുവിന്റെ ಉಂಟಾಗಲಿ. നാമത്തിൽ ഉണ്ടാകട്ടെ. ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ ಉಂಟಾಗಲಿ. ഈ വചനങ്ങളെ ദൈവം നമ്മളെ ಈ അനുഗ്രഹിക്കുമാറാകട്ടെ. ವಾಕ್ಯಗಳಿಂದ ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವಾದ ഒരു ಮಾಡಲಿ. വാക്കിൽ പ്രാർത്ഥിക്കാം. ಒಂದು ಮಾತಲ್ಲಿ ಪ್ರಾರ್ಥನೆ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ. മോഹൻ ബ്രദർ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ മോഹൻ, മണി മോഹൻ ബ്രദർ, സ്തോത്രം. കൊനയെ പ്രാർത്ഥന എതിർ നിന്ന് പ്രാർത്ഥന മാറിക്കൊള്ളി. എതിർ നില്ലുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. Hallelujah. Hallelujah. Amen. Hallelujah.
സ്വതം. ആമേൻ. തന്തയാകിരുവദേവര പ്രീതിയും യേശു ക്രിസ്തുവിന്റെ കൃപയും പവിത്രാത്മന അന്യോന്യതയും ദൈവത്തിന് എന്താ സദാകാലവും നമ്മ സങ്കടം ഉണ്ടാകലേ. ജയം കൊട്ട കർത്തനെ സുസോണ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്വത്രം സ്വത്രം. വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറയാം. ശരൺ ഓടി വന്നിട്ടവനെ പ്രൈസ് ലോ. ആമേൻ. ഇന്ന് നമ്മുടെ ചർച്ച് കമ്മിറ്റി കൊട്ടിക്കരയെ വെച്ചുണ്ടാവും. ചർച്ചിൻ്റെ കമ്മിറ്റി കൊട്ടിക്കരയിൽ ഇരുത്തത് ആരാധന മുഖിതം മേലെ